ഹായ് മക്കളെ, പ്ലസ് വണ്ണിലെ 14 ചാപ്റ്ററിൻ്റെ സീരീസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈ ഒരു സീരീസിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് 100% ഉറപ്പാണ്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും എന്നല്ല, ടോട്ടലി നമ്മൾ ഈ സെക്ഷനിൽ ചെയ്യുന്നത്, ലിമിറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ചെയ്യുന്നത് 30 ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് തന്നാൽ മാത്രമാണ് ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് മുഴുവൻ വീഡിയോസ് ചെയ്തു തരും, അത് ഗ്യാരണ്ടിയാണ്. 14 ചാപ്റ്റർ ഞാൻ വീഡിയോസ് ചെയ്തു തരും. പക്ഷേ നിങ്ങളുടെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ ലൈക്ക് എന്നതിലും ക്ലാസ് കഴിഞ്ഞിട്ടെങ്കിൽ ലൈക്ക് തരാം. നിങ്ങളുടെ ഫീഡ്ബാക്ക്, ഈ വീഡിയോയെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഈ കമൻറ്റിന് താഴെ രേഖപ്പെടുത്താം കേട്ടോ, കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. കാരണം നമുക്ക് അധികം സമയമില്ല. മൊത്തത്തിൽ 14 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന സെക്ഷൻസ് ആണ് ആദ്യം എടുത്ത് പോവുക. നമുക്ക് നോക്കൂ, 14 ചാപ്റ്ററിൽ ലെങ്തി ചാപ്റ്റർ ഒന്നല്ല, ഒരു ഏകദേശം 8 to 9 ചാപ്റ്റർ വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സാണ്. ഒരു 3-4 ചാപ്റ്റേഴ്സ് മാത്രമാണ് കുറച്ച് ലെങ്ത് ആയിട്ടേ ഉള്ളൂ. ആ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ തുടക്കത്തിലേ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട, മുഴുവൻ ചാപ്റ്റേഴ്സ് ഞാൻ ചെയ്തു തരും കൃത്യമായിട്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ വീഡിയോയിൽ പറയുന്നത്, ഇപ്പോൾ ലിമിറ്റ്സ് എന്ന് പറയുന്ന ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ ഒരു വീഡിയോയും കാണണ്ട, അല്ലെങ്കിൽ ഒരു ക്ലാസ്സും കാണണ്ട എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഇതിൽ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എത്ര പേര് 30 ക്വസ്റ്റ്യൻ വരെ അവസാനം വരെ വർക്കൗട്ട് ചെയ്യുന്നു നിങ്ങൾ നോക്കുക. ഒരു കാരണവശാലും ഞാൻ ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് തരാം, ഒരു കാര്യവും കാണാതെ പഠിക്കണ്ട. ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. ഓക്കെ, ലിമിറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ ചുമ്മാ അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഓൾറെഡി ഡിഫിക്കൽട്ട് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്കിവിടെ ചില കാര്യങ്ങൾക്ക് ഫോർമുല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു കണ്ണിങ് ആയിട്ട്, ട്രിക്ക് ആയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒരു കാരണവശാലും ബൈ ഹാർട്ട് ചെയ്ത്, ഞാൻ ഇതുവരെ ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടില്ല. സോ 14 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നത്. എക്സാമിന് ഈ 30 ക്വസ്റ്റ്യനിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റൂ. കാരണം NCERT കറക്റ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് കറക്റ്റ് ഓർഡറിലാക്കിയിട്ടുള്ള ഒരു സെക്ഷനാണത്. നിങ്ങൾക്ക് സെക്ഷൻ അവസാനം വരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യമല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ്, ചലഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ഇതിന് പുറമെ വേറൊരു ക്വസ്റ്റ്യനോ വേറെ ഒന്നോ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്ലാസ് കംപ്ലീറ്റ്ലി നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന 30 ക്വസ്റ്റ്യൻസും നിങ്ങൾ അതേപോലെ ഒന്ന് വീക്ഷിച്ചിരുന്നിട്ട് ഒപ്പം തന്നെ ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്കിത് മുഴുവനായിട്ടും ഈ സെക്ഷനിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും എക്സാമിന് ഏത് ലെവലിൽ വേണമെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ. NCERT ബേസ് ചെയ്തിട്ട് മാത്രമേ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. അപ്പോൾ NCERT ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സെക്ഷനിലോട്ട് പോകാം. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ഒരുപാട് പേര് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, വളരെയധികം നന്ദി. അപ്പോൾ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വോയിസ് ആയിട്ടൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, ഒന്ന് ജോയിൻ ചെയ്തോളൂ നിങ്ങൾ. ഓക്കെ, നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താണ്, കുറേ പേർക്ക് എന്താ പ്രശ്നം വെച്ചാൽ എന്താണ് ലിമിറ്റ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാത്തത്. ആക്ച്വലി ഇതൊരു 10ാം ക്ലാസ്സിൽ നിന്നാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ വരുന്നത്. ആദ്യം ഇതിൻ്റെ ഒരു കണക്ഷൻ ഞാൻ പറയാം. ബേസ് ആദ്യം നമ്മൾ ക്ലിയർ ആവണം. സിമ്പിൾ ബേസ് ആണ്, വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്നാണ് പ്ലസ് വണ്ണിലോട്ട് വന്നിട്ടുള്ളത് അല്ലേ. ചില ആളുകൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന ആളുകളുണ്ട്. പക്ഷേ എന്നിരുന്നാലും 10ാം ക്ലാസ്സിൽ നിന്ന് പ്ലസ് വണ്ണിലോട്ടാണ് വന്നത്. ജനറലി 10ാം ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാം, നമുക്ക് ജനറലി f(x) എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അല്ലേ, x+3 നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, p(x) ആണ് നമ്മൾ കൂടുതലായിട്ട് പരിചയം ഉണ്ടാവുക അല്ലേ. x+5 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ് 10ാം ക്ലാസ്സിൽ നമ്മൾ പരിചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ p(1)ഉം p(2)ഉം ഒക്കെ കാണുന്നതൊക്കെ നമ്മൾ എല്ലാ കുട്ടികൾക്കും അറിയുന്നത്. p(1) എന്ന് പറഞ്ഞാൽ 1+5 6 കിട്ടും. അതുപോലെ p(3) എന്ന് പറഞ്ഞാൽ 3+5 എന്ത് കിട്ടും, 8 കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു ബേസ് ഉണ്ട്. എന്നാൽ 10ാം ക്ലാസ്സിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് നിങ്ങൾ അറിയില്ല. 10ാം ക്ലാസ്സിൽ നമുക്കൊരു പ്രോബ്ലം വന്നാൽ, ഞാനിവിടെ പിക്ക് പകരം ഫംഗ്ഷൻ ആയിട്ട് എടുത്തു, f എന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്, x² - 1/x - 1 എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഞാൻ എടുത്തു. ഇതിൽ നിങ്ങൾ f(1) കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, ഈ ഫംഗ്ഷൻ്റെ f(1) കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക പറ. നമ്മൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, x-ന് 1 കൊടുക്കും. അപ്പോൾ ഒബ്വിയസ്ലി എവിടെയൊക്കെ x കാണണോ അവിടെയൊക്കെ 1² - 1 1 - 1 നമുക്ക് എന്ത് കിട്ടും, 1² എന്ന് പറഞ്ഞാൽ അല്ലേ, 1² എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 - 1 1 - 1 ഒബ്വിയസ്ലി നമുക്ക് എന്ത് കിട്ടും, ഒരു 0/0 ഫോർമാറ്റിൽ എത്തും.
അപ്പോൾ നമുക്കൊരു ആശയപ്രശ്നം വരുന്നത് ഈ ഒരു ഫംഗ്ഷന് f(1)ന്റെ വാല്യൂ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു വാല്യൂ ഇല്ല. കാരണം 0/0 ഫോമിലാണ് ആൻസർ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫംഗ്ഷന് നമുക്ക് എന്ത് കിട്ടണം? ഒരു കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ലിമിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ലിമിറ്റ്സിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ലിമിറ്റ്സിന്റെ ഏറ്റവും ബേസിക് കോൺസെപ്റ്റ് അത് തന്നെയാണ് പറയുന്നത്. അതായത് നമുക്ക് ജനറലി ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷന്റെ f(1) എത്രയെന്ന് ചോദിച്ചാൽ നോട്ട് ഡിഫൈൻഡ് ആയി പോകും, 0/0 ഫോം. അപ്പോൾ ഇതിന് നമുക്ക് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ നമ്മൾ കൊണ്ടുവരുന്നതാണ് ലിമിറ്റ്സിൽ ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ്സിൽ സൊല്യൂഷൻ കൊണ്ടുവരാൻ ഒരുപാട് മെത്തേഡുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ആ മെത്തേഡുകളിലൂടെയാണ് ഈ ചാപ്റ്റർ പോകുന്നത്. വളരെ സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണ് ആക്ച്വലി ലിമിറ്റ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, ഒന്നും ബൈഹാർട്ട് ചെയ്യണം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിലെ ഒരു കാര്യവും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട, അത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. ട്രിക്കിൽ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റും. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ട്രിക്കായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലാണ്ട് ഒന്നും കാണാതെ പഠിക്കേണ്ട. വളരെ കൂളായിട്ട് എക്സാമുകൾക്ക് നമ്മൾ വളരെ മെന്റലി വളരെ ഫ്രീ ആയിട്ടും കൊണ്ട് എക്സാമുകൾക്ക് പോവുക, വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്താൽ. ഇങ്ങനെയാണ് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം, ചാപ്റ്ററിലോട്ട് കടക്കാം. അപ്പോൾ ഇങ്ങനെ വന്നു 0/0 ഫോം. ഇതിനൊക്കെ നമ്മളൊരു സൊല്യൂഷൻ ഇവിടെ നമ്മൾ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു പ്രോബ്ലം തരാം. ഇതവിടെ നിൽക്കട്ടെ, നമ്മൾ പ്രോബ്ലത്തിലോട്ട് ഇപ്പോഴും എൻ്റർ ചെയ്തിട്ടില്ല. അത് ഈ ബേസ് തന്നെ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഓൾറെഡി ഫുള്ള് ക്ലിക്ക് ആവും നിങ്ങൾക്ക്. ഓക്കെ, സോ ഫസ്റ്റ് ഇപ്പോൾ f(x) = x+, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കട്ടെ. ഇപ്പോൾ x അല്ലെങ്കിൽ x+5 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആവട്ടെ. ഇവിടെ നമുക്കൊരു എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കമ്പയർ ചെയ്യാം. അപ്പോൾ അവിടുത്തെ ഫംഗ്ഷൻ പറ മക്കളെ, f(x) = x × x+1 എന്ന് പറയുന്നതാണ് ഇവിടെയുള്ള ഫംഗ്ഷൻ. ഓക്കെ, ഒരു ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം ലിമിറ്റിൻ്റെ ഒക്കെ കോൺസെപ്റ്റിൽ ലിമിറ്റ് ജനറലി എഴുതിയതിന് ശേഷം ഒരു ഫംഗ്ഷൻ ഇവിടെയാണ് എഴുതുക. ഇത് ജനറൽ റെപ്രസെൻറ്റേഷൻ ആണ്. ബേസ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. ലിമിറ്റ്സ് എഴുതിയിട്ട് ഇവിടെയാണ് അതിൻ്റെ ഫംഗ്ഷൻ എഴുതുക എന്നുള്ളത്, അല്ലേ? ഇതേപോലെ അതിലുള്ള ഫംഗ്ഷനെ ഞാൻ തൂക്കിയെടുത്തു. ആ ഫംഗ്ഷനെ തൂക്കിയെടുത്തു. നമുക്കറിയാം x × x+1. ഇവിടെ എക്സിന് 3 കൊടുക്കാനാണ് പറയുന്നത്. ലിമിറ്റ് x → 3. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, f(3) കണ്ടാൽ നിങ്ങൾക്ക് എന്താ കിട്ടും? f(x) x × x+1 ആണെങ്കിൽ ഇവിടെ 3 കൊടുത്താൽ എന്താ കിട്ടുക? 3 × എന്ത് കിട്ടും? 3+1. ആൻസർ എന്ത് കിട്ടും? 3 × 3+1 എത്ര ഇവിടെ? 4. 3 × 4 12. ഇവിടെ 12 ആണെങ്കിൽ ഇവിടെയും കിട്ടുന്ന ആൻസർ എന്ത് തന്നെയാണ്? 12 ആണ്. അപ്പോൾ കുറേ പേര് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ലിമിറ്റ്സിൻ്റെ ആവശ്യം ഇവിടെ എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് x → 3 x × x+1. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറും 12 എത്രയാണ്? 12 ആണ്. ഇവിടെ കിട്ടുന്ന ആൻസർ എന്താണ്? 12 ആണ്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, അങ്ങനെയാണ് ഇപ്പോൾ ഇത് ലിമിറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ജനറലി f(3) കണ്ടാൽ പോരെ? സത്യമാണ്. അപ്പോൾ എപ്പോഴാണ് ലിമിറ്റ് വരുന്നത്? ലിമിറ്റിൻ്റെ ആശയം അപ്ലൈ ചെയ്യേണ്ടത് ഒരേ ഒരു കണ്ടീഷനിൽ മാത്രമേ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ആദ്യമേ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലിമിറ്റിൻ്റെ കണ്ടീഷൻ എവിടെ മാത്രം? ഒരൊറ്റ സ്ഥലത്തെ അപ്ലൈ ചെയ്യുന്നുള്ളൂ ലിമിറ്റ്. അത് പ്രോപ്പർട്ടി ആവട്ടെ, തിയറം ആവട്ടെ, എന്തും ആവട്ടെ, 0/0 ഫോം വരുമ്പോൾ മാത്രമാണ്. അതേസമയം ന്യൂമറേറ്റർ 0 വന്ന പ്രശ്നമില്ല. ഇപ്പം ഞാൻ വേറൊരു ഫംഗ്ഷൻ കാണിക്കാം. ഇപ്പോൾ വേറൊരു ഫംഗ്ഷൻ ഞാൻ കാണിക്കാം. ഇപ്പം ലിമിറ്റ് x → 5 x - 5 / x+2. ഇപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം ആണ്. ഇപ്പം ഇവിടെ ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സിന് 5 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 5 - 5 5+2. ന്യൂമറേറ്റർ 0/7. ആൻസർ ഈ 0. ഇവിടെ ആൻസർ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെയും 0/0 ഫോം അല്ല. കാരണം ന്യൂമറേറ്റർ 0 വന്നാൽ മാത്സിൽ കുഴപ്പമില്ല, ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ന്യൂമറേറ്റർ 0 വന്നാൽ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട് 0 ആണ്. അപ്പോൾ ഏത് കണ്ടീഷനിൽ മാത്രമാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്? ഓൺലി 0/0 ഫോമിൽ മാത്രമാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പം ഇവിടെയും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താലും ഇതിൻ്റെ ആൻസർ എന്തെന്നെ കിട്ടുക? 12. 0/0 ഫോം വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ മെത്തേഡുകൾ ഡിഫറെൻ്റ് ആയി പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ മെയിൻ ഔട്ട്ലുക്ക് അവിടെ വരുന്നത്. നമ്മൾ ജനറലി അല്ലാണ്ട് ഇതൊക്കെ നമ്മൾ സിമ്പിളാണ്. ജസ്റ്റ് f(x)ൽ എക്സിന് 3 കൊടുക്കുന്ന പോലെ ലാഘവത്തോട് കൂടെ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ 0/0 ഫോം വരുന്നത് മുതൽ കംപ്ലീറ്റ്ലി മാറും. നമ്മളെ പിക്ചറേ മാറുന്നു പറയില്ലേ, മൊത്തത്തിൽ ചേഞ്ച് ആണ്. അപ്പോഴാണ് നമ്മൾ ഓരോ തിയറം അങ്ങനെ പഠിച്ചു പോകുന്നത്, അല്ലേ? അധികം തിയറംസ് ഒന്നുമില്ല, ആകെ 2-3 തിയറംസ് ആണ് നമുക്ക് ആകെ ബേസിക്കലി ഇവിടെ പഠിക്കാനുള്ളൂ. അതും വലിയ ടഫുള്ളൊന്നുമല്ല, സിമ്പിൾ കോൺസെപ്റ്റ് മാത്രമാണ്. അപ്പോൾ ഒരു ബേസിക്കലി എന്താണ് ലിമിറ്റ്സ് എന്നുള്ളതിലോട്ട് നമുക്ക് കടക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ്സിൻ്റെ ഒരു ക്വസ്റ്റ്യനിലോട്ട് തന്നെ കിടക്കാം. നമുക്ക് സമയമില്ല, എല്ലാവർക്കും അറിയാം. നമുക്ക് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് വേഗം എന്ത് ചെയ്യണം? നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആശയം ജസ്റ്റ് പറഞ്ഞു തുടങ്ങുന്നുള്ളൂ. ഇനി നേരെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. പ്രീവിയസ് ഇയറിന് വന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും വായിച്ചോ അല്ലെങ്കിൽ എഴുതാവുന്നവരൊക്കെ എഴുതി വെച്ചോ. ലിമിറ്റ് x → 3 x × x+1. അപ്പോൾ ഈ ലിമിറ്റ് x → 3 എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മീനിങ്? ലിമിറ്റ് x → 3 എന്ന് പറഞ്ഞാൽ സിംപ്ലി x = 3. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇതിന് വേറെ മീനിങ് ഇല്ല. x → 3 എന്ന് പറഞ്ഞാൽ x 3 അടുക്കുന്നു, ഒരു ഘട്ടത്തിൽ 3 ആവും. ദാറ്റ് ഈസ് x = 3. ക്ലിയർ കട്ടാണ് x = 3. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ എക്സിന് 3 അപ്ലൈ ചെയ്യുക. നമ്മൾ p(x)ൽ p(3) കാണൂലേ, അതേപോലെ തന്നെ എക്സിന് 3 കൊടുക്കുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എഴുതാൻ പാടില്ല.
അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. എക്സ് ടെൻസ് 3 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എഴുതാൻ പാടില്ല. 3 × 3 + 1. എക്സ് എവിടെയൊക്കെ ഉണ്ടോ, ഞാൻ എന്താ ചെയ്തത്, എക്സ് എവിടെയൊക്കെ ഉണ്ടോ എക്സിന് 3 കൊടുത്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ പറ 3 × എത്ര കിട്ടും, 4. 3 × 4 എത്ര മക്കളെ, 12 ആൻസർ കിട്ടും. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ ചെയ്യാൻ എന്താ പണിയില്ല, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എല്ലാവരും എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ആൻസർ എഴുതി കഴിഞ്ഞാൽ ഇനി നമ്മൾ എങ്ങനെ ഈ ലിമിറ്റ്സ് എങ്ങനെ ചേഞ്ച് ഓവർ ചെയ്യണം നമുക്ക് ആ കറക്റ്റ് ഓർഡറിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. 30 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 30 ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇത് എങ്ങനെ ചേഞ്ച് ഓവർ ആയിട്ട് പോകുമെന്ന് മനസ്സിലാക്കും. ഒരു പൊട്ട് പോലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. അപ് ടു 30 ക്വസ്റ്റ്യൻ വരെ ഞാൻ പറഞ്ഞു. അതിനൊക്കെ നമ്മളതിൽ ട്രിക്ക് ഉണ്ട്. ഓക്കെ, സ്ക്രീൻഷോട്ട് ചെയ്യണേ, സ്ക്രീൻഷോട്ട് ചെയ്തോടാ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശരി, അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 അല്ലെ, ബ്ലാ 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 1 + x² + എന്തോ x⁻10 വരെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ 0/0 ഫോമിന് ചാൻസ് ഉണ്ടാ, നിങ്ങൾ പറ. 0/0 ഫോമിന് ചാൻസ് ഉണ്ടാ? 0/0 ഫോമിന് സാറേ ചാൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വേണം. ഈ പ്രോബ്ലത്തിൽ ന്യൂമറേറ്ററോ ഡിനോമിനേറ്റർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലം എക്സാമിന് വന്നാൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എക്സിന് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് മാത്രമേ ലോജിക്കുള്ളൂ, വേറെ ഒരു ലോജിക്കും ഇല്ല. എക്സിന് എല്ലാ പ്രോബ്ലം ആക്ച്വലി അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. എക്സിന് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. ഇവിടെ നിങ്ങൾ എക്സിന് മൈനസ് എപ്പോഴും ശ്രദ്ധിക്കണം. അവിടെ തന്ന നമ്പർ ഇവിടെ -1 ആണ്. വളരെ ശ്രദ്ധയോട് കൂടെ വേണം പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാൻ. എക്സ് ടെൻസ് ടു -1 എന്ന് പറഞ്ഞാൽ സിംപ്ലി എക്സ് സമം എത്രയാണ്, -1. എവിടെയൊക്കെ എക്സിൻ്റെ അവിടെയൊക്കെ -1 കൊടുക്കുക സാറേ. ഫസ്റ്റ് 1 എഴുതി, പ്ലസ് എക്സിന് -1 പ്ലസ് വീണ്ടും x² ആണ്, സോ -1². അടുത്തെന്ത് വരും, -1³ സാറേ. ഇത് ഇങ്ങനെ എഴുതി പോയി കുറേ എഴുതേണ്ടി വരില്ല. -1⁻10 വരെ ഞാൻ ഇപ്പോൾ ഡോട്ട് ഇട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കുറേ പേരുടെ ചിന്ത ഇങ്ങനെ കംപ്ലീറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എഴുതണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കംപ്ലീറ്റ്ലി എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്യാവുന്നുള്ളൂ. സോ ബേസിക്കലി -1² എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. -1² എന്ന് പറഞ്ഞാൽ എന്താ, -1 × -1 എത്ര, 1 ആണ്. -1³ എന്താ, -1 × -1 × -1 ആണ്. -1 × -1 എത്രയാടാ, 1 ആണ്. 1 × -1 എത്രയാടാ, -1. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കാര്യം ക്ലിയർ ആയി. സോറി, ക്യൂബ് ആകുമ്പോൾ അല്ലേ. അപ്പോൾ ഇതിൽ കാര്യം ക്ലിയർ ആയി. ഇരട്ട നമ്പർ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവും, ഈ ഒറ്റ സംഖ്യ വന്നു കഴിഞ്ഞാൽ എന്താടാ, നെഗറ്റീവ് ആണ്. ഇതാണ് ഇതിന്റെ ആശയം. അത് ബേസ് അറിയുന്നതാണ്. -1² എന്ന് പറഞ്ഞാൽ 1 ആണ്, -1³ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ ഇരട്ട വന്നാൽ പോസിറ്റീവും ഓഡ് വന്നാൽ നെഗറ്റീവും ആണ്. അപ്പൊ നിങ്ങൾ ഒബ്വിയസ്ലി നോക്കിയോക്കെ, ഇപ്പൊ നോക്കിയൊക്കെ ഇവിടെ നിന്നല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതാണല്ലോ ഇവിടെ മുതൽ ഇവിടം വരെയാണല്ലോ. അപ്പൊ നിങ്ങൾ നോക്കിയൊക്കെ ഇവിടെ -1 ആണ്, ഒബ്വിയസ്ലി ഇവിടെ എന്താ കിട്ടുക, +1 ആണ്. സോ അടുത്ത് എന്ത് വരും, -1 +1 -1 +1. ഇതിങ്ങനെ ക്യാൻസലായി കംപ്ലീറ്റ്ലി ക്യാൻസലായി പോകും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലേ. ഇത് കംപ്ലീറ്റ്ലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആവും. അപ്പോൾ സിംപ്ലി ആര് മാത്രമേ ഇവിടെ അവശേഷിക്കുള്ളൂ, 1 മാത്രമേ ഇവിടെ അവശേഷിക്കുള്ളൂ. ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ. അതല്ല നിങ്ങൾക്ക് സംശയമാണ്, ഇങ്ങനെയൊക്കെ വെട്ടാനൊക്കെ പേടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി കൊടുത്തോ. ഇവിടെ കാണിച്ച പോലെ -1 -1² -1⁻³ -1⁻4 ഇങ്ങനെ കൊടുത്തു വേണമെങ്കിൽ എക്സാമുകളിൽ പോവാം. അതിനൊന്നും തർക്കമില്ല. കുട്ടി ഏത് മെത്തേഡ് ഉപയോഗിക്കണമെന്നും കുഴപ്പമില്ല. അതെല്ലാം സിമ്പിൾ സ്കില്ലായിട്ട് നമുക്ക് മനസ്സിലായി. എക്സ് ആദ്യം -1 ആണ്, സോറി എക്സ് -1 ആണ്, പിന്നെ +1 ആണ്, പിന്നെ -1 ആണ്, പിന്നെ +1 ആണ്, അങ്ങനെ 10 വരെ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന്റെ പവർ 1 ആണ് അല്ലേ. അപ്പോൾ 1 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ 1 മൈനസും 1 പ്ലസും 1 മൈനസും പ്ലസും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 1 ക്യാൻസൽ ചെയ്ത് ഇങ്ങനെ കളയും. 1 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആര് മാത്രമേ ബാലൻസ് ആവുള്ളൂ, 1 മാത്രമേ ബാലൻസ് ആവുള്ളൂ. സിമ്പിൾ ലോജിക്കാ. സോ ദ ഫൈനൽ ആൻസർ ഈസ് എന്താന്ന് പറഞ്ഞാൽ മതി, 1 എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ മക്കളെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യടാ. ഫൈൻഡ് ലിമിറ്റ് x → 0 4x + 3 / 2x - 1. കംപ്ലീറ്റ്ലി പ്രീവിയസ് ഇയർ എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇട്ടാം. ഓക്കെ, സോ ലിമിറ്റ് എക്സിന് 0 കൊടുക്കാം. മക്കളെ ഇവിടെ ന്യൂമറേറ്ററും ഉണ്ട് സാറേ, ഡിനോമിനേറ്റർ ഉണ്ട്. 0/0 ഫോം വന്നാൽ മാത്രമേ നമ്മൾ ഭയക്കേണ്ടതുള്ളൂ. എല്ലാ പ്രോബ്ലം നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വന്നോട്ടെ, നിങ്ങൾ ഭയക്കേണ്ടത് എപ്പോഴാണ്, 0/0 ഫോം വന്നാൽ മാത്രമാണ് നമ്മൾ അടുത്ത ലെവലിലോട്ട് ചിന്ത പോകണ്ടുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ പ്രൈമറി ലെവലിൽ പ്രോബ്ലം ഫിനിഷ് ചെയ്യാം. ഓക്കെ, നമ്മൾ സെക്കൻഡറി ലെവലിലോട്ട് പ്രോബ്ലത്തെ കൊണ്ടുപോകേണ്ടത് എപ്പോൾ മാത്രമാണ്, 0/0 ഫോം ഓൺലി. ന്യൂമറേറ്റർ 0 വന്നാൽ കുഴപ്പമില്ല കേട്ടോ. ന്യൂമറേറ്റർ 0 എന്ന ആൻസർ 0. 0/0 ഫോർമാറ്റ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധയോട് കൂടെ ഹാൻഡിൽ ചെയ്യണം. ഇനി അത് ഏത് മെത്തേഡിൽ സോൾവ് ചെയ്യണം നമ്മൾ പിന്നെ ചിന്തിക്കണം. അതൊക്കെ അതിലോട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കുക, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പക്ഷേ 0/0 ഫോം വരുന്നുണ്ടോ നോക്കുക. സിംപ്ലി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എക്സിന് 0 കൊടുക്കുക, എല്ലാവരും കൊടുക്കുക. അപ്പം എന്താ പറയുക, 4 × 0. നമ്മൾ ഒരു ഭയം വേണ്ട. എക്സാമ്പിൾ ഇതേപോലെ നിങ്ങൾ ചെയ്താൽ മതി. സ്ട്രാറ്റജി ജസ്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 0/0 ഫോം വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അടുത്ത സ്റ്റെപ്പിൽ. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കാം. പടിയിൽ 2 × 0 -1, 4 × 0 0 + 3 / 2 × 0 0 - 1 അല്ലെ. 0 + 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. 0 - 1 എന്ന് പറഞ്ഞാൽ -1 ആണ്. 3/1
മാത്തമാറ്റിക്കലി പഠിച്ചോ 3/1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അത് മാത്സിന്റെ റൂളാണ് അല്ലെ. 2/1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 3/1 എന്ന് പറഞ്ഞാൽ 3. ഏതൊരു നമ്പറിന് അടിയിലും താങ്ങിയിട്ട് 1 ഉണ്ടാവും. സോ 3/-1 എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ആൻസർ? -3 ആണ്. അപ്പൊ ഇതിന് സൊല്യൂഷൻ ഉണ്ട് -3 ആണ്. മനസ്സിലായ? ഇവിടെ ഒന്നും നമ്മൾ ഭയക്കേണ്ട, അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ്. ഇങ്ങനെയൊക്കെ 1 മാർക്കിനും 2 മാർക്കിനും ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഭയക്കേണ്ട. നമ്മൾ എപ്പോഴും നമ്മൾ ലിമിറ്റ് എന്ത് ചെയ്താൽ കറക്റ്റ് അപ്ലൈ ചെയ്യുക. 0/0 ഫോം ഉണ്ടെങ്കിൽ മാത്രം അടുത്ത ലെവലിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അതല്ല ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? -3 ആണ്. ഓക്കെ, സ്ക്രീൻഷോട്ട് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തോ കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നോട്ട്സ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതിന്റെ നോട്ട്സ് PDF ആയിട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അതല്ല നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട്സ് അപ്പോൾ എഴുതി പോവുകയാണെങ്കിൽ അങ്ങനെ എഴുതി പോയിക്കോ, നിങ്ങളുടെ ഐഡിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ഈ 30 ക്വസ്റ്റ്യൻ എത്ര പേര് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം കേട്ടോ. അത് നിർബന്ധമാണ്. 30 ക്വസ്റ്റ്യൻ കഴിയുന്നവരെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. 30 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടുവെന്നുണ്ടെങ്കിൽ സാർ ഞാൻ 30 ക്വസ്റ്റ്യൻ ചെയ്തു എന്നുള്ളത് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം നിർബന്ധമായിട്ടും കേട്ടോ. ഇതൊരു വാശിയാണ്. നമ്മളൊരു വാശിയോട് കൂടെ പഠിക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കട്ടെ. ലിമിറ്റ് x ടെൻഡ്സ് ടു -1 x² - 5x + 6 / x - 1. ഇവിടെ ആക്ച്വലി ഇതേപോലെ തന്നെ എക്സിന് എന്താ കൊടുക്കുക നിങ്ങൾ പറ. ഇനി എക്സിന് എന്താ കൊടുക്കേണ്ടത്? x ടെൻഡ്സ് ടു -1 എന്ന് പറഞ്ഞാൽ x = -1. അപ്പൊ x കാണുന്നത് -1 കൊടുക്കുക. 0/0 ഫോം വരികയാണെങ്കിൽ മാത്രം ഭയപ്പെട്ടാൽ മതി. ഇതൊരു പ്രീവിയസ് ഇയർ തന്നെയാണ്. അപ്പൊ എക്സിന് -1 കൊടുത്തു, എല്ലാവരും കൊടുത്തു. -1² - 5 × -1 + 6 / എക്സിന് കൊടുത്തു -1 -1² എത്രയാണ്? 1 ആണെന്ന് നമുക്കറിയാം. ഈ മൈനസും ഈ മൈനസും കൂടെ ബേസ് അറിയില്ല, ചെറുതാൻ ശ്രദ്ധിച്ചോ. മൈനസും എന്താ കൂടെ പ്ലസ് ആവും അല്ലെ. -5 × -1 എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നോക്ക്. -5 × -1 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 5 ആണ്. അപ്പൊ 5 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 5, അതുകൊണ്ടാണ് +5 എന്നിട്ട്. സോ +6 all divided by -1 -1 -2. സാർ എങ്ങനെ 2 നെഗറ്റീവ് മൈനസ് ഒക്കെ? എടാ -1 -1 2 നെഗറ്റീവ് ആണെങ്കിൽ 1 കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഈവൻ കാൽക്കുലേറ്ററിൽ നോക്കുക അല്ലെങ്കിൽ കേട്ടോ. അപ്പൊ 6 × 5 11 12. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ? 12/-2. രണ്ടും ഇരട്ട നമ്പർ ആണ്. സോ 12ന്റെ പകുതി 6 ആണ്, 2ന്റെ പകുതി 1 ആണ്. ഇവിടെ ഒരു മൈനസും കൂടെ അഡീഷണൽ ഉണ്ട്. സോ 6/-1 എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ആൻസർ? -6 is the final answer. -6 is the final answer. അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ബേസിക് സിംപ്ലിഫിക്കേഷൻ ആണ്. ഈവൻ -1 -1 ഒക്കെ കൺഫ്യൂഷൻ ആണെങ്കിൽ ഇപ്പോൾ തൽക്കാലം -2 ഇടുക. സാർ മൈനസും പ്ലസും ഒക്കെ പറഞ്ഞതിന്റെ ഒരു വീഡിയോ സാർ സെപ്പറേറ്റ് നിങ്ങൾക്ക് ചെയ്തു തരണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം അങ്ങനെ പോട്ടെ. ശരി, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്ക്രീൻഷോട്ട് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം. മക്കളെ പെട്ടാതിരി തീർക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. 30 ക്വസ്റ്റ്യൻ നമ്മൾ തീർക്കും. ഓക്കെ, അടുത്ത given f of x equal to x³ - 1 divided by x + 2 find limit x tends to 0 f of x. പല രീതിക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നുകൊണ്ടേയിരിക്കും. അവർ ഏത് രീതിക്ക് ചോദിച്ചാലും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ കാണേണ്ട ഈ സാധനം എന്താണ്? ഇവിടെ ഓൾറെഡി സെറ്റപ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാണേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ അതിന്റെ പിടിക്കുക. എന്താണ് കാണേണ്ടത് അവർക്ക് പറയാം. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 f of x കണ്ടോളണം. അപ്പൊ f of x എവിടെ? ആ f of x ക്വസ്റ്റ്യനിൽ ഇതാ ഇവിടെ തന്നിട്ടുണ്ട് f of x. അത് നമ്മൾ എന്ത് ചെയ്യണം? എടുത്തിട്ട് ഇപ്പൊ നമ്മൾ ചിലത് റെഡിമെയ്ഡ് ആയിട്ട് തരും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ നമ്മൾ ഫുഡ് കല്യാണം വരെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ ടേബിളിന്റെ മുന്നിലുണ്ടാവും. ചിലത് നമ്മൾ എന്ത് ചെയ്യണം? ആ ബൊഫേ പോലെ നമ്മൾ സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് എടുക്കണം. അതേപോലെ തന്നെ ഇവിടേക്ക് വേണ്ട f of x നെ എവിടുന്ന് എടുക്കണം? ഇവിടെ പോയിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ പറഞ്ഞോ, ലിമിറ്റ് x ടെൻഡ്സ് ടു 0 f of x എന്താണ്? ക്വസ്റ്റ്യനിൽ വായിക്ക് x³ - 1/x + 2. x ടെൻഡ്സ് ടു 0 വാട്ട് ഈസ് ദ മീനിങ്? നിങ്ങൾ പറ. x = 0 ജസ്റ്റ് പുട്ട് ചെയ്യുക. x ന് 0 പുട്ട് ചെയ്യുക. അപ്പോൾ പറ 0³ - 1/0 + 2. സോ വാട്ട് ഈസ് ദ ആൻസർ? ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഇത് എഴുതരുത്. ഇതൊരു ബാധ പോലത്തെ സാധന. ലിമിറ്റ് x ടെൻഡ്സ് 0. നിങ്ങൾ വൺസ് ലിമിറ്റ് അപ്ലൈ ചെയ്തു, x ന് 0 കൊടുത്തു, പിന്നെ ലിമിറ്റ് എഴുതാൻ പാടില്ല. അതതിന്റെ റൂളാണ്. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ പിന്നെ അതിന്റെ പിന്നാലെ ബാധ, നമ്മളിപ്പോൾ ഒരു സാധനം പിന്നാലെ വലിച്ചിങ്ങനെ കൊണ്ടുപോകില്ല. അതേപോലെ നിങ്ങൾ ലിമിറ്റ് x ടെൻഡ്സ് 0 വലിച്ചു കൊണ്ടുവരുത്. കൊണ്ടുപോയപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാത്തത് വരെ കൊണ്ടുപോകാം. വൺസ് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ പിന്നെ ഇതിനെ പിടിച്ച് കൊണ്ടുവരാൻ പാടില്ല. സോ ഫൈനലി എന്താ? 0³ എന്ന് പറഞ്ഞാൽ 0 -1/, എന്ത് കിട്ടൂടാ? 0 + 2 അല്ലെ. 0 - 1 അല്ലെ. വാട്ട് ഇസ് ആൻസർ? -1/2. എന്താണോ ആൻസർ? അത് -1/2 കേട്ടോ. സ്ക്രീൻഷോട്ട് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ. 30 ക്വസ്റ്റ്യൻ ആണ് പിന്നാലെ കൂടിക്കോണം. 30 എണ്ണം കഴിഞ്ഞവരെ റെസ്റ്റ് ഇല്ല. ഒറ്റ സ്ലോട്ടിൽ 30 ക്വസ്റ്റ്യൻ ചെയ്യുക. അതാണ് വാശി. അല്ലാണ്ട് ആദ്യം ഒരു 20 എണ്ണം കണ്ട് വർക്കൗട്ട് ചെയ്ത് പിന്നെ ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്ത് അങ്ങനെ ചെയ്യരുത്. ഒറ്റ വാശി. ലിമിറ്റ്സ്, കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്. അതെല്ലാവർക്കും അറിയാലോ. അവസാനം വരെ ഒറ്റ സ്ലോട്ടിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്തോളാം. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ. ലിമിറ്റ് x ടെൻഡ്സ് 0 sin πx / cos 2x. ഇവിടെ നിങ്ങൾ ചെറിയൊരു കാര്യം അറിയണം. അതായത് sin 0 ചില ആളുകൾക്ക് അറിയില്ല, 0 ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്നല്ല നമുക്ക് കുറേ ചാപ്റ്റർ വരാനുണ്ട്. sin 0 എന്നൊരു കുട്ടി പഠിച്ചോ? sin 0 0. പക്ഷേ cos 0 എന്താ? 1. ഇത് നമ്മൾ പഠിക്കടാ.
ഇത് ട്രിഗണോമെട്രിക് വാല്യൂ പഠിക്ക്. ഇത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് ആവശ്യം വരുന്നുണ്ട്. ഇപ്പൊ പഠിച്ചോ. സൈൻ 0 0, കോസ് 0 1 ആണ്. കോസ് 0യുടെ വാല്യൂ 1 ആണ്. സൈൻ 0 0 ആണ്. ഇവിടെ നമ്മൾ ഇതടാ ലിമിറ്റ് എക്സിന് 0 കൊടുക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? സൈൻ പൈ ഇൻറ്റു 0 ഡിവൈഡ് ബൈ എന്തുടാ കോസ് 2 ഇൻറ്റു 0. കുറെ പേര് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് വല്ല പ്രോപ്പർട്ടി ബേസ്ഡ് ക്വസ്റ്റ്യനിലോട്ടൊക്കെ ചിന്ത പോകും. ഇത് പ്രീവിയസ് ഇയറാ. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ എപ്പോഴും പ്രോബ്ലം ഡീൽ ചെയ്യേണ്ടത് എന്താണോ എക്സിന് വാല്യൂ തന്നത് അത് എക്സിന് കറക്റ്റ് കൊടുക്കുക. അതിൽ എന്തെങ്കിലും ട്രബിൾ ഉണ്ടെങ്കിൽ മാത്രം അടുത്ത ലെവലിൽ ചിന്ത പോയാൽ മതി. മനസ്സിലായ? അല്ലാതെ ചുമ്മാ തിരുന്ന് ഇങ്ങനെ ചിന്തിച്ച ആവലാതി കൂട്ടരുത്. നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ +1 നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുക എക്സിന് വാല്യൂ കൊടുക്കുക. കൂൾ ഓഫ് ടൈമിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കുക. എക്സിന് 0/0 ഫോം വന്നാൽ നമുക്ക് ചെയ്യേണ്ട മെത്തേഡ് വേറെയാണ്. അത് ഞാൻ പറഞ്ഞു തരാം. അതായിട്ടില്ല, നമ്മൾ അവിടെ എത്തുന്നുള്ളൂ. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താ വരിക? 0 കൊടുത്തു നമ്മൾ. ഇനി പറ ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് ഗുണിച്ചാൽ എന്താണ്? 0 ആണ്. അത് പൈ ഇൻറ്റു 0 എന്നല്ല, ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് ഗുണിച്ചാൽ 0 ആണ് അല്ലേ? അപ്പോൾ അതുപോലെ കോസ് 2 ഇൻറ്റു 0 എത്രയാണ്? കോസ് 0. അപ്പൊ സാറേ സൈൻ 0യുടെ വാല്യൂ എത്രയാണ്? നമ്മൾ പഠിക്കണം 0 ആണ്. കോസ് 0യുടെ വാല്യൂ ട്രിഗണോമെട്രി വാല്യൂ 1 ആണ്. ന്യൂമറേറ്റർ 0 വന്നാൽ ഒരു കുഴപ്പമില്ലടോ. ന്യൂമറേറ്ററിൽ 0 വന്നാൽ ആരെങ്കിലും നോട്ട് ഡിഫൈൻഡ് എഴുതിയ അടിയാണ്. ന്യൂമറേറ്റർ 0 വന്നാൽ ഒരു കുഴപ്പമില്ല, അതിന് സൊല്യൂഷൻ ഉണ്ട്. 0 ഈസ് ദ ഫൈനൽ ആൻസർ. ഡിനോമിനേറ്റർ 0 വന്നാൽ നോക്കാം. ഡിനോമിനേറ്റർ 0 വന്നാൽ ഇതിനെ വിളിക്കുക നോട്ട് ഡിഫൈൻഡ്. അത് അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. ഡിനോമിനേറ്റർ 0 വന്നു കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് നിങ്ങൾ വിളിച്ചോ. ഓക്കെ. മറ്റേത് 0/0 ഫോം ആണ്, ഇത് വേറെ ഫോം ആണ്. ഇങ്ങനത്തെ ഫോം വന്നാലാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോപ്പർട്ടി ബേസിലോട്ട് പോവുക. സോ ഇതിന് സൊല്യൂഷൻ ഉണ്ട്. 0 ഈസ് ദ ആൻസർ. ഓക്കെ. സ്ക്രീൻഷോട്ട് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 7. ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള ഏകദേശം 7ാമത്തെ ക്വസ്റ്റ്യൻ ആയി തുടങ്ങി. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ നിങ്ങൾ എക്സിന് വാല്യൂ കൊടുക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നും പോകണ്ട. എക്സ് ടെൻസ് ടു എ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എ. ഇതിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം. എക്സ് സമം എ. എന്നിട്ട് എക്സ് എവിടെ കാണണം അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്യടാ പറ. റൂട്ട് എ. എക്സിനല്ലേ എ കൊടുക്കുന്നത്? നോക്കേ, എക്സിന് മാത്രം. ഇവിടെ എ ഒക്കെ കാണും കോൺസ്റ്റന്റ് നമ്പർ, അതിനൊന്നും കൊണ്ടുപോയി ഒന്നും കൊടുക്കരുത്. എക്സ് ടെൻസ് ടു എ. വാട്ട് ഇസ് ദ മീനിങ്? എക്സ് ഈക്വൽ ടു എക്സിന് മാത്രം കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ അതുപോലെ എഴുതി വെക്കുക. റൂട്ട് എ ഡിവൈഡഡ് ബൈ എക്സിന് എന്ത് കൊടുക്കണം? എ. സോ എ പ്ലസ് എ. ഇങ്ങനെ കിട്ടും. ബേസ് പഠിച്ചോ? ഒരാപ്പിൾ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നും കാണാതെ പഠിക്കേണ്ട സാറ് പറഞ്ഞ വാക്കാണ് അല്ലേ. ഒരാപ്പിൾ പ്ലസ് ഒരാപ്പിൾ എത്രയാടാ നിങ്ങൾ പറയാ? പറഞ്ഞോ. 2 ആപ്പിള് അല്ലേ. ഒരു മാംഗോ പ്ലസ് ഒരു മാംഗോ 2 മാംഗോ. സാറേ ഞങ്ങളങ്ങനെ ലോക്കലാക്കല്ലേ സാറേ. നിങ്ങൾ ഈ റൂട്ടിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ പഠിക്കാനുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. ഒരു മാംഗോ പ്ലസ് ഒരു മാംഗോ 2 മാംഗോ, അല്ലെങ്കിൽ ഒരു തേങ്ങ പ്ലസ് ഒരു തേങ്ങ 2 തേങ്ങ എന്ന് പറയുന്ന പോലെ തന്നെ റൂട്ട് എ പ്ലസ് റൂട്ട് എ. ഒരു റൂട്ട് എ പ്ലസ് ഒരു റൂട്ട് എ പറഞ്ഞടാ 2 റൂട്ട് എ. അതേപോലെ ഒരു എ പ്ലസ് ഒരു എ പറയടാ 2 എ. ആരൊക്കെ ക്യാൻസൽ ആവും? 2 ക്യാൻസൽ ആവും. നമുക്ക് ഫൈനലി എന്ത് കിട്ടൂടാ? റൂട്ട് എ ബൈ എ. ദാറ്റ് ഈസ് എ ഫൈനൽ ആൻസർ. ദാറ്റ് ഈസ് എ ഫൈനൽ ആൻസർ. റൂട്ട് എ ബൈ എ. സ്ക്രീൻഷോട്ട് ചെയ്തോ? സ്ക്രീൻഷോട്ട് ചെയ്തോ കേട്ടാ. ലോക്കലായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പോകണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടാ. കാണാതെ പഠിച്ച ഒരു രസമില്ലടാ ഈ ചാപ്റ്റർ. ഇതിലെ മുഴുവൻ ക്വസ്റ്റ്യനും കാണാതെ പഠിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് പറഞ്ഞാൽ വൺസ് വീഡിയോ തന്നെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി സെറ്റാണ്. നിങ്ങൾ അപ്പം തന്നെ ഒരു വട്ടം എഴുതുക, പിന്നെ വീട്ടിൽ നിന്ന് ഒരു വട്ടം കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അത്രയും മതി കേട്ടോ. 2 വട്ടമൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി. കാരണം ഇത് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് വൺസ് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് എഴുതി പഠിക്കുക. അത് കഴിഞ്ഞ് ഒരു വട്ടം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി പഠിക്കുന്നത് നല്ലതാണ്. അത്രയും മതി കേട്ടോ. ലിമിറ്റ്സിന് അതിൻ്റെ ആവശ്യമുള്ളൂ. ഡെറിവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് 1-2 വട്ടമൊക്കെ എഴുതി പഠിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു. സാറേ ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ചെറിയ അങ്ങനെ പറയും. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഓൾറെഡി NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യനാണ്. ഞാൻ പറഞ്ഞില്ല, ടെക്സ്റ്റ് ബുക്കിനെ ഞാൻ കറക്റ്റ് ക്രാക്ക് ചെയ്തിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. 30 ക്വസ്റ്റ്യൻ കറക്റ്റാണ്. ഈ 30 ക്വസ്റ്റ്യൻ്റെ മുകളിൽ ഒരാൾക്കും ചോദിക്കാൻ സാധ്യല്ല, നടക്കൂല. അതാണ് ഇതിൻ്റെ ഗ്യാരണ്ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സാറേ ഞങ്ങളെ സ്കൂളിലെ ടീച്ചർ ചെയ്ത് തന്നിട്ടില്ല, യൂട്യൂബ് വീഡിയോയിൽ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഓൾറെഡി NCERT ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എന്താ അതിനെ വിളിക്കുക? ഇത് നിങ്ങൾ ഓൾറെഡി എന്താ പറയുക ഫംഗ്ഷനുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാ? ഫംഗ്ഷൻ എന്ന് പറയുന്ന ഓൾറെഡി അല്ലേ, റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷനിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇത് ഞാൻ ലാസ്റ്റ് ചെയ്യാം. അത് അവിടെ കിടന്നോട്ടെ കേട്ടോ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അവിടെ കിടക്കട്ടെ കേട്ടോ. ടെൻഷൻ ആവട്ടെ. ചില ആളുകൾ കാണുമ്പോൾ തന്നെ ടെൻഷനാണ്. ലാസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. അതൊക്കെ ഒരു ചെറിയ ചാൻസേ ഉള്ളൂ. അത് ഏറ്റവും അവസാനം നമ്മൾ കൂട്ടിയിട്ട് പൊട്ടിക്കാം. ഏറ്റവും അവസാനം അങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. NCERT പ്യൂർലി NCERT ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. സിലബസിനകത്തുള്ള മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. ഔട്ട് ഓഫ് സിലബസോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസ്, അതുപോലെ വർക്ക് ചെയ്ത പ്രോബ്ലം എക്സസൈസ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ള കറക്റ്റ് ഒരു 30 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്ത
അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 x² + 5x + 6 ഡിവൈഡ് ബൈ x² + 3x + 2. മക്കളെ ഈ 9ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ പഴയ പോലെ എക്സിന് -2 കൊടുക്കണം. കൊടുക്ക്, എല്ലാവരും ഒന്ന് കൊടുത്ത് എന്താ സംഭവിക്കണമെന്ന് കാണാലോ. സോ -2 ഹോൾ സ്ക്വയർ പ്ലസ് 5 × -2 പ്ലസ് 6 ഡിവൈഡഡ് ബൈ -2 ഹോൾ സ്ക്വയർ പ്ലസ് 3 × -2 പ്ലസ് 2 ഇങ്ങനെ കിട്ടി. പറ -2 ഹോൾ സ്ക്വയർ എത്രയാ? 4 ആണ് അല്ലേ. പ്ലസ് 5 × -2 -10 പ്ലസ് 6 ഓൾ ഡിവൈഡ് -2 ഹോൾ സ്ക്വയർ 4. എന്താ റീസൺ അല്ലേ? -2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 കിട്ടുന്ന മനസ്സിലായോ? -2 × -2 സോ മൈനസ് പ്ലസ് 4 കിട്ടും അല്ലേ. സോ പറ പ്ലസും മൈനസും അഡ്ജസ്റ്റൻ്റ് ആയി വന്നാൽ ചില ആളുകൾക്ക് ഭയങ്കര പേടിയാണ്. പ്ലസും മൈനസും അഡ്ജസ്റ്റൻ്റ് ആയി വന്നാൽ എന്താ മക്കളെ വരിക? മൈനസ് ആണ് അല്ലേ. അതേപോലെ ഇവിടെ ഈ കേസിൽ എന്ത് വരും? 3 × -2 3 ഇവിടെ ഓൾറെഡി പ്ലസ് ആണ്. 3 × -2 എന്താടാ? -6 പ്ലസ് 2. ഇവിടെയും അഡ്ജസ്റ്റൻറ്റ് സൈഡിൽ എന്ത് വരുന്നുണ്ട് മക്കളെ? മൈനസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ആർക്കെങ്കിലും വലിയ ടെൻഷനോ കൺഫ്യൂഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നേരെ കാൽക്കുലേറ്ററിൽ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടും. വലിയ ടെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് സാറ് പറയുന്നത് കേട്ടോ. ഇത് നേരെ പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 0/0 കിട്ടും. അതല്ല നീ കൃത്യമായിട്ട് 4 - 10 എന്ന് പറഞ്ഞാൽ -6 ആണ്. -6 + 6 4 - 4 എത്രടാ? -2 -2 പ്ലസ് 0/0. സാറേ പെട്ടു. ഇതുവരെ സമാധാനമായിട്ടല്ലേ 8 ക്വസ്റ്റ്യൻ വരെ നമ്മൾ സമാധാനമായിട്ട് പോയി. 9ാമത്തെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ നമ്മളെ സമാധാനം കണ്ടു പോയി. എന്താ കാരണം? 0/0 ഫോം വന്നു. ഇനിയാണ് നമ്മൾ ചിന്തിക്കണം 0/0. ഇതിന്റെ ആൻസർ 0/0 എന്നല്ല. ഇതുപോലെ എക്സാമിന് ചെയ്തു വെക്കണം നിർബന്ധമില്ല. ഇത് ഈ സ്റ്റെപ്പിൽ എഴുതണം എന്ന് നിങ്ങളുടെ ചോയ്സ് ആണ്. നല്ലപോലെ എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം, അതല്ല നിർബന്ധമില്ല. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതി വെച്ചിട്ട് ഇത് 0/0 ഫോം ആണ്, അതുകൊണ്ട് ഇനി എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതുവരെ എങ്ങനെ എഴുതി വെച്ചത് കൊണ്ട് തെറ്റില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി നേരെ പോ എന്ന രീതിയിൽ എക്സിന് വാല്യൂ കൊടുത്തപ്പോൾ 0/0 ഫോം ആയി. അങ്ങനെ 0/0 ഫോം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത വെപ്പൺ എടുക്കണം. ഇത് നമ്മൾ ചെയ്യുന്നത് റാഷണൽ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. നിങ്ങൾ ഈ പേര് പഠിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നത് റാഷണൽ മെത്തേഡ് എന്ന് എങ്ങനെയാണ് സാറേ അറിയുക? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുകൾ കണ്ടാൽ കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് റാഷണലൈസ്ഡ് മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ ആ മെത്തേഡിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പഠിക്കണമെന്നില്ല. സിമ്പിൾ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു സെക്കൻഡ് ഡിഗ്രിയാണ്, താഴെ സെക്കൻഡ് ഡിഗ്രിയാണ്. ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ പോളിനോമിയൽ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമാണ്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആക്കാൻ വേണ്ടിയിട്ട് 10ാം ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടില്ലേ? അതേ നിലപാടാണ് ഇവിടെ ആവർത്തിക്കേണ്ടത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് സെക്കൻഡ് ഡിഗ്രീനെ ഫസ്റ്റ് ഡിഗ്രി ആക്കുക. ഇവിടെ നോക്കിക്കോ, വളരെ സിമ്പിളാണ്. ഇതൊന്നും ഒരു ടഫുള്ള കാര്യമല്ല. x² + 5x + 6 എന്ന് പറയുന്നതാണ് നമ്മളെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇതിനെ എങ്ങനെയാണ് ഫസ്റ്റ് ഡിഗ്രികളുടെ 1ാം കൃതി, മലയാളം മീഡിയം ഒക്കെ ഉണ്ടെങ്കിൽ 1ാം കൃതി പോളിനോമിയലൊക്കെ ആക്കിയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ശ്രദ്ധിച്ചോ, ഇതിനൊരു ടെക്നിക്ക് ഉണ്ട്. ഇത് നമുക്ക് +2 ആവശ്യമാണ്, +1 +2 ആവശ്യമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, നമുക്ക് 1ാമത്തെ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പോലും ആവശ്യമുള്ളതാണ്. ശ്രദ്ധിച്ചോ, 2 നമ്പറുകൾ ഗുണിച്ചാൽ 6. ഇതൊരു ട്രിക്കാണ്, ആദ്യമേ പറയാം. ഇതൊരു ട്രിക്ക് മാത്രമാണ്. ഇതിന്റെ അപ്പുറത്തോട്ട് ഇതൊരു മാത്സിന്റെ വലിയ ആന ലോജിക്കായിട്ടൊന്നും കാണണ്ട. ആക്ച്വലി ഇതൊരു സിമ്പിൾ ട്രിക്കാണ്. ആ ട്രിക്ക് നിങ്ങൾ ലേൺ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. 2 നമ്പർ ഗുണിച്ചാൽ 6 ആണ്. ഏതൊക്കെയാണ് പറഞ്ഞു? 2 × 3 സാറേ 6 ആണ്. എനിക്ക് കിട്ടി 2 × 3 6 ആണ്. ഇനിയും 6 വരാനുള്ള സാധ്യതകൾ ഉണ്ടോ നിങ്ങൾ പറ, ആലോചിക്കേ. ഉണ്ട് സാറേ. എന്താണ്? 1 × 6 സാറേ 6 ആണ്. ശരിയാണ്, 1 × 6. ഇനിയും സാധ്യതകൾ ഉണ്ടോ? ഉണ്ട് സാറേ. എന്താണ്? -2 × -3 എന്താണ് സാറേ? 6 ആണ്. ഇനിയും സാധ്യത ഉണ്ടോ സാറേ? ഉണ്ട് സാറേ. എന്താണ്? സാറേ -1 × -6 6 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടലി എത്ര സാധ്യതകൾ വന്നു? 4 സാധ്യതകൾ വന്നു. 2 നമ്പർ ഗുണിച്ചാൽ 6. ഇവിടുത്തെ സൈൻ കൊടുക്കിനെ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഓൾറെഡി ഇതേ പാറ്റേൺ തന്നെ ക്വസ്റ്റ്യൻ വരുള്ളൂ വരികയാണെങ്കിൽ, റാഷണൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ. സോ ഇത് +6 ആണ്. അപ്പോൾ 2 നമ്പർ ഗുണിച്ചാൽ 6. ഇനി ഇതിലെ ഏത് കൂട്ടുമ്പോഴാണ് എക്സിന്റെ കൂടെയുള്ള കോഫിഷ്യന്റ് ആയ +5 കിട്ടുക? എക്സിന്റെ കൂടെയുള്ള നമ്പർ +5 ആയിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. +5 കിട്ടുക. നിങ്ങൾ പറ. വളരെ ക്ലിയർ ആണ് സാറേ. കാരണം -1 + -6 എന്ന് പറഞ്ഞാൽ സാറേ -7. കാരണം പ്ലസും മൈനസും വന്നാൽ മൈനസ് ആണ് അല്ലേ സാറേ. 2 + 3 എത്രയാണ്? 5. കറക്റ്റ് കിട്ടി. അപ്പോൾ ഇനി കൂടുതൽ റിസ്ക് എടുക്കണ്ട. ഇപ്പോൾ 1 + 6 കൂട്ടിയാൽ എത്ര കിട്ടുക? 7 കിട്ടുക. അതുപോലെ -2 -3 കൂട്ടിയാൽ എത്ര കിട്ടുക? -5 കിട്ടുക. അപ്പോൾ നമുക്ക് വേണ്ടത് 5 ആണ്. അപ്പോൾ നമുക്ക് ആശയം കിട്ടി. 2 നമ്പർ ഗുണിച്ചാൽ ഈ നമ്പർ കൂട്ടിയാൽ എക്സിന്റെ കോഫിഷ്യന്റ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ പെടക്കുന്നു. അപ്പോൾ എങ്ങനെ പെടക്കും അല്ലേ? ലിമിറ്റ് അതുപോലെ തന്നെ എഴുതാം. ലിമിറ്റ് x → അതുപോലെ എഴുതാം. ഓക്കെ, മേലത്തെ സെക്കൻഡ് ഡിഗ്രീനെ. കാരണം ഇപ്പം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ സമയത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 0/0 ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണ്ട. ഇപ്പം നമ്മൾ എന്ത് ചെയ്യാം? ഇവിടുത്തെ പ്രശ്നങ്ങൾ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അതിന് ലിമിറ്റ് എന്തായാലും അപ്ലൈ ചെയ്യണം. ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്ട് പ്രോബ്ലം കിട്ടൂല. പക്ഷെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നമ്മളൊന്ന് ക്ഷമ കാണിക്കാം.
എടുത്താൽ പിടിച്ചപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത 0/0 ഫോം ആണ് നമ്മൾ കണ്ടെത്തിയതാ. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യല്ലേ, ലിമിറ്റ് അവിടെ നിൽക്കട്ടെ. ഇതിനൊരു പ്രശ്നം സോൾവ് ചെയ്തതിന് ശേഷം ഈ റാഷണൽ ഫംഗ്ഷന്റെ പ്രശ്നം സോൾവ് ചെയ്തതിന് ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ ചെയ്യേണ്ടത് പറ. അപ്പൊ സാറേ രണ്ട് നമ്പർ ഏതൊക്കെയാണ് സാറേ? ഒന്ന് 2 ഉം 3 ആണ് സാറേ അല്ലെ. കൂട്ടുമ്പോഴും അതിനല്ലേ വരുന്ന 5 വരുന്നത്. അപ്പൊ 2, 3 എങ്ങനെ എഴുതേണ്ടത് ശ്രദ്ധിച്ചട്ടാ. എക്സ് എന്ന് എഴുതുക, 2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 2 x+2 എന്ന് എഴുതാം. സാറേ 3 അങ്ങനെ പോസിറ്റീവ് അല്ലേ, അപ്പൊ എന്താ എഴുതണ്ടേ? x+3 എന്ന് എഴുതാം. ഓൾ ഡിവൈഡ് ബൈ. സാറേ ഇതും സെക്കൻഡ് ഡിഗ്രി അല്ലേ, ഇവനെ എടുത്തുകൊണ്ട് നമുക്ക് ഇതേ മെത്തേഡ് അപ്ലൈ ചെയ്തൂടെ? അപ്ലൈ ചെയ്യാം. നിങ്ങൾ പറ x² + 3x+2. പറ മക്കളെ, 2 നമ്പർ ഗുണിച്ച് കഴിഞ്ഞാൽ പറ 2 കിട്ടുന്നേ. ഇവിടുത്തെ കോൺസ്റ്റന്റ് നമ്പർ 2 ആണല്ലോ. 2 നമ്പർ ഗുണിച്ചാൽ 2 കിട്ടുന്ന പറ. സാറേ ഇതൊക്കെ എനിക്കറിയാം. 1 × 2 2 അല്ലേ സാറേ. സാർ അധികം ഡീറ്റെയിലോട്ട് പോകണ്ട. 1 × 2 2 ആണ് അല്ലെ. അത് കഴിഞ്ഞാൽ ഇത് കൂട്ടി കഴിഞ്ഞാലോ 1 + 2 എത്ര കിട്ടുന്നത്? 3 കിട്ടുന്നുണ്ട് അല്ലെ. +3 കിട്ടുന്നുണ്ട്. 2 നമ്പർ ഗുണിച്ചാൽ 2 കിട്ടുന്നത്. അപ്പൊ വളരെ ക്ലിയർ ആണ് സാറേ, ഞങ്ങൾക്ക് കാര്യം കത്തി. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? എക്സ് എന്ന് എഴുതുക, അതിനുശേഷം 1 അല്ലേ. 1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലടാ, അതുപോലെ 2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലടാ. അപ്പൊ x+1. മറ്റേത് എന്താക്കടാ? x+2 എന്നാക്കാം അല്ലെ. 1 ഉം 2 അല്ലേ, അപ്പൊ x+1 x+2 എന്ന് എഴുതാം. ആരെങ്കിലും ഒക്കെ ക്യാൻസൽ ആയിരിക്കും. ഇങ്ങനെ എഴുതുന്നതിന്റെ ലക്ഷ്യം തന്നെ എന്താ? മുകളിലും താഴെ ആരെങ്കിലും ഒരു വെട്ടുണ്ട് കാണാം. x+2 വെട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, വേറെ പ്രത്യേകിച്ചിട്ട് ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇനി ബാലൻസ് ഉള്ളതൊന്നും നമുക്ക് എഴുതി വെക്കാം. ഇനി കൂടുതലൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. ലിമിറ്റ് x → x+3 / x+1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിക്കോ. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ എഴുതിക്കോ. ഇനി ഞാൻ ഇപ്പൊ എത്ര ചെയ്യുന്നുള്ളൂ? എക്സിന് ഞാൻ എന്ത് കൊടുക്കാം? 2 കൊടുക്കാം. ഇങ്ങനെ റാഷണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മേളിൽ അടിയിൽ ഒരാൾ കട്ടാവും. അതിനുശേഷം എക്സിന് വീണ്ടും 2 കൊടുത്തോ. ഇനി 0/0 ഫോം വരുന്നുണ്ടോ? ഇല്ല സാറേ. 2 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് 2 കൊടുത്താൽ എന്താ വരിക? 2 + 3 / 2 + 1. നമ്മൾ എവിടെ കൊടുത്തേ? എക്സിനാണ് വീണ്ടും കൊടുത്തത്. ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ സ്പേസിനകത്തോണ്ട് എഴുതാത്ത കേട്ടാ. അപ്പൊ 2 + 3 എത്ര മക്കളെ? 5/3 ഈസ് ദ ഫൈനൽ ആൻസർ. ലിമിറ്റ് അപ്ലൈ ചെയ്ത ലിമിറ്റ് എഴുതരുത്. അപ്പൊ വളരെ സിമ്പിളാണ് ഇതിന്റെ ലോജിക്ക്. 0/0 ഫോം ആണെങ്കിൽ നമ്മൾ ആ പ്രോബ്ലത്തെ അനലൈസ് ചെയ്യണം. ഫസ്റ്റ് അനലൈസ് ചെയ്ത് മുകളിലും താഴെയും സെക്കൻഡ് ഡിഗ്രി ഫോർമാറ്റ് ആയ കാരണം നമ്മൾ മനസ്സിലാക്കി ഇതൊരു റാഷണൽ മെത്തേഡിലൂടെ സോൾവ് ചെയ്യാം. മെത്തേഡിന്റെ പേരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നമ്മൾ പണ്ട് +1 10ാം ക്ലാസ്സിൽ പഠിച്ച പോലെ സെക്കൻഡ് ഡിഗ്രി സമവാക്യത്തെ ഫസ്റ്റ് ഡിഗ്രി സമവാക്യമാക്കി എഴുതി കേട്ടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ബാക്ക് അടിച്ചിട്ട് വീഡിയോ കാണാം. അതാണ് ചെയ്യേണ്ടത്. സ്ക്രീൻഷോട്ട്. ഓക്കെ സാറേ 10 അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എത്രയാണ്? 10ാമത്തെ ക്വസ്റ്റ്യൻ. സാറേ തിയറം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, തിയറം അവിടെ നിൽക്കട്ടെ. ഞാൻ നേരെ ഈ ക്വസ്റ്റ്യനിലോട്ട് പോയിന്ന് കൂട്ടാം. എക്സാമിന് ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഇത് എക്സാമിന് വന്നുകൊണ്ട് അസ്യൂം ചെയ്യും. അപ്പൊ തിയറം ഒന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. ഒരു തിയറും ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ നേരെ പോകും മക്കളാണ് അല്ലെ. നമ്മൾ എന്താ ചെയ്യാ പറ. ഞാൻ സാറേ എക്സിന് 0 ആണ് അല്ലെ. എക്സ് 0 ആകാൻ എക്സിന് സാറേ ഞാൻ 0 കൊടുക്കും. ഇത് മാത്രമാണ് എൻ്റെ തീരുമാനം അല്ലെ. പറ 5 × 0 എത്ര മക്കളെ? 5 × 0 0 ആണ് സാറേ. 0 sin 0 എത്രയാ? 0. സാറേ 0/0 ഫോം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞു ഒറ്റ മെത്തേഡേ ഉള്ളൂ. എപ്പോഴും നമ്മൾ ലിമിറ്റ് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. 0/0 ഫോം ആയി കഴിഞ്ഞാൽ നമ്മളെ ചിന്ത വരണം 0/0. ഇനി ഇത് എങ്ങനെ ചെയ്യും? അപ്പൊ നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കും റാഷണൽ മെത്തേഡ് ആണോ? അത് വളരെ സിമ്പിൾ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ മാത്രമല്ലേ റാഷണൽ മെത്തേഡിലോട്ട് പോവാ. ഇത് റാഷണൽ മെത്തേഡിൽ പോകാൻ പറ്റും? ഇല്ല. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ല, ഇതൊരു സൈനാ. സൈൻ എക്സ് സൈൻ എന്നൊക്കെ പറയുന്ന ആളാണ് അല്ലെ. സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. അപ്പൊ നമുക്കൊരു തിയറം കണ്ടെത്തണ്ടേ. അങ്ങനെയാണ് നമ്മൾ ഈ തിയറത്തിലോട്ട് വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ തിയറം അതങ്ങനെ കിടക്കട്ടെ. സാർ ഇവിടെ തന്നെ എഴുതരാം. ലിമിറ്റ് എക്സിറ്റ്. ഈ തിയറം നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഠിച്ചാൽ മതി. സൈൻ എഴുതാം. സൈൻ എഴുതിയിട്ട് എക്സ് ബൈ. ഇവിടെ ഒരു കാര്യം മക്കളെ നിങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ ഇതിന് കളർ മാറ്റാം. ഇത് കളർ മാറ്റാൻ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഓക്കെ, സൈൻ കഴിഞ്ഞിട്ട് എന്താണോ ഉള്ളത് ശ്രദ്ധിച്ചോട്ടാ. സൈൻ കഴിഞ്ഞിട്ട് എന്താ? SIN ഇട്ട സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞു. SIN. അത് കഴിഞ്ഞിട്ട് എന്താണുള്ളത്? അതേ ആള് താഴെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ മക്കളെ അതിന് നമുക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർട്ടി ആയിട്ട് 1 പറയാം. അത് എവിടെയും പറയാം. ഏത് പ്രോബ്ലത്തിലും ഏത് സ്ഥലത്തും എങ്ങനെ വരിക? ലിമിറ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. x → 0 എന്നാണ്. പകരം x → 1 എന്ന് അങ്ങനെ പറ്റുമോ? ഇല്ല. അത് ഓൾറെഡി സൈൻ ഫംഗ്ഷൻ വരുന്ന എല്ലാ ക്വസ്റ്റ്യനിലും, ടെക്സ്റ്റ് ബുക്കിന്റെ NCERT എല്ലാ ക്വസ്റ്റ്യനിലും x → എന്താണ്? 0 ആണ്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ വെറീഡ് ആവേണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് ഓൾറെഡി x → 0 തന്നെ ആയിരിക്കും. അത് അവിടെ ഒരു ചേഞ്ചിന് വേണ്ടി, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് x → 1 ആക്കട്ടെ പ്രാവശ്യം, അങ്ങനെ പറ്റില്ല. അത് ഓൾറെഡി x → 0 ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വെറീഡ് ആവണം. അത് പറഞ്ഞത് ഇതൊന്നും കാണാപാഠം പഠിച്ചു പോകണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ജനറലി ലിമിറ്റ് x → 0. സൈൻ കഴിഞ്ഞിട്ട് എന്താണോ ഫംഗ്ഷൻ വരുന്നത് അത് തന്നെ ഡിനോമിനേറ്ററിൽ റിപ്ലിക്കേറ്റ്, അതായത് ഇതിന്റെ അതേ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇവിടെ വരികയാണെങ്കിൽ മുകളിൽ SIN കഴിഞ്ഞിട്ടോ ഞാൻ കൃത്യമായിട്ട് കളർ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. SIN കഴിഞ്ഞിട്ട് എന്താണോ അതേ ആള് താഴത്ത് രൂപപ്പെട്ടാൽ നിങ്ങൾ എന്ത് പറഞ്ഞോ? ആൻസർ ഈസ് എന്ത് പറഞ്ഞോ? 1 പറഞ്ഞോ. ശരി സാറേ, പ്രോപ്പർട്ടി ക്ലിയർ ആണ്.
ഓക്കെ, ആ പ്രോപ്പർട്ടി എല്ലാവരും ഒന്ന് എഴുതിക്കുക, തിയറം. ശരി, അങ്ങനെയാണ് നമുക്ക് ഇനി പ്രോബ്ലത്തിലോട്ട് പോകാം. ഈ തിയറം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. സാറേ ഫസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ചെയ്യാവുന്ന പോലെ തന്നെ എക്സിന് 0 കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കിന് 0/0 ഫോം വന്ന് എനിക്ക് ഇതിന്റെ സൊല്യൂഷനിൽ എത്തിയിട്ടില്ല. ഇനി ഞാൻ സാറേ എങ്ങനെ സൊല്യൂഷനിൽ എത്തുക? ഇവിടെയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പോയാൽ നടക്കൂല. നേരെവാന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുക, നടക്കൂല. അതല്ല, നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നപ്പോൾ മനസ്സിലായി ഇത് നേരെവാ പോയാൽ ഇത് 0/0 ഫോം ആണ്, ഐഡന്റിഫൈ ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ പോലെ 0/0 എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക നാടകം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ ഉത്തരത്തിലോട്ട് പോയാൽ മതി കേട്ടോ. ഇത് നമ്മൾ തീരെ ബേസ് ഇല്ല, ഒരു ഐഡിയ ഇല്ല, വരുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് സാറേ. അപ്പോൾ ഇതിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് വേറെ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി ആൻസർ? ഇതൊരു പ്രീവിയസ് ഇയർ ആണ്. അതവിടെ വെക്കട്ടെ, സാറയിലോട്ട് വരാം. ഞാൻ സാറ് നേരത്തെ പറഞ്ഞു നിങ്ങളോട് ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റില്ല. SIN കഴിഞ്ഞിട്ട് എന്താണോ സാറേ ഉള്ളത്, ഞാൻ പറഞ്ഞു SIN, ദാറ്റ് ഇസ് എ പ്രോപ്പർട്ടി. SIN ഇത് നേരവാ വേണോ? എക്സിന് 0 കൊടുത്ത നേരവാ പോയാൽ 0 കിട്ടും. നോക്കേ അല്ലെ, sin 0 0/0 ഫോമാ. നേരവാ നടക്കൂല ഈ പ്രോബ്ലം അല്ലെ, അത് നടക്കൂല എന്ന് മനസ്സിലായി. അപ്പോൾ ഇനി ശ്രദ്ധിച്ചോ. അപ്പോൾ SIN കഴിഞ്ഞിട്ട് എന്താണോ ഉള്ളത് അത് ഡിനോമിനേറ്ററിൽ ഉണ്ടാ പറ. SIN കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? എന്തെന്നെ ആയിക്കോട്ടെ, ഒരു കരിങ്കല്ല് തന്നെ കൊടുന്ന് വെച്ചോട്ടെ. ഇനി പൈ ആവട്ടെ, π-x ആവട്ടെ, W ആവട്ടെ, വാട്ട് എവർ എന്തെന്നെ വന്നാലും അത് ഡിനോമിനേറ്ററിൽ ഉണ്ടോ? 5x ഉണ്ടോ ഡിനോമിനേറ്ററിൽ? 5x ഉണ്ടോ? ഒന്നും നോക്കണ്ട, അതിന്റെ സൊല്യൂഷൻ ഈസ് 1. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ, 1 മാർക്ക്. എങ്ങനെ ഐഡന്റിഫൈ ചെയ്തേ? SIN കഴിഞ്ഞിട്ട് എന്താണോ ഉള്ളത് അത് തന്നെ ഡിനോമിനേറ്ററിൽ ഉണ്ട്. സോ സ്ട്രൈറ്റ് ആൻസർ 1. തിയറം സ്ട്രൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തു, ആൻസർ ഈസ് 1. എന്നാൽ ഇനി ഇതിന്റെ മുന്നൊരു സാർ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ പ്രശ്നം എന്താ? ഇവിടെ ഈ 0/0 ഫോം തന്നെ ആവുന്ന ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കണം, ഈ പ്രോബ്ലം എങ്ങനെ ഹാൻഡിൽ ചെയ്യണ്ടേ? സാറേ നമുക്ക് ആ തിയറം എങ്ങനെയെങ്കിലും അപ്ലൈ ചെയ്യണം അല്ലേ? നമ്മളെ കയ്യിലൊരു തിയറം ഉണ്ടായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ മോശമല്ലേ? മാത്സിന്റെ റൂളാണ്, മാത്സിന്റെ റൂൾ അപ്ലൈ ചെയ്യുന്നു. ഇത് നമ്മളെ ക്വസ്റ്റ്യൻ, നോർമൽ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മളെ ആവശ്യം? മുകളിൽ 5x ഉണ്ട്. ഇവിടെ സാറേ ഒരു 5x ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ, നമ്മളുടെ ഒരു ആഗ്രഹം, മനുഷ്യന്റെ ആഗ്രഹമാണ് എന്ത് സാറേ, ഇവിടെ നമുക്ക് ഒരു 5 ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ആൻസർ വാട്ട് ഈസ് ആൻസർ? ആൻസർ ഈസ് 1. പക്ഷെ അവിടെ 5 ഇല്ല, നിർഭാഗ്യവശാ 5 ഇല്ല ക്വസ്റ്റ്യനിൽ. നമ്മൾ കൊടുക്കുന്നു, ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ കൊടുക്കേണ്ടോ? അത് നമ്മൾ എന്ത് കാര്യം അങ്ങനെ, അവരെ ആളെ കയ്യിൽ ഒന്നുമില്ല, നമ്മൾ എന്തെങ്കിലും അയാളെ ഹെൽപ്പ് ചെയ്യണ്ടേ? അപ്പൊ ഇവിടെ 5 ഡിനോമിനേറ്റർ പാവത്തിനില്ല, ഞാൻ കൊടുത്തു, നമ്മൾ കൊടുത്തു. പക്ഷെ മാത്സിന് ഒരു റൂൾ ഉണ്ട്, ഡിനോമിനേറ്ററിൽ മാത്രം 5 കൊടുക്കാൻ പറ്റുമോ മക്കളെ? ഇല്ല, മാത്സിന്റെ ഒരു കണ്ടീഷൻ റൂളാ. എവിടെയെങ്കിലും എന്തെങ്കിലും കൊടുക്കും. ഇപ്പൊ ഡിനോമിനേറ്ററിൽ 5 എന്ന് കൊടുത്താൽ അപ്പൊ അവിടെ കൊടുക്കണം 5. ന്യൂമറേറ്ററിൽ കൊടുത്താൽ മതി. മാത്സിന് ഒരു കുഴപ്പമില്ല. എന്താ ഞാൻ ന്യൂമറേറ്ററിൽ അതിന് പകരമായിട്ട് ഞാൻ ന്യൂമറേറ്ററിൽ 5 കൊടുത്തു. ഇത് മാത്സിന് എന്തില്ല, പ്രശ്നമില്ല. ന്യൂമറേറ്ററിൽ ഒരു 5, ഡിനോമിനേറ്ററിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ഇവനെ കൂട്ടിയിട്ട് കത്തിച്ചാൽ ഇവൻ എന്താ വായിക്കാം? ഇപ്പൊ ഇവനെ കൂട്ടിയിട്ട് കത്തിച്ചാൽ എന്താവും? നമ്മൾ സാറാ മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിലേക്ക് എത്തിയില്ലേ? ഇതിന്റെ ആൻസർ എന്താ? 1 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ആൻസർ ഓൾറെഡി 1 ആണ്. സാറേ അവിടെ ഒരു സാധു 5 നിൽക്കുന്നുണ്ട്, അവനെ പരിഗണിക്കണം. 1 × 5 വാട്ട് ഈസ് ദ ആൻസർ? 5. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. അവിടെ 5x കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇവിടെ ആരെ കുറവുണ്ട്? 5ന്റെ കുറവുണ്ട്, ഇട്ട് കൊടുക്കുക. അവിടെ 5, ഇതിന് വാല്യൂ 1, 1 × 5 5. വളരെ സ്പീഡായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. ചില ആളുകൾ ലിമിറ്റ്സ് ഒന്നും ഐഡിയ തീരെ ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, ചിലപ്പോൾ സ്കൂളിൽ നിന്ന് മനസ്സിലാവാത്ത ആളുകൾ, പല കാറ്റഗറി കുട്ടികളുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 30 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് അല്ലാണ്ട് ഒരൊറ്റ ക്വസ്റ്റ്യനും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. 30 ക്വസ്റ്റ്യൻ എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. വലിയ ലെങ്തി വീഡിയോ ഒക്കെ ആയിരിക്കും. നിങ്ങൾ ഫുള്ള് പടപൊരുതി കണ്ടോ. ഞാൻ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളോടൊരു ഗ്യാരണ്ടി പറയാം, നിങ്ങൾ ഒരു ചാനലിൻ്റെ ഒരു വീഡിയോ കാണുമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ മറ്റുള്ളതിന് പ്രൊമോട്ട് ചെയ്യുക ഡിസ്പ്രൊമോട്ട് ചെയ്യുക ചെയ്യല്ലത്. ഈ 30 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, പിന്നെ നിങ്ങൾ ഒരു വീഡിയോയും കാണാൻ പോകണ്ട, അതുപോലെ തന്നെ ഒരു സ്കൂളിലെ നോട്ടും പഠിക്കാൻ പോകണ്ട, ഒന്നും പഠിക്കണ്ട. ഇത് വെച്ച് നേരെ എക്സാം ഹോൾക്ക് കയറിക്കും. അത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്, 100%, 110% ഗ്യാരണ്ടി ഞാൻ തരുന്നത് കേട്ടോ. ഈ 30 ക്വസ്റ്റ്യൻ കാണണം, ദാറ്റ്സ് എ മൈ ഗ്യാരണ്ടി. 30 ക്വസ്റ്റ്യൻ കാണണം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് പോരാ നിങ്ങൾ. So evaluate limit x tends to 0 sin 4x divided by sin 2x. That is the question. ഇവിടെയും നമ്മൾ നേരെ പോ. എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, നേരെ പോ അല്ലേ. 4 × 0 sin × ലിമിറ്റ് അപ്ലൈ നേരെ വാ അല്ലേ. 4 × 0 എത്രയാണ് സാറേ? 0. sin 0 0 അല്ലേ സാറേ? 0/0 ഫോം. നേരെ പോലെ നടക്കൂല സാറേ, ബ്ലോക്ക്ഡ് ആണ്. സോ 0/0 ഫോം. അതൊക്കെ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. പിന്നീട് കുറെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, 2 ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും. അത് 0/0 ഫോം ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. ഇനി ഇത് എങ്ങനെ ചെയ്യും?
നമ്മൾ പഠിച്ച തിയറം നമ്പർ 1 വരുന്ന അണ്ടറിൽ വരുന്ന പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എത്തിയുള്ളൂ, നന്നായി ശ്രദ്ധിച്ചിട്ടാ. ഫസ്റ്റ് സ്റ്റെപ്പ് എത്തിയുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്ത് തുടങ്ങാം. അപ്പം ഫിനിഷ് ചെയ്യുമ്പോൾ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും. ലിമിറ്റ് എക്സ് ടെൻസ് 0 എന്ന് എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവരും എഴുതുക. ഞാൻ പറഞ്ഞത് നിങ്ങൾ കാണാതെ പഠിക്കണ്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു അക്ഷരം കാണാതെ പഠിക്കേണ്ടതില്ല കേട്ടാ. മുകളിൽ എന്താണോ ഉള്ളത് മക്കളെ അത് അങ്ങോട്ട് എഴുതി വെക്കുക. എന്താണ് ചെയ്യേണ്ടത്? sin 4x എന്ന് അതുപോലെ എഴുതി വെക്കുക. ഞാൻ ചോദിക്കട്ടെ, എടാ ഇത് 1 ആക്കാൻ എന്തിട്ട് കൊടുക്കണം? നിങ്ങൾ പറ സാറേ. ഇത് 1 ആക്കാൻ താഴെ ഒരു 4x വേണം. അപ്പൊ ഇപ്പൊ ഇതിനെ 1 എന്ന് വിളിക്കാം അല്ലേ? സോ താഴെ സാർ 4x ഇട്ടാൽ അതിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടി ന്യൂമറേറ്ററിൽ എന്തിട്ട് കൊടുത്താൽ മതി? ഒരു 4x കൊടുത്താൽ മതി. ഒരു കുഴപ്പമില്ല സാറേ, ഒരു കുഴപ്പമില്ല. അടുത്ത സ്റ്റെപ്പ് ഓൾ ഡിവൈഡ് ബൈ. കഴിഞ്ഞിട്ടില്ലല്ലോ, ഓൾ ഡിവൈഡ് ബൈ. പിന്നെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ ലിമിറ്റ് എക്സിഡൻസ് 0 എന്ന് പറഞ്ഞാൽ sin 4x മാത്രം കുത്തകല്ലല്ലോ. നിങ്ങൾ പറ, ലിമിറ്റ് എക്സിഡൻസ് 0 എന്ന് പറഞ്ഞാൽ sin 4x മാത്രം ഉള്ളതാ? അല്ല, ആർക്കും ബാധകമാണ്, sin 2x ബാധകമാണ്. അപ്പൊ ലിമിറ്റ് എക്സിഡൻസ് 0 എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയുള്ള 2 കുട്ടികൾക്കും കോമൺ ആയിട്ടുള്ള ലിമിറ്റ് എക്സിഡൻസ് 0, ഇയാൾക്ക് മാത്രമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ലിമിറ്റ് എക്സിഡൻസ് 0 sin 4x അല്ലേ? ഈ 4x പറഞ്ഞ അടിയിൽ 4x ഇട്ട് കൊടുത്ത്, കാരണം 1 ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അടിയിൽ 4x ഇട്ട് അപ്പൊ തന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു 4x കൊടുത്തു. ഇനി ലിമിറ്റ് എക്സിഡൻസ് 0 ഡിനോമിനേറ്ററിലുള്ള ആൾക്കും ബാധകമാണ് ആണ്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് 0 ഡിനോമിനേറ്ററിൽ ആരാ മക്കളുള്ളത്? sin 2x ആണ്. ഇത് 1 ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? മാക്സിന്റെ റൂൾ പ്രകാരം അടിയിൽ സാറേ ഒരു 2x ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ, മുകളിൽ അല്ലെ, ഇപ്പൊ ഇത് 1 ആവും. അപ്പൊ ഞാൻ ഇതിനെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യാം? മാക്സിന്റെ റൂൾ തെറ്റിക്കാതിരിക്കാൻ അടിയിൽ ഒരു സാധനം കൊടുത്താൽ മേളിൽ ഒരു സാധനം കൊടുത്തു. പരിപാടി കഴിഞ്ഞു. നോക്കേ, ഇപ്പൊ ഇതിനെ നമുക്ക് എത്രയെന്ന് വിളിക്കാം? ഇതിന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ ഇതിന് എത്രയെന്ന് വിളിക്കാം മക്കളെ? 1 എന്ന് വിളിക്കാം അല്ലേ? സൈൻ കഴിഞ്ഞിട്ട് എന്താണോ ഉള്ളത് അത് തന്നെ താഴെ ഇല്ലടാ. സൈൻ കഴിഞ്ഞിട്ട് 4x ആണെങ്കിൽ താഴെ 4x ഇല്ലേ? ഇതിനെ 1 എന്ന് വിളിച്ചൂടെ? പിന്നെ എക്സാമിന് ഓർമ്മ വരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഓർമ്മ വരികയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാ. ഓർമ്മ കിട്ടിയില്ലെങ്കിൽ കൊടുക്കണ്ട. അപ്പൊ സാറേ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ഇവിടെ 4 അല്ല, ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ 2x. കാരണം നമ്മളെ പ്രോപ്പർട്ടി പ്രകാരം ശ്രദ്ധിക്കുക. കാരണം അത് ഓർമ്മ വന്നാലാണ് സാറ് പറഞ്ഞത്. നിങ്ങൾക്ക് അത് ഓർമ്മ വന്നില്ലെങ്കിൽ ചെയ്യൊന്നും വേണ്ട. നിങ്ങൾ നോക്കിയേ, പ്രോപ്പർട്ടി പ്രകാരം ഇവിടെ x അല്ലേടാ, അപ്പൊ ഇവിടെയും x ആണ്. ഇവിടെ 4x ആണെങ്കിൽ ഇവിടെ എന്താണ്? 4x ടെൻസ് 0 എന്ന് ആക്കണം. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ചില ആളുകൾക്കൊന്നും കഴിഞ്ഞാൽ മതി, ബൈ ഹാർട്ട് ചെയ്യേണ്ടതെന്ന് സാറ് പറയും ചെയ്ത്. ഇത് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി ഓർമ്മ കിട്ടിയില്ല, അത് മാർക്ക് കളയൊന്നുമില്ല ടീച്ചർ. ഇവിടെ 4x ആണ്, ഇവിടെ ഓർമ്മ കിട്ടട്ടെ 4x. ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ x ന് പകരം 2x. അപ്പൊ ഇതും എത്രയായിരിക്കോടാ? 1. സോ ഫൈനൽ ആൻസർ ഇത് 1 ആണല്ലോ. സോ ഫൈനൽ ആൻസർ നോക്കിക്കോട്ടെ, കഴിഞ്ഞ പരിപാടി. ഇത്രയും ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം? 1 എന്ന് പറയാം. പിന്നെ അവിടെ എന്താണുള്ളത്? ഒരു 4x അനാഥനായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ആൻസർ 1 ആണ്. 1 ഇൻറ്റു എന്താ? 2x അല്ലേ? 1 ഇൻറ്റു 4x എന്ന് പറയുന്നത് എന്താടാ? 4x ബൈ 2-3 മാർക്കിനൊക്കെ ചോദിക്കുന്നത്. x ക്യാൻസൽഡ് 4/2 അല്ലെ? 2 4 എത്ര ടൈംസ്? 2 ടൈംസ്. വാട്ട് ഈസ് ദ ആൻസർ? 2. എത്ര പെട്ടെന്ന് ആൻസർ കഴിഞ്ഞ്. സോ ഒന്നുകൂടെ വേണമെങ്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ആയിട്ട് ഒന്നും കൂടെ കാണാം കേട്ടോ. വളരെ സിമ്പിളാണ് സാർ, ഒരു വട്ടേ പറയുന്നുള്ളൂ. ഡൗട്ട് വന്നാൽ ഒന്നും കൂടെ ബാക്ക് ചെയ്യാം. ബാക്കിലോട്ട് വന്നിട്ട് കാണാം, എന്താണ് അതിന് പറയുന്നതെന്ന് അറിയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് 0 sin ax ഡിവൈഡ് ബൈ sin bx. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിനൊരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ട്രിക്കൊക്കെ ഉണ്ടടാ, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ. എല്ലാ ക്വസ്റ്റിനും കൂടെ കൂട്ടി കത്തിക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്, പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ കാണാപാഠം പഠിക്കൊന്നും വേണ്ട. ഇതിന് കഴിഞ്ഞാൽ അടുത്ത ലെവൽ സാധനങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന രീതി പഠിക്കുക. ഞാൻ അത് കഴിഞ്ഞാൽ അടുത്ത സാധനം ഞാൻ പറഞ്ഞുതരാം. അത് ഇതിന് കഴിയട്ടെ, ഈ ഒന്നാമത്തെ തിയറാണ്ട് കഴിയട്ടെ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അടുത്ത ലെവൽ ട്രിക്ക് കാണിച്ചു തരാം. ഓക്കെ, ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് 0 sin ax ഡിവൈഡ് ബൈ sin bx. ഓക്കെ, ഫസ്റ്റ് സാറ് നേരെ 1 പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 0/0. വേണ്ടവർക്ക് ചെക്ക് ചെയ്യാം. a × 0 0 sin 0 0 0/0 ഫോമാണ്. ഒബ്വിയസ്ലി 0/0 നേരെ നടക്കൂല സാർ. ഇതേ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഫസ്റ്റ് എന്താടാ? ഇതൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. എല്ലാവരും ഇതൊക്കെ മുകളിൽ sin ax എടുത്തൂട്. sin ax എല്ലാവരും എടുത്തൂട്. sin ax അല്ലേ? എന്തിൻ്റെ കുറവുണ്ട്? ax താഴെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി അല്ലേ? അപ്പോൾ മുകളിൽ എന്ത് ചെയ്യുക? ax കൊടുക്കുക. ഓക്കെ, അവിടെ ഇല്ല, ഞാൻ കൊടുത്തു. ഇല്ലാത്ത സാധനത്ത് നമ്മളോട് കൊടുത്തു. ലിമിറ്റ് എക്സ് ടെൻസ് 0 ഡിനോമിനേറ്ററിൽ എന്താ മക്കളെ പറ? sin bx അല്ലേ? ഇവിടെയും സാറ് ആരാ? ഇല്ല, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു. ആര്? bx അല്ലേ? അപ്പൊ തന്നെ ന്യൂമറേറ്ററിൽ എന്ത് കൊടുത്തു? അതിന് സോൾവ് ചെയ്യാൻ വേണ്ടി അവിടെ കൊടുത്തു. ഇനി ഞാൻ ശ്രദ്ധിച്ചോ, ഇവിടെ x ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? ഓർമ്മ ഉണ്ടെങ്കിൽ a എന്ന് കൊടുക്കുക. ഇവിടെ b ആയതുകൊണ്ട് ഇവിടെ ഓർമ്മ ഉണ്ടെങ്കിൽ b എന്ന് കൊടുക്കുക കേട്ടോ. ഇതിന്റെ ആൻസർ എത്രയാടാ? 1 ആണ് സാറേ അല്ലെ? ax/x 1 ആണ്. സോ 1 ഇൻറ്റു പിന്നെ ഉണ്ട് ax ഡിവൈഡ് ബൈ ഇതെന്താണ് സാറേ? ഇതിന്റെ ആൻസർ 1 ആണ് സാറേ. 1 ഇൻറ്റു bx. സോ ഫൈനൽ ആൻസർ എന്താണ്? ax/bx. x ക്യാൻസൽഡ്. സോ വാട്ട് ഈസ് ദ ആൻസർ? a/b. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. ഇതിലൊന്നും ഒരു ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. സോ a/b ഇസ് ദ ഫൈനൽ ആൻസർ. ഇതൊക്കെ 3 മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ. സാറേ ഇത് ഞങ്ങൾ സ്വന്തം ചെയ്തോളാം. ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ട്രിക്ക് കിട്ടിപ്പോയി അല്ലെ? ഒരു ഐഡിയ കിട്ടിപ്പോയി. ഇവിടെ എന്താ ചെയ്യുക? നിങ്ങൾ പറ. ലിമിറ്റ് എക്സ് ടെൻസ് 0 sin mx താഴെ എന്ത് കൊടുക്കും? mx. മുകളിലപ്പോൾ എന്ത് കൊടുക്കും? mx അല്ലെ? അതേപോലെ sin nx താഴെ എന്ത് കൊടുക്കും? nx. മുകളിൽ എന്ത് കൊടുക്കും? nx. സാറേ അപ്പോൾ 1 × mx ബൈ 1 × nx അല്ലെ? x ക്യാൻസൽ ആയി m/n. സാറേ ട്രിക്ക് കിട്ടിപ്പോയി അല്ലേ? ട്രിക്ക് കിട്ടിപ്പോയി. ഇനി ഈ എമ്മിനും എന്നിനും പകരം എന്ത് വന്നാലും ഞങ്ങൾ എഴുതൂലേ? എക്കും ബിക്കും പകരം നമ്പർ എന്ത് വന്നാലും എഴുതൂലേ?
എഴുതും. നിങ്ങൾ ചെയ്തോ. അതിൻ്റെ കീ, അതിൻ്റെ ഫൈനൽ കീ ആണ് ഞാൻ ഇവിടെ ഇട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊക്കെ പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻ ആണ്. tan x ഡിവൈഡ് ബൈ എക്സ്. ഫസ്റ്റ് സാറേ നേരെ വാ നേരെ പോ, ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, അങ്ങനെ തന്നെ നിങ്ങൾ പോയി എക്സിന് 0 കൊടുത്തോ. സാറേ tan 0 ഡിവൈഡ് ബൈ 0. സാറേ tan 0 എന്താ? tan 0യും 0 ആണേ. പക്ഷേ എൻ്റെ പൊന്നു, ട്രിഗ്നോമെട്രിയിൽ ഇങ്ങനെയുണ്ടല്ലേ, sin 0 0 ഞാൻ അംഗീകരിച്ചു. cos 0 എത്രയാണ്? 1 ആണ്. പക്ഷെ tan 0യും എന്താണ്? 0 ആണ്. ഇതും 0/0 ഫോം ആണ്. നേരെ വാ നേരെ പോ നടക്കൂല. നേരെ 0/0 ഫോമാണ്, നടക്കൂല. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ആക്ച്വലി ഇത് ഒന്നാമത്തെ തിയറത്തിൽ കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് അറിയുന്ന കാര്യമല്ലേ tan x എന്നൊക്കെ പറഞ്ഞാൽ. ആർക്കാ അറിയാത്ത tan x? sin x ബൈ cos x ആണെന്ന് ഏത് കുട്ടിക്ക് അറിയാത്ത? ഇനി ഒരു കുട്ടിക്ക് അറിയില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചോ, അത്രേ ഉള്ളൂ. സാറേ എനിക്ക് അറിയില്ല, പഠിച്ചോടാ. sin x ബൈ cos x എന്താ മക്കളെ? tan x. ഇത് തിരിച്ചിട്ടാലോ? അതിൽ വേറൊരു പരിപാടി ഉണ്ട്. ഇതിനെ cos x നെ sin x ആയിട്ട് തല തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ വരിക? കോട്ടക്സ് എന്ന് പറയും. tan x ന്റെ വിക്രമാണ്, റെസിപ്രോക്കൽ ആണ് കോട്ടക്സ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് ട്രിഗണോമെട്രിയിൽ സെറ്റ് ആക്കാം. അപ്പോൾ നമ്മൾ sin x ബൈ cos x എന്തെന്ന് മാത്രം പഠിക്കുക, tan x എന്ന് മാത്രം പഠിക്കുക കേട്ടോ. അപ്പോൾ അത് മാത്രം നമ്മൾ പഠിച്ചാൽ sin x ബൈ cos x എന്താണ്? tan x ആണ്. സോ പഠിച്ചോ, ലിമിറ്റ് x ടെൻസ് ടു 0. tan x ന് കൊടുത്തോ sin x ബൈ cos x ഓൾ ഡിവൈഡ് ബൈ എന്താടാ? എക്സ്. സാറേ ആ ഓൾ ഡിവൈഡ് ബൈക്ക് ഒരു ലെങ്ത് കൂടുതലാണോ? അതിനൊരു ലെങ്ത് കൂടുതൽ ഇട്ട് കൊടുക്കണം. അത് എന്തിനാണ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു സിമ്പിൾ ഐഡിയ കിട്ടാനാണ്. നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഡിവിഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല തിരിഞ്ഞ് കൊള്ളാം. അപ്പോൾ എപ്പോഴും രണ്ടാമത്തെ മെയിൻ ഡിവിഷനെ കുറച്ചൊരു വാല് നീട്ടിയിട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഇതിന് അല്പം ചെറുത് മതി. അതൊക്കെ നമ്മൾ മാത്സിൻ്റെ ഒക്കെ ട്രിക്കുകളാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ കിട്ടി. സാറേ ഇനിയും എക്സിന് 0 കൊടുത്താൽ ഒബ്വിയസ്ലി വീണ്ടും 0. നമ്മൾ tan x നെ പിടിച്ച് sin x ബൈ cos x ആക്കിയിട്ട് മാക്സിനെ എക്സിന് 0 കൊടുത്താൽ വീണ്ടും sin 0 0 cos 0 1 0/0 ഫോം ആവും അല്ലേ? 0/1 0 ആണ്, 0/0 ഫോം ആവും. ഇവിടുന്ന് ഒന്നും ചെയ്യാനൊന്നും പറ്റൂല. ഇനി ഇവിടുന്ന് നമുക്ക് വേണ്ട പ്രോപ്പർട്ടിക്ക് വേണ്ട സെറ്റപ്പുകൾ കിട്ടുന്നുണ്ടോ നോക്കാം. സോ വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി? നമ്മളെ തിയറം എന്താണ് മക്കളൊന്ന് പറഞ്ഞേ? x ടെൻസ് 0 sin x ബൈ x ഇതിൻ്റെ ഉള്ളിലുണ്ടോ? 1 എഴുതാം. ഇതിനുള്ള സാധനങ്ങൾ ഇവിടുന്ന് പറക്കിയെടുത്തുട്ടോ. ലിമിറ്റ് x ടെൻസ് 0 ഞാൻ പിറക്കി സാറേ. sin x നെ ഞാൻ പിറക്കി നോക്കിട്ടാ. sin x സാറേ ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ ഉണ്ട് x ഉണ്ട്. ഇനി ആരാ ഉള്ളത് പറ? ഇത്രയും ആളുകളെ ഞാൻ പറക്കിയെടുത്തു. നോക്കേ ആരൊക്കെ ഞാൻ പറക്കി? sin x നെ ഇവിടുന്ന് പറക്കി, x നെയും പറക്കി. ഇനി ആര് മാത്രമാണ് ഉള്ളത് പറ? ഇനി ഉള്ളത് cos x. കുറേ പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ. cos x അല്ല ഉള്ളത്, 1/cos ആ ഉള്ളത്. അതെന്താ സാർ അങ്ങനെ പറഞ്ഞു? cos x അല്ലേ അവിടെ ഉള്ളൂ? അല്ല, cos x ഉള്ളത് എവിടെയാണ് മക്കളെ പറ? cos x ഉള്ളത് എവിടെയാണ്? ഇപ്പോഴും കുട്ടികൾക്ക് ഡൗട്ടാ. ഇതാണ് 1 അല്ലേ? ഇങ്ങോട്ടൊക്കെ 1/cos x അല്ലേ ഉള്ളത്? cos x ഉള്ളത് ഒരു ഫംഗ്ഷന്റെ ഡിനോമിനേറ്ററിലല്ലേ? അപ്പൊ cos x ഉണ്ടോന്നാണോ പറയാ? അല്ല, 1/cos x ആണുള്ളത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് എഴുതണം? 1/cos x ആണ് ബാലൻസ് ഉള്ളത്, അല്ലാണ്ട് cos x അല്ല. കാരണം ഡിനോമിനേറ്ററിലാണ് cos, അതുകൊണ്ട് 1/cos ആ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ലിമിറ്റ് x ടെൻസ് 0 ഇവന്റെ മാത്രം കുത്തകയല്ലല്ലോ, ഇതിലുള്ള എല്ലാ ഫംഗ്ഷന്റെയും കുത്തകയാണ്. അപ്പൊ ഇവിടെയും സെപ്പറേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റ് x ടെൻസ് 0 കൊടുക്കാൻ പറ്റും. സാറേ ഇങ്ങനെ എഴുതിയോണ്ടുള്ള ഗുണം എന്താ? ഇങ്ങനെ എഴുതിയ എന്താ പറ? വാട്ട് ഈസ് ദിസ്? നമുക്ക് ഓൾറെഡി അറിയാം, തിയറമാണ് സാറേ. ലിമിറ്റ് x ടെൻസ് 0 sin x ഡിവൈഡ് ബൈ x. സൈൻ കഴിഞ്ഞിട്ട് എന്താണോ അത് ഇവിടെ വന്നു, 1 ആണ് സാറേ, 1. ഇനി എക്സിന് 0 കൂടെ നമ്മൾ നോർമലി എന്ത് ചെയ്യുക? ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയില്ലാത്ത കാര്യമാണ്. നമ്മൾ എക്സ് കാണുന്നിടത്തൊക്കെ 0 കൊടുക്കുന്നു. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. സോ 1/cos 0. cos 0 സാറേ 1 ആണല്ലേ? അപ്പോൾ 1 × 1/1 1 അല്ലേ? 1 എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ 1 × 1 1. വളരെ സിമ്പിൾ പ്രോബ്ലം ആണ് കേട്ടോ. ഡൗട്ട് വരികയാണെങ്കിൽ ഒന്നും കൂടെ ആയിട്ട് ഒന്നുകൂടെ പ്രോബ്ലം കാണാം കേട്ടോ. നമ്മളെ സമയം കൂടുതൽ ചിലവഴിക്കേണ്ടതാണ് അങ്ങനെ പോകുന്നത്. 15 ക്വസ്റ്റ്യൻ ആയി സാറേ. 30 സാർ എത്ര ക്വസ്റ്റ്യനാണ് പറഞ്ഞത്? 30 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. 15 50% ആയി നമ്മൾ. തളരരുത് മോനെ, തളരരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ലിമിറ്റ് x ടെൻസ് ടു π sin π - x ഡിവൈഡ് ബൈ π × π-. സാറേ നേരെ വാ നേരെ പോ, ഞാൻ അതിൻ്റെ ആളാ അല്ലേ? നേരെ വാ നേരെ പോ. സൈന് പൈ, എക്സിന് പൈ കൊടുത്തു സാറേ. എവിടൊക്കെ എക്സ് ഉണ്ടോ അവിടൊക്കെ ഞാൻ എക്സ് കൊടുത്തുട്ടാ. അപ്പോൾ π - π അല്ലേ? ചില ആൾക്ക് ഡൗട്ടാ, 2 - 2 എത്രയാടാ? 0. അപ്പോൾ π - π എന്ന് പറഞ്ഞാൽ എത്രയാടാ? അതും 0 സാറേ. അപ്പോൾ എന്ത് വരും? sin 0 സാറേ 0. ഇവിടെ π - എന്താ? π × 0 സാറേ, 0/0 ഫോം. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെക്ക് ചെയ്യണം, 0/0 ഫോം ആണ്. അപ്പോൾ 0/0 ഫോം ആ സാറേ. ഇത് നേരെ വാ നേരെ പോകുന്ന വഴിക്കുള്ള പ്രോബ്ലമേ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? x ടെൻസ് ടു π. ഇവിടെ നമ്മൾ നോക്കേ ലിമിറ്റ് ഞാൻ എടുത്തു, x ടെൻസ് ടു π എടുത്തു, sin π - x എടുത്തു. നോക്കട്ടാ, sin π നോക്കേ. സൈൻ കഴിഞ്ഞിട്ട് എന്താ ഉള്ളത് പറ? സൈൻ കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? എന്ത് പണ്ടാറാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കരിങ്കല്ലാണെങ്കിലും എന്ത് മണ്ണാങ്കട്ടയാണെങ്കിലും സൈൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണെങ്കിലും അത് ഡിനോമിനേറ്ററിൽ ഉണ്ടെങ്കിൽ എന്ത് വിളിക്കാം? 1 എന്ന് വിളിക്കാം. ഇതേ സാധനം കരിങ്കല്ലുണ്ട്, π - x ഡിനോമിനേറ്ററില്ലേ?
അപ്പോൾ ഞാൻ π-6 കണ്ടു വെച്ചു അല്ലേ. എന്തുണ്ടെങ്കിലും വിളിക്കാമല്ലോ. നമുക്ക് മാത്സിൻ്റെ റൂൾ എത്രയല്ലോ നമ്മൾ പറഞ്ഞല്ലോ. മേളിൽ എന്താണുള്ളത് അത് അവിടെ അടിയിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം. ഇപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം അല്ലേ. sin π-x ഡിവൈഡ് ബൈ π-6 ആയി അല്ലേ. ഇതിനിപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം. ഒബ്വിയസ്ലി 1 ആണ് നമ്മളെ. അപ്പോൾ നമ്മൾ അങ്ങനെ മാറ്റി. പക്ഷെ ഇനി ഇതിൽ ആരുണ്ട് സാറേ. പാവം പൈക്ക് കൂട്ടില്ല അല്ലേ. എവിടെ പൈ കിടക്കുന്നത് 1/π. അപ്പോൾ ഇൻറ്റു 1/π അങ്ങോട്ട് മാറ്റി വെക്കാം. ബാലൻസ് ആൾ 1/π അല്ലേ 1/π അല്ലേ. ഇവനക്ക് സാറേ ലിമിറ്റ് കൊടുക്കണ്ടേ. സാറ് നേരത്തെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ലിമിറ്റ് കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. കോൺസ്റ്റന്റിന് എന്ത് ലിമിറ്റാ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ f(x) അല്ലേ. ഇപ്പോൾ 5 ആണെന്ന് വിചാരിച്ചോ. വാട്ട് ഈസ് f(3)? അത് 5 ആണ് സാറേ. കാരണം ഇവിടെ എക്സ് ഇല്ല. എക്സ് ഇല്ലാത്തവർക്ക് എന്ത് നമ്പർ കൊടുത്താലും ആൻസർ എന്താണ് കോൺസ്റ്റന്റ്. വേണമെങ്കിൽ ഈ 1/π നിങ്ങൾക്ക് എക്സാമിന് വേണമെങ്കിൽ ഇത് പുറത്തേക്ക് വെച്ചാലും മതി. 1/π കോൺസ്റ്റന്റ് എടുത്ത് പുറത്തേക്ക് വെച്ചാലും മതി. സോ ദ ആൻസർ ഈസ് 1/π ഇൻറ്റു ഇതിന്റെ വാല്യൂ എത്രയാടാ. ഇതിന്റെ വാല്യൂ എത്രയാടാ മക്കളെ. ഇതിന്റെ വാല്യൂ 1 ഇൻറ്റു 1/π എത്രയാടാ 1/π. ഇതൊക്കെ പ്രീവിയസ് ഇയറിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നല്ല ശ്രദ്ധിച്ച് വേണം എക്സാമിന് ആൻസർ ചെയ്യാം കേട്ടോ. സ്ക്രീൻഷോട്ട് ചെയ്യണം. സ്ക്രീൻഷോട്ട്. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി വെറും 13 ക്വസ്റ്റ്യൻ നമ്മളെ ലക്ഷ്യത്തിലോട്ട്. നിങ്ങളെ കൊണ്ട് പറ്റും കേട്ടോ. തളർന്നു പോയ ഒരു രക്ഷയില്ല. ഞാൻ തളരുന്ന ആളുകളുടെ കൂടെ ഇല്ല. തളരാതെ മുന്നോട്ട് പോവാം. വാശിയോട് കൂടെ പോവാം. അത് നമ്മുടെ ജീവിതമാണ്. വാശി വേണം. മനസ്സിലായ. വാശിയോട് കൂടെ ഞാൻ പറഞ്ഞില്ല. നിങ്ങളൊന്നും ഞാൻ അവിടെ കാണാപാഠം പഠിപ്പിക്കുന്നില്ല. കാണാപാഠം പഠിക്കുമ്പോഴല്ലേ നമുക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ തലയിൽ ഇതൊക്കെ ഏറ്റി പോകുമ്പോൾ നമ്മൾ ഒന്നും കാണാതെ പഠിക്കണ്ടല്ലോ. സിമ്പിൾ ട്രിക്ക് ആൻഡ് ലോജിക്കൽ പഠിച്ചാൽ പോരെ. ലോജിക്ക് മനസ്സിലാക്കി പഠിക്കുക. ദാറ്റ്സ് ഓൺലി വേ. മാത്സ് പഠിക്കാനുള്ള ഓൺലി വേ എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള ഓൺലി വേ എന്ന് പറഞ്ഞാൽ ലോജിക്ക് അനുസരിച്ച് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ എത്ര ബിലോ ഏവറേജ് സ്റ്റുഡൻസ് ആവട്ടെ ഒരു സുപ്രഭാതത്തിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 60 ഹിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ. ലിമിറ്റ് x → 0 sin ax ഡിവൈഡ് ബൈ sin b. നേരെ പോ. നമ്മൾ എക്സാമിന് അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അതിലൊന്നും ആരും മാറ്റില്ലേ. b × 0 സാറേ 0/0 0/0 ഫോം ആണ് സാറേ. നേരെ പോ നടക്കൂല. ഇത് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ചെക്ക് ചെയ്യണം ഇതുപോലെ. അതിനുശേഷം മാത്രമേ നിങ്ങൾ അടുത്ത ഓപ്ഷനിലോട്ട് പോകണ്ടുള്ളൂ. സാർ നേരെ പോ നടക്കൂല. പക്ഷെ സാറേ ഇവിടെ sin x. അപ്പം ഞാൻ ഇനി ബുദ്ധി ഉപയോഗിക്കുകയാണ്. എൻ്റെ ഇൻ്റലിജൻറ്റ് ഉപയോഗിക്കുകയാണ്. sin ax ഉണ്ട് അല്ലേ. സാറേ sin ax ഉണ്ട്. ഈ ax അടിയിലുണ്ടായിരുന്നെങ്കിൽ എനിക്കിതിനെ 1 എന്ന് വിളിക്കായിരുന്നു സാറേ. വിളിക്കായിരുന്നു. പക്ഷേ ഓൾറെഡി bx ഉണ്ട്, x ഉണ്ട്, ഒരു b ഉണ്ട്. പക്ഷെ ആ b എങ്ങാനും മാറിയിട്ട് a വരികയാണെങ്കിൽ സാർ ഇത് ഞാൻ സിംപ്ലി ആൻസർ അടിച്ചേനെ. ബിക്ക് പകരം അവിടെ ഒരു എ ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരികയാണെങ്കിൽ സോ ടോട്ടൽ 1. പക്ഷേ ഒരു കാര്യം ചെയ്യാം. ആ ബീനെ വേണ്ടല്ലോ. ഓനെ ഡിവിഷനിലല്ലേ നോക്കട്ടെ. 1/b ആണല്ലോ. ഓനെ പതുക്കെ ഞങ്ങൾ മാറ്റി വെച്ചു. നോക്കേ 1/b എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. അപ്പം ഞാൻ അവിടെ ബി ഇല്ലല്ലോ. ആ ബി ഡിവിഷനിലാണുള്ളത് കേട്ടോ. ഡിവിഷനിലാണ് ബി ഉള്ളത്. ആ 1/b എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചു. 1/b എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചു. ഇനി ഇവനിക്ക് വേണ്ടതാരം സാറേ പാവം അല്ലേ. ഇവന് എക്സ് ആ. ഇവനക്കൊരു എ കൊടുത്തേക്ക് സാറേ. ഇതൊക്കെ നമ്മൾ തീരുമാനിക്കണം. അവിടെ ഒരു എ കൊടുക്കണം. മാത്സിന്റെ റൂളാണ്. അവിടെ എ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. എ കൊടുത്തു കഴിഞ്ഞാൽ എന്തത് 1 ആക്കാം. പക്ഷെ അവിടെ എ കൊടുത്താൽ ന്യൂമറേറ്ററിൽ എന്ത് കൊടുക്കണം. എ കൊടുക്കണം. അപ്പോൾ അവിടുത്തെ ബീനെ ഞാൻ 1/b എന്ന് പറഞ്ഞ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടോ. അവനെ മറക്കരുത്. സോ 1/b അല്ലേ. സോ ഇതിന്റെ ആൻസർ എത്രയായി മക്കളെ. ഇതിന്റെ ആൻസർ എന്താ. നിങ്ങൾക്ക് അത്ര ഇന്റലിജന്റ് ഉണ്ടെങ്കിൽ എക്സാമിന് ഓർമ്മ വരികയാണെങ്കിൽ ഇവിടെ എന്നിട്ട് കൊടുത്തോട്ടോ. കാരണം എക്സിഡൻസ് അതൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ എഴുതണമെന്നില്ല. സോ 1/b × 1 വാട്ട് ഇസ് ആൻസർ 1/b ദ ഫൈനൽ കീ. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ചെയ്യുന്നത് പഠിക്കുക. അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ പറ അതിൻ്റെ ആൻസർ. പറയടാ ഇനി നിങ്ങൾ പറ. ലിമിറ്റ് x → 0. ഓക്കെ. sin 4x ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. എടാ മക്കളെ ഇവിടെ x ഉണ്ട് അല്ലേ സാറേ. ഈ 1/3 അവിടെ വേണ്ട സാർ. അതിനെ പിടിച്ച് മാറ്റി വെച്ചാളാം. ഇവനക്ക് വേണ്ടത് സാർ ആരാ. ഇവനക്ക് ഇഷ്ടമുള്ള ആരാണ് 4 ആണ്. കാരണം ഇവിടെ 4x 4 ആ. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യാം 4 ഇട്ട് കൊടുക്കുക. അവിടെ 4 മാത്രം കൊടുത്താൽ മതി. കാരണം x ഓൾറെഡി കോംപ്ലിമെന്ററി ആയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ചിന്തിക്കണ്ട. സോ വാട്ട് ഈസ് ദ ആൻസർ 1/3 × 1. സാർ ഓർമ്മ ഉണ്ടെങ്കിൽ ഇവിടെ എന്തിട്ട് കൊടുക്കുക 4 ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ നിർബന്ധിച്ചിട്ടില്ലല്ലോ. സോ 1/3 ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. മക്കളെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്ക് മക്കളെ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കുറേ പേർക്ക് സ്കൂളിൽ ഡൗട്ട് ഉണ്ടാവും കേട്ടോ. കാരണം ഇത് സാർ ഞങ്ങൾ സ്കൂളിൽ എടുത്തിട്ടില്ലല്ലോ. ഈവൻ ട്യൂഷൻ സെന്ററിൽ എടുത്തിട്ടില്ലല്ലോ. ഈവൻ യൂട്യൂബ് ചാനലിൽ എടുത്തിട്ടില്ലല്ലോ. പല ആശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് NCERT-ലെ 20ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ NCERT-ലെ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണത്. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ 20ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണത്. NCERT-ൽ ക്വസ്റ്റ്യൻ ഉണ്ടോ നമ്മൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിലാണ് പ്രോബ്ലം. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് സാധനം വന്നു കഴിഞ്ഞാൽ സാറേ ഞങ്ങൾ ട്യൂഷനിൽ പറഞ്ഞില്ല, സ്കൂളിൽ പറഞ്ഞില്ല, ഓൺലൈനിൽ പറഞ്ഞിട്ടില്ല. ഇനി ഞാനിത് എന്ത് ചെയ്യും. ഒന്നുമില്ല. അവർ പറയും നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ അല്ല എന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതാണ് ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മാർക്ക് പോയി. അത്രേ അവർ പറയുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ മുകളിൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിക്കണോ വേണ്ടേ പഠിക്കണം. ഇത് ആക്ച്വലി ഒരു തിയറമാണ്.
ഇത് ആക്ച്വലി ഒരു തിയറമാണ്. ഈ തിയറത്തിന്റെ വാല്യൂ 1 ആണ്. ഇങ്ങനെ ഒരു തിയറം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എത്രയെന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ 1 ആണ്. വാട്ട് ഈസ് ദ വാല്യൂ? 1 ആണ്. സാറേ എങ്ങനെയാണ് 1 കിട്ടി എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഇപ്പോൾ പറഞ്ഞ തിയറവുമായിട്ട് കണക്റ്റഡ് ആണ് ഈ തിയറം. ഇപ്പം നമ്മൾ പഠിച്ചില്ലേ ഒന്നാമത്തെ തിയറം ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ഡിവൈഡ് ബൈ അല്ലെ എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ് 1 ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ. അതേ തിയറവുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ പ്രോബ്ലം നോക്കാടാ. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എ എക്സ് പ്ലസ് ഡിവൈഡ് ബൈ എ എക്സ് പ്ലസ് സൈൻ ബി എക്സ്. ഇത് ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഈ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറെന്റ് എന്നല്ല ഇതേ പറ്റും. നമ്മൾ ജനറലി എക്സിന് 0 കൊടുത്താൽ നമുക്കറിയാലോ ഇത് 0/0 ഫോമിലോട്ട് പോകുന്നുള്ള നമുക്ക് അതിലൊരു തർക്കമില്ല അല്ലെ. a × 0 0 b × 0 0 0/0 ഫോമാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നന്നായി ശ്രദ്ധിച്ചോടാ, ഇത് ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ ആണ് കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എ എക്സ് പിന്നെ എന്താ ഉള്ളത് ബി എക്സ്. ഓക്കെ, ഇതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സാറേ ഇതിപ്പോൾ എന്താ സാറേ നിങ്ങൾക്കിത് വേണമെങ്കിൽ എക്സ് മേലെ എക്സ് ഒക്കെ കൊടുത്ത് ചെയ്യാം. പക്ഷെ അത് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ നമുക്ക് ഈ എക്സിനെ ക്യാൻസൽ ആവാത്തത് കൊണ്ട് നമുക്കത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. ചെയ്യുമ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം. ത്രൂ ഔട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ മാത്സിൻ്റെ റൂളാണ് സാറ് എന്ത് പരിപാടിയാണ് സാർ പറഞ്ഞത്? ഇത് ത്രൂ ഔട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓൾ ഡിവൈഡ് ബൈ. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള ആളും ചെയ്യേണ്ടത് വേണം. മാത്സിൻ്റെ റൂളാണ്, അതൊക്കെ കണിഷ റൂളാണ്. എന്താണ് നമുക്ക് ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? എ എക്സ് അല്ലേ, എ എക്സ് പ്ലസ് സൈൻ ബി എക്സ് എന്നുള്ള ഇതിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? മാത്സിൻ്റെ റൂളാണ്. ഇവിടെ എക്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് പരിഹാരമായിട്ട് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിൽ ഡിവൈഡ് ചെയ്ത് എക്സ് കൊണ്ട് അതിന് പരിഹാരമായിട്ട് ഇതിൻ്റെ താഴെയുള്ള റെസിപ്രോക്കലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉൾട്ട ക്യാൻസൽ ആയി പോകും. അപ്പം അടിയിൽ ചെയ്ത് അതിൻ്റെ അതേ തൊട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. സാറേ ന്യൂമറേറ്റർ സ്പ്ലിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ, അതെന്ത് പരിപാടിയാണ് സാറേ? അങ്ങനെ ഉണ്ടോ? ന്യൂമറേറ്റർ സ്പ്ലിറ്റ് ചെയ്യാം, ഡിനോമിനേറ്ററിലാണ് മാക്സിൽ സ്പ്ലിറ്റിംഗ് പറ്റാത്തത്. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്താൽ എന്താ വരിക? ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നതോട് കൂടെ ഇതിൻ്റെ ആൻസർ ആയിരുന്നു സൈൻ എ എക്സ് ഡിവൈഡ് ബൈ എ എക്സ് പ്ലസ് അടുത്ത എന്താ വരുവാടാ? എ എക്സ് അല്ല എക്സ് ഏട്ടാ. എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് കണ്ടാൽ കൃത്യമായിട്ട് സാർക്ക് മെസ്സേജ് ആക്കണം കേട്ടോ. ബി എക്സ് ഡിവൈഡ് ബൈ പരമാവധി തെറ്റില്ല എന്നാലും പറയാം, എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ വരും, മനുഷ്യനല്ലേ. എക്സ് ടെൻസ് 0 എ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് സൈൻ ബി എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ഇങ്ങനെ ആക്കാം. സോ ഇവിടെ ആരൊക്കെ ക്യാൻസൽ ആവും? അപ്പോൾ ഈ ലിമിറ്റ് എക്സ്റ്റൻസ് സാർ ഇവിടെ ഇയാൾക്ക് കൊടുക്കാൻ മറന്നു സാർ. അതെ, എല്ലാവർക്കും ലിമിറ്റ് കൊടുക്കണം അല്ലേ. നമ്മളൊരു കാര്യം കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കണ്ട. അപ്പോൾ എന്തുകൊണ്ടാ? സൈൻ ബി എക്സ് ഡിവൈഡഡ് ബൈ പി എക്സ്. സോറി, ബി എക്സ് അല്ല സാറേ, എക്സ്. ഓക്കെ, എക്സ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ മക്കളെ, എക്സ് ഇവിടെ ക്യാൻസലായി. ഓക്കെ, പിന്നെ എവിടെ ക്യാൻസലായി? ഇവിടെ എക്സ് ക്യാൻസലായി സാറേ, അതൊക്കെ കറക്റ്റ്. ഇനി സാറേ ഇവിടെ ഇതിനെ 1 എന്ന് വിളിക്കാൻ പറ്റുമോ സാറേ? ഇല്ല, ഇതിനെ 1 എന്ന് വിളിക്കുക എപ്പോൾ? അടിയിലൊരു എ ന്യൂമറേറ്ററിൽ ഒരു എ ഉണ്ടെങ്കിൽ നമുക്ക് 1 എന്ന് വിളിക്കാം. വിളിച്ചൂടെ? നമ്മൾ 1 സപ്ലൈ ചെയ്തു, മാത്സിൻ്റെ റൂൾ അനുസരിച്ച് ചെയ്തു. താഴത്തൊരു ബി ന്യൂമറേറ്ററിൽ ഒരു ബി സപ്ലൈ ചെയ്തു. സോ സാറേ ഇപ്പോൾ ഇതിനെ സാറെ വിളിച്ചോ? ഏതിനെ വിളിച്ചോ സാറേ? ഈ ഭാഗത്തിന് വിളിച്ചോ. ഞാൻ വേറെ എന്താ ഈ ഭാഗത്തിന് വിളിച്ചോ സാറ്? എന്താണ് 1 എന്ന് വിളിച്ചോ? അതിനെ 1 എന്ന് വിളിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തിരക്കിടില്ല അല്ലേ. അത് 1 ആണല്ലോ. 1 ഇൻറ്റു പിന്നെ സാർ അവിടെ ഒരു കുഞ്ഞ് ഏനെ മറന്നു പോയത് എ ഉണ്ട് സാറേ. ഇവിടെ എക്സിന് 0 കൊടുത്തു, എക്സ് വെട്ടിപ്പോയി. ഇനി ഇവിടെ എക്സിന് 0 കൊടുക്കാനുണ്ടാ? ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ബി ആണ് വരിക. ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ബി ആണ് വരിക. ഇവിടെ സാറേ ലിമിറ്റ് എക്സ് ടെൻസ് 0 എ മാത്രമേ ഉള്ളൂ, കോൺസ്റ്റന്റ് ആണ് എ. ലിമിറ്റ് അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്താലും എ അപ്ലൈ ചെയ്തു. പ്ലസ് ഇവിടെ സാറേ ഈ ഭാഗം 1 ആണ്, 1 കാരണം ബി എക്സിൻ്റെ താഴെ ബി എക്സ് ഉണ്ടല്ലോ 1 എന്ന് വിളിക്കാം. 1 ഇൻറ്റു പിന്നെ ഇവിടെ ആരുണ്ട്? ബി ഉണ്ട്. സോ 1 ഇൻറ്റു എ എന്താണ്? എ. സോ സാറേ എ പ്ലസ് ബി ഡിവൈഡ് ബൈ താഴെ എന്ത് കിട്ടി സാറേ? എ പ്ലസ് ബി. മുകളിലും താഴെയും ഒരേ എ പ്ലസ് ബി. സോ വാട്ട് ഈസ് ദ ആൻസർ? 1. അപ്പോൾ ഇത് എക്സാമിന് പ്രൂഫ് ചോദിക്കാൻ ഒരു സാധ്യതയാണ് സാർ പറഞ്ഞിട്ട്. അതിന് ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സസൈസിലെ 20ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചോ. അതല്ല ഡയറക്റ്റ് 1 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്താൽ മതി? 1 എന്ന് മാത്രം ആൻസർ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതേപോലെ തന്നെ എക്കും ബിക്കൊക്കെ ഇനി നമ്പറുകൾ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 7 വന്നു, ഇവിടെ ബി 3 വന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ 3 വരും, ഇവിടെ എത്ര വരും? ഇവിടെ 7 വരും. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ എക്സാമിന് വരാം. സോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്തെന്നെ വരിക? വാട്ട് ഈസ് ദി ആൻസർ? അവസാനം 1 തന്നെ വരും. അതായത് 7 + 3 ഇതേപോലെ ചെയ്യാം. ചെയ്തു വന്ന 7 + 3 10/10 എത്ര കിട്ടോടാ? 1 കിട്ടും. ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ഇതൊക്കെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ആയിട്ട് കാണുക കേട്ടോ. സാറേ 1ാമത്തെ തിയറം കഴിഞ്ഞു, സമാധാനം. ഇനി സാറേ 2ാമത്തെ തിയറത്തിലോട്ട് പോവാം. 2ാമത്തെ തിയറം നിങ്ങൾ ശ്രദ്ധിക്കും മക്കളെ. ഈ തിയറങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ കാണാം. ഈ തിയറം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാകും.
ഈ രണ്ടാമത്തെ തീറത്തിന്റെ പ്രത്യേകത എക്സാമിന് തീറം നിർബന്ധമായിട്ട് എഴുതണം. അതെന്താ സാർ അങ്ങനെ പറഞ്ഞു? ഒന്നാമത്തെ തീറം എഴുതേണ്ട നിർബന്ധമല്ലേ? ഇല്ല, അത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എഴുതിയാൽ മതി. പക്ഷെ രണ്ടാമത്തെ തീറം നിർബന്ധമായിട്ട് എഴുതണം. ഇത് എഴുതിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഇതിൽ വേറെ അഡീഷണലി 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ടെസ്റ്റിംഗ് ഒക്കെ വരുന്ന ഏരിയ. അപ്പൊ ഇവിടെ നമ്മൾ തീറം നമ്മൾ ക്ലിയർ ആയിട്ട് എക്സാമിന് പോകുമ്പോൾ പഠിക്കണം. സാറേ എങ്ങനെ പഠിക്കും? ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇതൊക്കെ അടിച്ചോളാം, ഇതൊന്നും വേണ്ട, ഇതൊക്കെ എടുക്കട്ടെ. കാരണം ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്താൽ നടക്കൂല. ഇത് ഞാൻ കണ്ടോടത്തോളം എൻ്റെ അനുഭവത്തിൽ ഇത് കാണാപാഠം പഠിച്ചോ അവർക്കൊന്നും ഇത് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാണാപാഠം പഠിക്കണ്ട, ശ്രദ്ധിച്ചോ, ട്രിക്ക് ശ്രദ്ധിച്ചോ. ട്രിക്ക് നോക്കിട്ടോ, ഞാൻ പറഞ്ഞു നിങ്ങളെ ട്രിക്കിൽ ഞങ്ങളെ പഠിപ്പിക്കാം. ലിമിറ്റ് ഉണ്ടല്ലോ, ലിമിറ്റ് ആണല്ലോ നമ്മളെ ചാപ്റ്റർ അല്ലേ? നോക്കിക്കോ, ഇവിടെ എക്സ് മൈനസ് എന്ന് എഴുതുക, ഇവിടെ ഇത് എക്സാമിന് റിപ്ലൈ ചെയ്യണം കേട്ടോ, അതേപോലെ നിങ്ങൾ ചെയ്യണം. ഇപ്പം എന്താ സാറ് ചെയ്തത്? ലിമിറ്റ് എക്സ് മൈനസ് എക്സ് മൈനസ് എക്സ് മൈനസ് എല്ലായിടത്തും ഒരേ സാധനം എക്സ് മൈനസ് കൊണ്ടുള്ള പരിപാടിയാണ്. അതായത് ലിമിറ്റ് എക്സ് മൈനസ്, മുകളിൽ ഞാൻ എന്താണ് ചെയ്ത് എക്സ് മൈനസ്, താഴെ ഞാൻ എന്താണ് ചെയ്ത് എക്സ് മൈനസ്, എല്ലാ എക്സ് മൈനസ് അല്ലേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഈ രണ്ട് എക്സിന്റെ മണ്ടമിലും എയുടെ നമ്പറിന്റെ മണ്ടമിലും n കൊടുക്കുക. നമ്പേഴ്സ് അല്ലേ, പ്രോബ്ലത്തിൽ അവിടെ ഒരു നമ്പർ ആണല്ലോ വരിക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രോപ്പർട്ടിയുടെ സൊല്യൂഷൻ ആണ് പറയുന്നത് ഈ മണ്ടമിലുള്ള നമ്പർ അത് എത്രയെങ്കിലും പ്രോബ്ലത്തിൽ ഉണ്ടാവും n ഇൻറ്റു ഇവിടെ ഒരു നമ്പർ ഉണ്ടാവും എ, ആ എയുടെ അവിടെ നമ്പർ ഉണ്ടാവും എ റേസ് ടു n-1. നമ്മളെ ഫോർമുലയായി. അപ്പോൾ സാറേ ഇവിടെ സാറേ ഒരു ഏരോട്ട് കൊടുത്താളെ, അതൊരു ഭംഗിയല്ലേടാ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എന്നല്ലേ പറയേണ്ടത് അല്ലേ? അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് മൈനസ് എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാ? എക്സ് ടെൻസ് ടു എ. അപ്പോൾ അവിടെ നിന്ന് ഓർത്തിട്ട് ഒരു ലിമിറ്റ് ഇട്ടോട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഫോർമുല നിങ്ങളെ കയ്യിൽ ഉണ്ടാവണം. ഇത് കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എങ്ങനെ പറഞ്ഞെന്ന് പറ. ഒരു വട്ടം കൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി കേട്ടോ, ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതേ സാധനം എന്താണ് ഇവിടെ ഞാൻ ഇങ്ങനെ കേട്ടോ, ഇവിടെ അടിപൊളിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഫോർമുല ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു n ഇൻറ്റു എ റേസ് ടു n-1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചോ. ഓക്കെ, സോ നേരെ പ്രോബ്ലത്തിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുമായി കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. വളരെ ഇതും കൂടെ ഉള്ളൂ, ഇതും കൂടെ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യൻ ഇനിയും 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലെങ്തിയാണ് വീഡിയോ എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ പറഞ്ഞ 30 ക്വസ്റ്റ്യൻ കണ്ടോളൂ കേട്ടോ. നമുക്ക് ഫുൾ സ്കോർ ചെയ്യണം. ഓക്കെ, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റേസ് ടു 4-16 ബൈ എക്സ് മൈനസ് 2. ഫസ്റ്റ് സ്റ്റെപ്പ് സാറേ നേരെ പോ. നിങ്ങൾ അപ്ലൈ ചെയ്തു, എക്സിന് കൊടുത്തു 2 റേസ് ടു 4 മൈനസ് 16 ഡിവൈഡ് ബൈ 2 മൈനസ് 2. ഇത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 2 റേസ് ടു 4 അല്ലേ, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 4 വട്ടം എഴുതണമെങ്കിൽ നമ്മൾ എന്താ പറയുക 2 റേസ് ടു 4 കാൽക്കുലേറ്ററിൽ കൊടുത്താൽ നിങ്ങൾക്ക് അറിയാതെ കിട്ടുക 16 ആണ് അല്ലേ. അപ്പോൾ സാറ് 16 മൈനസ് 16 ബൈ 2 മൈനസ് 2 0. സാറേ 0/0 ഫോം. ഇത് 0/0 ഫോമാ സാറേ. അപ്പോൾ നമ്മൾ ചിന്ത വരണം എങ്ങനെയൊക്കെ ഇത് കൊണ്ടുവരാം. ഫസ്റ്റ് നമ്മൾ പഠിച്ച തിയറം സൈൻ എക്സ് ആണ്. ആദ്യം റേഷണലൈസേഷൻ പഠിച്ചു, അത് സെക്കൻഡ് ഡിഗ്രി മുകളിലും താഴെ വന്നല്ല, അത് സെക്കൻഡ് ഡിഗ്രിയാണ്, ഇത് 4th ഡിഗ്രിയിലാണ് കിടക്കുന്നത്. സോ അതല്ല. പിന്നെ നമ്മൾ സൈൻ എക്സ് ആണോ, അതിന് മിനിമം സൈൻ എക്സ് വേണം തിയറ അപ്ലൈ ആണെങ്കിൽ. സൈൻ എക്സ് ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. അപ്പോൾ എന്തിനാ ആ തിയറത്തിലോട്ട് ചിന്ത പോകുന്നത്? പിന്നെ ആകെ നമുക്ക് ഫൈനൽ ആൻഡ് ഫൈനൽ പഠിക്കാനുള്ള തിയറം ഒരേ ഒരു തിയറാണ്. എന്താണ് ആ തിയറം? ആ തിയറം എക്സാമിന് നിങ്ങൾ എഴുതണം. ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറം. തിയറം പറയാൻ എഴുതാൻ ട്രിക്ക് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എഴുതുക, മേൽ എക്സ് മൈനസ് എഴുതുക, താഴെ എക്സ് മൈനസ് എഴുതുക, മണ്ടമലൊക്കെ എന്നിടുക. സോ ദ റിസൾട്ട് ഈസ് n ഇൻറ്റു എ റേസ് ടു n-1. ഏരോ ഇവിടെ ഇട്ട് കൊടുക്കുക, അതൊന്ന് ഓർക്കുക. സോ n ഇൻറ്റു എ റേസ് ടു n-1 തിയറം നമ്മൾ എഴുതിയേ പറ്റൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് സാറേ ഈ എക്സിന്റെ മണ്ടമ n ആണെങ്കിൽ എയുടെ മണ്ടമിലും n അല്ലേ വരുന്നത്? ആണോ അല്ലേ? എക്സിന്റെ മണ്ടമ n ആണെങ്കിൽ എയുടെ മണ്ടമ n അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ക്വസ്റ്റ്യനിൽ എക്സിന്റെ മണ്ടമ 4 ആണ്. അപ്പോൾ ഷുവർ ആണ് ഇതൊരു പവറിൽ എഴുതുമ്പോൾ ഇതിന്റെ മണ്ടയിൽ 4 ആയിരിക്കും. നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ സാറേ എ ആണ്, അപ്പോൾ ഇവിടെ എ ആണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ട 2 നമ്പറുകളെ കിട്ടി. നിങ്ങൾ ആലോചിച്ചത് ഇതിപ്പോൾ കാണാതെ പഠിക്കൊന്നും വേണ്ട. ആ നമ്പർ അത് മാത്രമല്ല ഇവിടെയുള്ള എ തന്നെയാണ് സാറേ ഇവിടെയുള്ള ഇവരൊക്കെ മാച്ചിടാ. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി. എക്സ് റേസ് ടു 4 മൈനസ് 2 ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. 2 ആണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം ഈ പ്രോപ്പർട്ടി ആയിട്ട് മാച്ച് ആക്കണം. ഇവിടെ 2 ആണ്. അപ്പോൾ ഷുവർ ആണ് ഇവിടെ മണ്ടമ 4 ആണെങ്കിൽ 2 റേസ് ടു 4 ആണ്. 2 റേസ് ടു 4 ആണ് 16. സാർ അത് എങ്ങനെ കിട്ടി? 2 റേസ് ടു 4 16. വളരെ സിമ്പിൾ. നിങ്ങൾ നോക്കുക, 16 2 16ന്റെ പകുതി പറഞ്ഞോ 8 8ന്റെ പകുതി പറഞ്ഞോ 4 2 കൊണ്ട് കട്ടാവും. 4ന്റെ പകുതി 2 വീണ്ടും 2 1 നോക്കി നോക്കും മക്കളെ. 1 2 3 4 അല്ലേ. 2 റേസ് ടു 4 ആണ് 16. അപ്പോൾ ഇങ്ങനെയൊന്നും വേണ്ടടാ, ഇത് ഇല്ലാതെ തന്നെ ഈ ലോജിക്ക് കണ്ടെത്താവുന്നുള്ളൂ. എന്താ ചെയ്ത് അങ്ങനെ നോക്കിയേ, ഇവിടെ 2 ഒബ്വിയസ്ലി നമുക്ക് 2 അല്ലേ വരുള്ളൂ. ഇനി ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ x-2. ചില ആളുകളുണ്ട് അറിയും ഇങ്ങനെ മാറ്റിയതിന് ശേഷം വീണ്ടും ലിമിറ്റ് അപ്ലൈ ചെയ്യും. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യല്ലേ വേണ്ടത്. ഇതിപ്പോൾ ഒരു പ്രോപ്പർട്ടി ആയിട്ട് മാച്ചായി, ഗ്രീനായി. ഇത് പ്രോപ്പർട്ടി ഇവിടെ ഇപ്പോഴും നിങ്ങൾ എക്സിന് 2 കൊടുത്തൊക്കെ വീണ്ടും 0/0 ഫോം വന്നിരിക്കും.
ഇപ്പോഴും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താലും 0/0 അതിൽ മാറ്റുന്നില്ല. പക്ഷേ ഇതൊരു ഏത് പാറ്റേണിലോട്ടായി നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു പാറ്റേണിലോട്ട് നമ്മൾ ഇതിനെ കൊണ്ടെത്തിച്ചു. നോക്കി അതേ പാറ്റേണിലോട്ട് എത്തിച്ചു. ഇങ്ങനെ പാറ്റേൺ ആയി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? n × a⁻n−1 ആയിട്ട് ഒറ്റയടിക്ക് തന്നെ സിംപ്ലിഫൈ ചെയ്യാം. അത്ര സിമ്പിളാ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് n ഹിയർ? n എത്രയാണ്? മണ്ടമ്മലുള്ളതാണ് സാറേ n 4 ആണ്. എ എഴുതുന്ന ആൾക്കാർ -2 എന്നൊക്കെ അടി കിട്ടും. കാരണം നിങ്ങൾ നോക്കിയേ, എ എന്ന് പറഞ്ഞാൽ എ ആണ്, ഇവിടെ മൈനസ് കോമൺ. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 2 ആണ്. n−1 എന്ന് പറഞ്ഞാൽ 4 - 1 സോ 4 × 2³ വരും അല്ലേ? സോ 4 × 2³ എത്രയുടെ? 8 ആണ്. 4 എത്രയുടെ? 32 ആണ്. സോ ആൻസർ ഈസ് 32. സോ വളരെ സിമ്പിൾ. ഒരു വട്ടം കൂടെ കാണാം. ഡൗട്ടുള്ളവർക്ക് സ്ക്രീൻഷോട്ട് ചെയ്യണം. സ്ക്രീൻഷോട്ട് ചെയ്യും. സോ ക്വസ്റ്റ്യൻ നമ്പർ 21 സാർ, അടുത്ത ക്വസ്റ്റ്യൻ. x⁻15−1/x⁻10−x1 അല്ലേ സാറേ? എങ്ങനെ ചെയ്യും? ഫസ്റ്റ് സാറേ നേരെ വാ. ഞാൻ എപ്പോഴും നിങ്ങളെ അപ് ടു 30 ക്വസ്റ്റ്യൻ പറയുമ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് നേരെ വാ നേരെ പോ തുടക്കത്തിൽ പ്ലേസ് ചെയ്യണം എന്നാണ്. കാരണം ചിലപ്പോൾ അത് പ്ലേസ് ചെയ്ത ഉത്തരം വന്നാലോ, പിന്നെ ഈ റിസ്ക് എടുക്കണ്ടല്ലോ. ഓക്കെ, സോ എക്സിന് 1 കൊടുത്താൽ സാറേ 1⁻15−1/1⁻10⁻. ഒന്നിന്റെ പവറിൽ 1 അല്ല 10 അല്ല 10 ലക്ഷം ഇട്ടാലും ആൻസർ എത്രയാടാ? 1 ആണ്. സോ 1⁻15 എന്ന് പറഞ്ഞാൽ 1 മൈനസ് അല്ലേ? 1 - 0/0 ഫോം. സാറേ ഞങ്ങൾക്ക് മനസ്സിലായി, ഇത് 0/0 ഫോം. ഒന്നിന്റെ പവറിൽ എത്ര ഇട്ടിട്ടും കാര്യമില്ലടാ, ആൻസർ 1 തന്നെ. ഓക്കെ, സോ 0/0 ഫോം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇത് സൈനോ സൈനിന്റെ പ്രോപ്പർട്ടി അല്ല, കാരണം സൈൻ ഇല്ല. റാഷണൽ ഫംഗ്ഷൻ ആണ്, സെക്കൻഡ് ഡിഗ്രി അല്ല. സോ ഒബ്വിയസ്ലി നമ്മളെ ഫോർമുല മൈനസ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇനി ആകുള്ളത് എന്താണ്? നമ്മൾ പഠിച്ച ഫോർമുല. എല്ലാവരും എഴുതടാ ഫോർമുല. ലിമിറ്റ് x-a മണ്ടമ്മ n. സോ ആൻസർ എന്താ? n × a⁻n−1. ഇവിടെ ഒരു ഏരോ ആക്കണം അല്ലേ? സോ ഇത് പ്രകാരം നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്ററിൽ മസ്റ്റ് x-a വേണം. ഇതേപോലെ സെറ്റപ്പ് വന്നാൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ മുന്നത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കി നോക്കുക, അടിയിൽ ഇതേപോലത്തെ x-2 ഇങ്ങനെ ഒരു സെറ്റപ്പ് വന്നത് കൊണ്ടല്ലേ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തേ. ഇതേ ഒരു സെറ്റപ്പ് പ്രോബ്ലത്തിൽ വന്നിരിക്കണം. ഇപ്പൊ നിലവിലുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥ നോക്കിട്ടാ ഈ പ്രോബ്ലം ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. ലിമിറ്റ് x⁻1 എന്ന് എഴുതാം. ടോപ്പിൽ എന്താ ഉള്ളത്? x⁻15−1. ഇവിടെ ആരെ കുറവുണ്ട്? കുറവ് ആരുണ്ട്? ഒരു x-1ന്റെ കുറവുണ്ട്. സാറേ വേറെ പ്രശ്നമുണ്ട് സാറേ. ഈ എക്സിന്റെ മണ്ടമ്മ n ആണെങ്കിൽ ഇവിടെയും n ആവണ്ടേ? അപ്പൊ നോക്കൂ, എക്സിന്റെ മണ്ടമ്മ 15 ആണെങ്കിൽ ഇവിടെ 15 ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ പറ, കുഴപ്പമുണ്ടോ? സാർക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല, ഒന്നിന്റെ പവറിൽ എത്ര ഇട്ടാലും എത്ര തന്നെ 10. സാർ അപ്പോൾ തോന്നിയത് ഇടാൻ പറ്റും, അത് പാടില്ല. ഇവിടെ 15 ആണെങ്കിൽ ഇവിടെ 15 ഇടാം. അപ്പോഴേ മാച്ച് ആവുള്ളൂ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 10. എത്ര ഇട്ടാലും 1 തന്നെയാണ്, അതിൽ മാറ്റില്ല. പക്ഷേ ഇവിടെ 15 ആണെങ്കിൽ ഇവിടെ 15, ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 10. അപ്പോൾ നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യുക? അത് നോക്കിയിട്ട് നമ്മൾ അവിടെ വാല്യൂ ഇടാം. ഇങ്ങനെ ആക്കാലോ ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ തിയർ അപ്ലൈ ചെയ്യണമെങ്കിൽ ആരുടെ മിസ്സിംഗ് ഉണ്ട്? x-a കുറവുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ പരിഹരിക്കണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് x⁻1 x⁻15−1/15. ആരെ കുറവുണ്ട് പറ? x-1ന്റെ കുറവുണ്ട് അല്ലേ? x-1 ഓൾ ഡിവൈഡഡ് ബൈ, ഇവിടെ കാണൂലടാ മക്കളെ, കാണുന്നുണ്ട്, ഓൾ ഡിവൈഡഡ് ബൈ അടുത്ത എന്തോടാ? ലിമിറ്റ്. കാരണം ഡിനോമിനേറ്റർ രണ്ടാൾക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഈ ലിമിറ്റ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആണല്ലോ. അടിയിൽ എന്താ പറ? x⁻10−1/. നിങ്ങൾ ഇവിടെ എന്താ കൊടുത്തേ? ഇവിടെ ഒരു x-1 കൊടുത്താൽ അപ്പം തന്നെ ന്യൂമറേറ്ററിൽ x-1 കൊടുക്കണ്ട, അപ്പോഴല്ലേ ബാലൻസ്ഡ് ആവുള്ളൂ. അതേപോലെ ഇവിടെയും x-1 കൊടുക്കണം, അപ്പം തന്നെ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യണം? x-1 കൊടുക്കണം, അപ്പോഴല്ലേ ബാലൻസ്ഡ് ആവുള്ളൂ. കാണാനുണ്ട്. ഓക്കെ, സോ x-1 ക്യാൻസൽഡ് ആയി. x-1 ക്യാൻസൽഡ് ആയി സാറേ. അപ്പോൾ എന്താ വരിക? നോക്ക് ഇനി ബാലൻസ് എന്താ പറ? ലിമിറ്റ് x⁻1 ടോപ്പ് എന്താ ഉള്ളത്? x⁻15−1/15 എന്തിനും x-1 ഓൾ ഡിവൈഡ് ബൈ എന്താ? ലിമിറ്റ് x⁻1 x⁻10 അല്ലേ? ഇങ്ങനെ കിട്ടും. സാറേ ഇവിടെ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്താലും 0/0 ഫോമേ വരുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമ്മളെ പ്രോപ്പർട്ടി ആയിട്ട് മാച്ചായി. പ്രോപ്പർട്ടി പ്രകാരം നമ്മൾ ന്യൂമറേറ്റർ പ്രോപ്പർട്ടി എന്താ? n × a⁻n−1. n എത്ര? 15. a എത്ര? 1. n-1 15 -1. ഓക്കെ, ഇതും സെയിം പ്രോപ്പർട്ടി. സോ ഇവിടെ n എത്രയാ? 10. a എത്ര? 1. n-1 10 -1. അപ്പോൾ എന്ത് കിട്ടൂടാ? 15. ഒന്നിന്റെ പവറിൽ ഞാൻ എന്തിട്ട് ഇട്ടാലും കാര്യമില്ല അല്ലെ? ഒന്നിന്റെ പവറിൽ 1 തന്നെ. സോ 15/10 15 10 കിട്ടിക്കഴിഞ്ഞാൽ 3/2 ഈസ് ദ ഫൈനൽ ആൻസർ. അല്ലെ 5 കൊണ്ട് കട്ട് ചെയ്തു. 15 3 തവണ, 10 2 തവണ. 5/2 is the final answer. ഐഡിയ കിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കാണാം കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് സമയമാവും, അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 22ാമത്തെ ക്വസ്റ്റ്യൻ. ലിമിറ്റ് x⁻2 x³ - x ഡിവൈഡ് ബൈ x² - 4. ഫസ്റ്റ് നേരെ പോ. ഇത് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യാം അല്ലേ സാറേ? നേരെ വാല് കൊടുക്കണത് ശരിയാണോ കേട്ടോ? 2³ 8 8 - 8
4 - 0/0. സാറേ ഉറപ്പ് 0/0 ഫോം ഡയറക്റ്റ് ഇതൊന്നും ചെയ്ത് പോസിബിൾ അല്ല. സോ നമ്മൾ കാണുമ്പോഴത്തേക്കും പിന്നെ കുറേ ഞാൻ പറഞ്ഞില്ല, ഇത് പ്രോബ്ലം സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മനസ്സിലാവും. ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും നമുക്കത് മനസ്സിലാവും. ഇത് പ്രോപ്പർട്ടി ബേസ്ഡ് ആണ്. ലിമിറ്റ് x ടെൻഡ്സ് ടു a x raised to n - a raised to n by x - a blah 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 n into a raised to n - 1 ഫോർമാറ്റ് ആണെന്നൊക്കെ മനസ്സിലാവും. അതൊക്കെ നമ്മൾ ഈ പ്രോബ്ലം ഇങ്ങനെ ചെയ്തൊരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോഴേക്കും മനസ്സിലാവും. പക്ഷേ ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യും? സാർ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ അടിയിൽ x - a എന്ന് മാത്രം പോരെ, ഡിനോമിനേറ്ററിലല്ലേ x raised to n - a raised to n, ഇങ്ങനല്ലേ സാധനം പ്രോപ്പർട്ടി. ലിമിറ്റ് x ടെൻഡ്സ് ടു ഇങ്ങനല്ലേ, അടിയിൽ x - a എന്ന് മാത്രമേ ഉള്ളൂ. സാർ ഇവിടെ x² - 4 എന്നല്ലേ ഉള്ളത്. അപ്പോൾ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യണം? ഈ പ്രോബ്ലം ചെയ്യുന്ന രീതിയാണ് പറയുന്നത്, ശ്രദ്ധിച്ചോ. ലിമിറ്റ് x ടെൻഡ്സ് ടു 2 എന്ന് എഴുതാം. മുകളിൽ x³ അല്ലേ, 8 നമുക്ക് എന്ത് എഴുതാം പറ? എക്സിന്റെ മണ്ഡപം 3 ആണെങ്കിൽ n ആയിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ ഇത് 2 അല്ലടാ. അപ്പോൾ a³ എന്ന് പറഞ്ഞത് 2³ എന്നാക്കാം അല്ലേ. 2³ 8 ആണ്. ഒന്നും ചെയ്തിട്ടില്ല സാർ, 8 എന്ന് പറഞ്ഞാൽ 2³ ആ. മണ്ഡപം 3 മാച്ച് അല്ലേ. അങ്ങനെയെങ്കിൽ അടിയിൽ മാച്ച് പറയടാ. 4 എന്ത് എഴുതാം? 2² മാച്ച് അല്ലേ. 2 അടുത്ത സ്റ്റെപ്പിൽ സ്പ്ലിറ്റ് ചെയ്തോ, ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്തോ. സാർ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? അടിയിൽ എന്ത് കൊടുക്കണം? ഒരു x - 2 കൊടുക്കണം. ഞാനിവിടെ കൊടുത്തു. അപ്പം തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി മുകളിൽ x - മാക്സിന്റെ റൂൾ വാലിഡേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഓൾ ഡിവൈഡ് ബൈ അടുത്തെന്ത് കൊടുക്കണ്ട? ലിമിറ്റ് x ടെൻഡ്സ് ടു അടിയിൽ എന്താ ഉള്ളത് മക്കളെ? x² - 2² അല്ലേ. ഇവിടെയും നമുക്ക് പ്രോപ്പർട്ടി അപ്ലൈ ആണെങ്കിൽ എന്തിന്റെ കുറവുണ്ട്? x - 2ന്റെ കുറവുണ്ട്. അപ്പോൾ തന്നെ ന്യൂമറേറ്ററിൽ x - 2 സാർ ഞാൻ സോൾവ് ചെയ്തു. സോ വാട്ട് ഈസ് ദി ഫൈനൽ ആൻസർ? എഴുതും മക്കളെ. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാടാ, ഞാൻ ചെയ്യുന്നതിനെക്കാട്ടി സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ലിമിറ്റ് x ടെൻഡ്സ് ടു ബാക്കി പറടാ x³ - 2³ ഓൾ ഡിവൈഡഡ് ബൈ x - 2 ഓൾ ബൈ ലിമിറ്റ് x ടെൻഡ്സ് ടു. എനിക്കിത് പാട്ടും പാടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ അതുപോലെ ചെയ്താൽ ഒരു പ്രശ്നമില്ല. ഇങ്ങനെ ആയി കിട്ടും. സോ ഇത് പ്രോപ്പർട്ടി ആയിട്ട് കറക്റ്റ് മാച്ച്ഡ് ആയി. സോ വാട്ട് ഈസ് n ഹിയർ? 3. a here 2 n - 1 3 - 1. ഇവിടെ എത്രയാടാ n? 2 into 2 raised to 2 - 1. So what is the answer? പറ. What is the answer? 3 into 2² divided by 2 into 2 power 1. So 3 into 2² 4. 2 into 2 4 cancel. Final answer 3. കറക്റ്റ് ചെക്ക് ചെയ്തോ. ഫൈനൽ ആൻസർ 3. ഈസി വൺ. ഇതൊക്കെ ഒരു ഐഡിയ കിട്ടി അങ്ങോട്ട് ചെയ്യാനടാ, വേറെ ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എടാ. ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 √1 + x - 1/x. കുറേ പേർക്ക് ഒരു ടഫുള്ള ക്വസ്റ്റ്യൻ ആണിത്, പക്ഷെ വളരെ സിമ്പിളാണ്. സോ നമ്മൾ നേരെ ഇപ്പോൾ എല്ലാ ക്വസ്റ്റിനും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പറഞ്ഞതിനോട് പറഞ്ഞു കേട്ടോ. √1 √1 + √1 √1 1 - 1 0/0. ഓക്കെ, 0/0 ഫോം. ഞാൻ എല്ലാ ക്വസ്റ്റിനോട് ആദ്യം ഡയറക്റ്റ് എക്സിന് വാല്യൂ കൊടുക്കുന്നത്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പരിശീലിക്കണം. അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് എക്സാമിന് ടെൻഷൻ ഉണ്ടാവില്ല. പേടിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. അതേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. സോ നമുക്ക് മനസ്സിലായി 0/0 ഫോം ആണ്. ഒരു രക്ഷയില്ല, നേരെ പോ നടക്കില്ല. സോ ഇത് എന്ത് ചെയ്യും സാറേ? ഒരു ഐഡിയും കിട്ടുന്നില്ല. ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനാ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് മേലെ അടിയിലൊക്കെ കൊടുക്കാനാ, ഒരു ഐഡിയും കിട്ടാത്തൊരു പ്രോബ്ലമാണ് ആക്ച്വലി ഇത് നമ്മൾ ചെയ്യുന്നത് ടോട്ടലി വേരിയബിളിനെ ചേഞ്ച് ചെയ്യണം. എക്സ് ആണ് വേരിയബിൾ. ഇവിടെ കൊടുത്ത വേരിയബിൾ എന്ന് പറഞ്ഞ ചരം അവിടെ എക്സാ, വേറെ ഒന്നുമല്ല. ഇതിനെ കംപ്ലീറ്റ്ലി നമ്മൾ റീപ്ലേസ് ചെയ്യണം. മാറ്റുന്ന വേറൊരു ചരത്തിന്റെ പേര് പറ, നിങ്ങൾ പറ, ഏതാ വേണ്ട? വേറെ പറ. വൈ എടുക്കാം അല്ലേ എല്ലാവർക്കും. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് വൈ വേണ്ട, സെഡ് എടുത്തോ, അതൊന്നും ഒരു കുഴപ്പമില്ല. NCERT വൈ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് വൈ എടുക്കുന്നു ഞാനിവിടെ. നിങ്ങൾക്ക് W എടുക്കാം, സെഡ് എടുക്കാം, വാട്ട് എവർ നിങ്ങൾക്ക് എടുക്കാം. അതൊന്നും ഒരു പ്രസക്തിയും ഇല്ല ഇവിടെ കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്ന വേരിയബിൾ എന്താണ്? വൈ ആണ്. വൈ എന്താ എടുക്കുന്നത് വെച്ചാൽ ഈ 1 + x ഒരു കാര്യം ചെയ്യാം സാർ, നന്നായി ശ്രദ്ധിച്ചോട്ടോ, നന്നായി മനസ്സിലാക്കണം, അല്ലെങ്കിൽ നല്ല പ്രശ്നം ഉണ്ടാവും. നന്നായി ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഇതുവരെ പറഞ്ഞ പോലെ ഇനി പറഞ്ഞ നന്നായി ശ്രദ്ധിച്ചോ. 1 + x ശ്രദ്ധിച്ചോ, ഒരൊറ്റ കാര്യത്തിൽ പഠിക്കാനുള്ളൂ. ഇത് ക്ലിയർ ആയ പരിപാടി കഴിഞ്ഞു. 1 + x y ആക്കി എടുത്തു, അല്ലെങ്കിൽ y = 1 + x ആക്കി എടുത്തു. അതായത് ആ റൂട്ടിൻ്റെ ഉള്ളിലുള്ള മൊത്തം ഫംഗ്ഷൻ ഉണ്ടല്ലോ 1 + x, അതിന് ഞാൻ എന്തായിട്ട് y ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്താണെന്നറിയോ? ഇത് കംപ്ലീറ്റ് എക്സിലല്ലേ, ഇത് കംപ്ലീറ്റ് മാറ്റാൻ പോവാം വൈയിലോട്ട്. അപ്പോൾ സാറൊന്ന് മാറ്റി തുടങ്ങാം. സാറേ റൂട്ട് 1 + x സാറ് y എടുത്തു, -1 അങ്ങനെ കിടന്നോട്ടെ. y സാറേ ഇവിടെ ലിമിറ്റ് ഉണ്ട് നോക്കേ. ഇതുവരെ എല്ലാവർക്കും എഴുതാലോ. ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറ മക്കളെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. സാറേ ലിമിറ്റ് അവിടെ എടുക്കാം. റൂട്ട് x + 1 y എന്ന് എടുത്തു, മൈനസ് കോൺസ്റ്റന്റ് അതിനങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ് എന്താ നോക്കിട്ടാ. ഇവിടെ ഞാൻ എക്സിനെ നിർത്തിയാൽ നിങ്ങൾ പറ, ഈ y ഇവിടെ ഉണ്ട്, ഈ 1 ഇങ്ങോട്ട് വന്നാൽ എന്താ? -1. അപ്പോൾ ഞാനിവിടെ എക്സിന് പകരം ഞാൻ എന്ത് കൊടുക്കണം? y - 1. ഇനി ആകെ ഒരു ചേഞ്ച് ഉള്ളൂ, ലിമിറ്റ് മാറ്റം മാത്രമേ ഇനി ഒരു കുട്ടിക്ക് പഠിക്കാനുള്ളൂ എക്സാമുകളിൽ. ലിമിറ്റ് മാറ്റം കൂടെ പഠിച്ചാൽ പരിപാടി കഴിഞ്ഞു. ഇതുവരെ ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഞാൻ ഇതുകൊണ്ട് ഇവിടെ നിന്ന് വായിച്ചു കളയുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ y - 1 നിങ്ങൾ എഴുതി കാണുമെന്ന് വിചാരിക്കണേ മക്കളെ. ഇനി ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലിമിറ്റ് എന്ത് മാറ്റുന്ന?
എല്ലാ വൈയിലും വൈ നമുക്ക് ലിമിറ്റ് ചുമ്മാ അങ്ങനെ എക്സ് എന്ന് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ വളരെ മോശം, അതൊക്കെ വൈയില. എക്സ് ഇവിടെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇനി ലോജിക്ക് ചിന്തിച്ചോ, നന്നായി ശ്രദ്ധിച്ചോ. y = 1 + x ആണ് കേട്ടോ. ഇവര് പറയുന്നത് എന്താ? എക്സ് 0 ആകുമ്പോൾ, എക്സ് 0നോട് അടുക്കുമ്പോൾ നിങ്ങൾ പറ, എക്സ് 0 ആയാൽ എന്താ അവസ്ഥ? വലിയ കോമഡി. എക്സ് 0 ആയാൽ എന്താ അവസ്ഥ? വൈ വാട്ട് ഈസ് വൈ? എക്സ് 0 ആയാൽ സാറേ വൈ 1 ആ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാ? എക്സ് 0 ആയാൽ വൈ എത്രയാ? എക്സിന് 0 കൊടുത്ത വൈ എത്രയാ? 1 ആ. പക്ഷേ ഇവിടെ എക്സ് 0 ആണോ? അല്ല. എക്സ് എന്തിനോട് അടുക്കുന്നു? 0നോട് അടുക്കുന്നു. നമ്മൾ ആ സിനിമയിൽ പറയില്ലേ, അപ്പൊ ആ പാത്രത്തിൽ ചാവിയോടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. സോ നന്നായി ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. എക്സ് 0 ആയാൽ വൈ 1 ആ. പക്ഷെ എക്സ് 0 ആണോ? അല്ല. എക്സ് 0നോട് അടുക്കുന്നു. അപ്പൊ എക്സ് 0 ആയാൽ വൈ 1 ആ. പക്ഷെ എക്സ് 0നോട് അടുക്കുന്നു. വൈ എന്തിനോട് അടുക്കും? വൈ എന്തിനോട് അടുക്കും? 1നോട് അടുക്കും. എക്സ് 0 ആയാൽ വൈ = 1. ഡൗട്ട് ഇല്ലല്ലോ? എക്സ് 0 ആണോ ക്വസ്റ്റ്യനിൽ? അല്ല. എക്സ് 0നോട് അടുക്കും. എക്സ് 0നോട് അടുത്ത് 0 ആയ വൈ 1, പക്ഷെ 0നോട് അടുക്കുമ്പോൾ വൈ എന്തിനോട് അടുക്കും? വൈ 0നോടാണല്ല, വൈ 1നോട് അടുക്കും. അപ്പൊ എക്സ് 0നോട് അടുക്കുമ്പോൾ വൈ എന്തിനോട് അടുക്കണം നമ്മൾ എഴുതണം? y → 1. ഇത് തെറ്റിക്കരുത് കേട്ടോ, ഇത് കറക്റ്റ് എഴുതണം. ഞാൻ വേറെ കളറിൽ തന്നെ എഴുതിയിട്ടുണ്ട്, y → 1. ഇപ്പൊ നോക്കി നോക്കി, എല്ലാ വൈയിലും സാറേ റൂട്ട് വൈ വാട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. റൂട്ട് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y⁻². എന്താ സാറ് പറയുന്നത്? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ x⁻½ ആണ്. നമ്മൾ പഠിക്കണം, ട്രിഗണോമെട്രിക്കൽ വാല്യൂ ആ. റൂട്ട് എക്സ് = x⁻². അപ്പൊ റൂട്ട് വൈ = y⁻½ ആണ്. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കടാ, ലിമിറ്റ് y → 1. റൂട്ട് വൈ നമുക്ക് എന്താക്കാം? y⁻½ ആക്കാം. 1 y - നമ്മളെ രണ്ടാമത്തെ പഠിച്ച പ്രോപ്പർട്ടി തിയറത്തിലോട്ട് കണക്ട് ചെയ്തേ. സാറേ വൈയുടെ മണ്ടമ്മ n ആണെങ്കിൽ ഈ 1ന്റെ മണ്ടമ്മൽ n ഇടണ്ടേ? നമുക്ക് തോന്നിയ നമ്പർ ഇട്ട് വിടാം. കാരണം 1ന്റെ മണ്ടമ്മ എന്തിട്ടാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ 1/2 തട്ടിക്കോ. അപ്പൊ ഇവിടെയും 1/2 ആയി, ഇവിടെയും 1/2 ആയി. സോ പ്രോപ്പർട്ടി മാച്ച്ഡ് ആയി അല്ലെ? y - 1 y - 1 y - 1 അല്ലെ? ടോട്ടലി പ്രോപ്പർട്ടി ആയി. സോ പ്രോപ്പർട്ടി പ്രകാരം എന്താ? വാട്ട് ഈസ് ദി ആൻസർ? പറ, വാട്ട് ഈസ് ദി ആൻസർ? തിയറ അപ്ലൈ ചെയ്യുന്നു. n × സാർ ½ × a അല്ലെ? ഇതിന് തിയറ നമ്മൾ അപ്ലൈ. n × a എത്രയാ? 1. n - 1 ½ - 1 ½ × 1ന്റെ പവറിൽ എത്ര ഇട്ടാലും 1. ഇത് മൈനസ് എന്ത് ചെയ്തിട്ടും കാര്യം, ½ - 1 -½ 1ന്റെ പവറിൽ എന്തിട്ടാലും 1 തന്നെ. സോ 1 × ½ എന്താണ് ആൻസർ? ½ ഈസ് ദ ഫൈനൽ ആൻസർ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ഒക്കെ ഒരുപാട് വട്ടം ചോദിച്ചതാണ്. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊന്നുമില്ല ഇത് വരും പറ്റില്ല എന്നുള്ളത്. ഞാൻ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അതേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അല്ലാണ്ട് എനിക്കിപ്പോൾ നാളെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നതാണെന്ന് 100% ഞാൻ അങ്ങനെ പറഞ്ഞു. ഈ 30 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 30 ക്വസ്റ്റ്യൻ്റെ ഉള്ളിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടി. ഓക്കെ, അതല്ലാണ്ട് ഈ ക്വസ്റ്റ്യൻ വരുമോ? കാരണം ഇതൊക്കെ റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് അത് ഈ ലോകത്ത് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ മനസ്സിലായില്ലേ? അത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ അടിച്ചു മാറ്റിയത് അത്ര മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസിൽ ഒരു കൺവെൻഷനും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതേപോലത്തെ 30 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് എൻ്റെ മാക്സിമം എഫേർട്ടിൽ ഞാൻ NCERT കവർ ചെയ്ത് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണ്. ഇത് എൻ്റെ ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. സോ ഞാൻ പറയുന്നു ഈ 30 ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ ആ ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നുള്ളത്. എനിക്ക് അത്രയും നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ 30 ക്വസ്റ്റ്യൻ കാണാം, അതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സാറേ ഈ ക്വസ്റ്റ്യൻ ഒന്നും ഞങ്ങൾ കണ്ടില്ല. ഇതാണ് പ്രശ്നം. നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ഇനി വരിക. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ടെൻഷൻ ആവണം. ചിലപ്പോൾ ഇത് പഠിച്ചു ഇത് വന്നോളന്നില്ല. പക്ഷെ നമ്മൾ ആ ടെക്സ്റ്റ് NCERT നല്ല വൃത്തിക്ക് കവർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ആളുകളും എല്ലാ ക്വസ്റ്റ്യനും പരമാവധി പഠിക്കുക, ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക കേട്ടോ. ലിമിറ്റ് x → to x⁻p - 2⁻p / x - 2 192 then p. വാട്ട് ഈസ് p? സോ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സാർ ഈ പ്രോപ്പർട്ടി ഏകദേശം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതെ, ലിമിറ്റ് x → to a x⁻n. ആ n പകരമൊക്കെ അവിടെ p നട്ടുക്കുന്നവർ ഒരു p കൊടുത്തിക്കാണ്. ക്വസ്റ്റ്യൻ തെറ്റിയതൊന്നല്ല. ഓക്കെ, ഈ പ്രോപ്പർട്ടി പ്രകാരം എന്താ? അത് പ്രോപ്പർട്ടി പ്രകാരം എന്താ? അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി പ്രകാരം എഴുതാം n × p × a⁻n - 1. ഇത് എഴുതാൻ എല്ലാവർക്കും ഡൗട്ട് ഇല്ലല്ലോ. കാരണം n പകരം അല്ലേ സെയിം ക്വസ്റ്റ്യൻ ആണ്. n പകരം p ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എഴുതി = 192. ഇങ്ങനെ എനിക്ക് എഴുതാം. ഇവിടെ p വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഈ 192 സാറേ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം മക്കളെ? നിങ്ങൾ ഇതിനെ 192 ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. 2ന്റെ ടേബിളിൽ സാർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 192 ഒന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. സാർ ഇനി വാല്യൂ തെറ്റണ്ടാച്ചിട്ടാണ് സാർ ബുക്കി നോക്കുന്നത്. നിങ്ങളിത് എക്സാമിന് പറഞ്ഞുതരാം. 192 2 കൊണ്ട് ടേബിൾ കൊണ്ട് കട്ടാക്കാം. അപ്പോൾ 192 പകുതി എത്രയാടാ? 96 ആണ്. വീണ്ടും 2 കൊണ്ട് കട്ടാക്കാം. വീണ്ടും 2 കൊണ്ട് കട്ടാക്കിയാൽ 48 വരും. വീണ്ടും 2 കൊണ്ട് കട്ടാക്കിയാൽ 24 വരും. വീണ്ടും 2 കൊണ്ട് കട്ടാക്കിയാൽ 12 വരും. വീണ്ടും 2 കൊണ്ട് കട്ടാക്കിയാൽ 6 വരും. അവിടെ നിൽക്കട്ടെ. സോ 1 2 3 4 5, അതായത് 2⁵ × 6 എന്ന് കിട്ടി. 2⁵ × 6 എത്ര? 192 ആണ്. നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ കൊടുത്തോ, ആൻസർ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ സാർക്ക് ഈ ഐഡിയ എങ്ങനെ കിട്ടി? 2⁵. സാർ ഇനി 6 കഴിഞ്ഞ് വീണ്ടും 2 കൊടുത്തിട്ട് 3 ആക്കി കൂടെ. നിങ്ങൾ പറ, ഇവിടെ 5 വന്നു, അതിൻ്റെ ഒന്ന് കുറവ്. കാരണം നിങ്ങൾ നോക്കി നോക്കേ,
n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 എന്നല്ലേ. അതായത് ഇവിടുത്തെ ഒരു നമ്പർ എന്താണോ ആ നമ്പറിനെക്കാട്ടി കുറവായിരിക്കില്ലേ പവറിൽ. ഈ കോൺസെപ്റ്റ് എന്താ? ഇപ്പോൾ സപ്പോസ് ഇവിടെ 6 ആണെങ്കിൽ എയുടെ മണ്ടം എത്രയായിരിക്കും? n ആണെങ്കിൽ ഒന്ന് കുറവ് എന്നല്ലേ, 5 എന്നല്ലേ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇവിടുത്തെ നമ്പർ 6 ആണെങ്കിൽ കുറവ് 5 എന്നല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേണിൽ ഇത് എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ സൊല്യൂഷൻ പ്രകാരം ഞാനിതൊന്ന് വായിച്ചു കളയുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ പ്രകാരം ഇപ്പോൾ എന്താ? p ഇൻറ്റു 2 റേസ് ടു p മൈനസ് 1 എന്നാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. 192 ഇപ്പോൾ എന്ത് എഴുതാം? 6 ഇൻറ്റു 2 റേസ് ടു 5 എന്ന് എഴുതാം. ഈ 6 ഇൻറ്റു 2 റേസ് ടു 5 ആണെങ്കിൽ 192. അപ്പോൾ അതൊരു ഐഡിയ പഠിച്ച് വെക്കുക. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 6. അപ്പോൾ നിങ്ങൾ എക്സാമിന് കറക്റ്റ് സെയിം ക്വസ്റ്റിനൊക്കെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓർത്ത് വരിക, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 6 ആണ്. അത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 192 ലിസ്റ്റ് ചെയ്ത പോലെ നിങ്ങൾ എഴുതാം. അപ്പോൾ ഇത് പ്രകാരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഇത് പ്രകാരം നമുക്ക് നോക്കുകയാണെങ്കിൽ പീനെ ഇവിടുന്ന് ഒറ്റയടിക്ക് നോക്കിയാൽ തന്നെ പീനെ കിട്ടും. വാട്ട് ഇസ് എ പി? പി ഈക്വൽ ടു 6. ഇനി അതല്ല, ഇവിടുന്ന് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്താം. പി മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? പി മൈനസ് 1 ഈക്വൽ ടു 5. പി ഈക്വൽ ടു എത്ര കിട്ടും? മൈനസ് 1 അങ്ങോട്ട് ചാടിയ പ്ലസ് 1. പി ഈക്വൽ ടു 6. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പിയുടെ ആൻസർ കിട്ടും. ഒന്നുകിൽ ഡയറക്റ്റ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത നമ്പർ നോക്കിയിട്ട് തന്നെ പീനെ ഐഡന്റിഫൈ ആവുന്നുള്ളൂ. ഇതൊക്കെ ക്വസ്റ്റ്യൻ എക്സാമിന് വരും. ടെക്സ്റ്റിൻ്റെ ഉള്ളതാണ്, NCERT-ലുള്ളതാണ് കേട്ടോ. പറയാത്തവരൊക്കെയാണ് ഇതൊക്കെ പഠിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ലെവലിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങ് ടൈറ്റ് ചെയ്യും ക്വസ്റ്റിനെ. കാരണം നമ്മളിത് എങ്ങനെ വന്നാലും നമ്മളിത് പിടിക്കും കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടെക്സ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഞാൻ ഔട്ട് സൈഡ് എവിടെ നിന്ന് എടുത്തോളന്നല്ലേ. പ്യുവർലി NCERT ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെ സ്കൂളിൽ ചിലപ്പോൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവില്ല, സമയത്തിന്റെ പ്രശ്നം ഉണ്ടായിരിക്കാം. ട്യൂഷൻ സെന്ററിൽ എടുത്തോളന്നില്ല. കാരണം ട്യൂഷൻസിന് ഒരുപാട് പരിമിതികളുണ്ട് അല്ലേ. സമയം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞായറാഴ്ച ക്ലാസ്സിനൊക്കെ പോയ കുട്ടികളായിരിക്കും. ഈവൺ യൂട്യൂബ് ചാനലിൽ കണ്ടമാനിട്ട് വെറുപ്പിക്കൂല. പക്ഷേ ഇതിലൊക്കെ ഉള്ള റിസ്ക് എന്താ? ക്വസ്റ്റ്യൻ ഒന്ന് ലെവലിൽ മാറി വന്നു കഴിഞ്ഞാൽ നമ്മളിത് തെറ്റും. ഇത് പ്രകാരം നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു പേടിയും പഠിക്കണ്ട. നമ്മൾ ഗവൺമെന്റ് പറഞ്ഞ പോലെ NCERT കറക്റ്റ് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേടിയില്ല, ആരും പേടിയില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. സോ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a പ്ലസ് ബി എക്സ്. സാറേ എന്താണ് സാറേ പ്ലസ് 1 ആയിരിക്കും പേടി? പ്ലസ് 2കാർക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും, വലിയ പ്രശ്നം ഉണ്ടാവില്ല. പ്ലസ് 1 ആയിരിക്കും പേടിയാ. സാർ ഇവിടെ 3 ഫംഗ്ഷൻ ഉണ്ട്, 1, 2, 3. അതൊക്കെ ഡൊമൈന് തന്നിട്ടുണ്ട്. ഒന്നിനും വാ പൊളിച്ചിരിക്കുന്ന ഭാഗം 1, ഒന്നിനും കാട്ടിയും ചെറുത് എക്സ് വന്നാൽ a പ്ലസ് ബി എക്സ്. 1 എക്സാക്ട്ലി വന്നാൽ 4 ആണ് ഫംഗ്ഷൻ എടുക്കേണ്ടത്. ഒന്നിനും കാട്ടിയും വലുത് വാ പൊളിച്ചിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് അല്ലെ, ഒന്നിനും കാട്ടിയും വലുത് വന്നാൽ b മൈനസ് എക്സ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1. വാട്ട് ആർ ദ പോസിബിൾ വാല്യൂ ഓഫ് a and b എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആക്ച്വലി ഒരു സോൾവ് ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് എക്സാമിന് വന്നാൽ ചെയ്യേണ്ട ശ്രദ്ധിക്കണം. അതായത് ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബേസിക്കലി നമുക്കിവിടെ നമ്മൾ പഠിക്കണം. LHL RHL എന്നൊക്കെ പറയും. ഒന്നുമില്ലടാ, ജനറലി ഇത്രയേ ഉള്ളൂ. ലിമിറ്റ് ഇതൊരു +2 കൂടെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ +1 ഉള്ളതാണ്, ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് സി ആണ്. ഇങ്ങനൊരു തിയറം ഉണ്ട്. ഇത് ലിമിറ്റിൻ്റെ ആധികാരികമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന തീരാണ്. ഇത് ഞാൻ പുറത്തുനിന്ന് എടുത്തൊന്നുമില്ല. NCERT ടെക്സ്റ്റ് ബുക്കിലെ പ്യൂർലി സാധനമാണ് ഈ പറഞ്ഞത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്പർ ലൈൻ്റെ ഇടത് ഭാഗം എന്താ? നെഗറ്റീവ് അല്ലേ? ദാറ്റ് ഈസ് സി മൈനസ് ഫംഗ്ഷൻ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. ഇതാണ് നമുക്കിത് ജനറലി ടെക്സ്റ്റ് ബുക്കിലെ തീറാണ്. ഈ തീറപ്രകാരമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. അപ്പോൾ അവർ ഇത് നിങ്ങൾ +1 ആയതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി NCERT ഉള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അവർ ഓൾറെഡി ഹിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട. അതൊരു കുട്ടിക്ക് ഇത് അറിയില്ല. ഇത് അറിയില്ലെങ്കിൽ കൂടി കുഴപ്പമില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് +2 ഓൾറെഡി ഇവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ +1 നിങ്ങൾ ഇത് അറിയില്ലെങ്കിൽ കൂടി അത് പഠിക്കാതിരിക്കാൻ തന്നെ ഹിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അറിയില്ല, നിങ്ങളത് മായ്ച്ച് കളഞ്ഞേക്ക്. അവിടെ ഉണ്ട് ഹിന്റ്. അപ്പോൾ ഹിന്റ് പ്രകാരം നോക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിൽ 1 മൈനസ് ആ. അവിടുത്തെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1 ആണ്. അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇത് 1 എന്നാ. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയതുകൊണ്ട് 1 മൈനസ്, റൈറ്റ് ഹാൻഡ് സൈഡ് ആയതുകൊണ്ട് 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1. ഓക്കെ, ഇങ്ങനെയാവും. അപ്പോൾ രണ്ട് ഇക്വേഷൻ സോൾവിങ് ആ. 2 സാധനങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ 2 ഭാഗം കിട്ടണം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് നോക്കിട്ടാ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ്. അത് ഒന്നിനും കാട്ടി ചെറുത് വരുന്ന എഫ് ഓഫ് എക്സ് പറയാം. ഒന്നിനും കാട്ടി ചെറുത് വരുന്ന എഫ് ഓഫ് എക്സ് എന്താ? a പ്ലസ് ബി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1 എത്ര? എക്സ് 1 ആകുമ്പോൾ എഫ് ഓഫ് 1 എത്രയാണ്? 4 ആണ്. നേരെ ആൻസർ മാത്രം എഴുതിയാൽ മതി. സോ എക്സിന് 1 ലിമിറ്റ് അപ്ലൈ. ഇവിടെ 1 മൈനസ് എന്ന് പറഞ്ഞാൽ 1 ലിമിറ്റ് അപ്ലൈ. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? a ഇൻറ്റു a പ്ലസ് ബി ഇൻറ്റു 1 ഈക്വൽ ടു 4. സിംപ്ലി നമുക്ക് എന്ത് കിട്ടി? a പ്ലസ് ബി ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ഇതേപോലെ ഇവിടെ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഒന്നിനും കാട്ടി വലുത് ഏതാ വാപ്പൊളിച്ചിരിക്കുന്നത്? b മൈനസ് എ എക്സ് ആണ്. ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇവിടെ എക്സിന് 1 കൊടുത്താൽ b ഇൻറ്റു എ ഇൻറ്റു 1 ഈക്വൽ ടു എന്ത് വരും? 4 കിട്ടും. b മൈനസ് എ ഈക്വൽ ടു 4 കിട്ടും. എന്താണ് ഇവിടെ കാണുന്നുണ്ടോന്ന് അറിയില്ല. b മൈനസ് എക്ക് 1 കൊടുത്താൽ b മൈനസ് എ ഈക്വൽ ടു 4. ഓക്കെ, b മൈനസ് എ ഈക്വൽ ടു 4. ഈ 2 ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നു b മൈനസ് എ ഈക്വൽ ടു 4. ഞാൻ
ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് സോൾവ് ചെയ്യണം. ജസ്റ്റ് ഇത് ഇവിടെ ആഡ് ചെയ്യാം. നമ്മൾ നോക്കിയാൽ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം, കൂട്ടിയാൽ മതിയടാ. സോ എ പ്ലസ് മൈനസ് എയും ക്യാൻസൽഡ് ആയി. സോ ബി പ്ലസ് ബി എന്ത് കിട്ടൂടാ? 2b. റൈറ്റ് ഹാൻഡ് സൈഡ് കൂട്ടുക. 4 + 4 എത്രയാടാ? 8. ബി ഈക്വൽ എന്ത് വരടാ? 8/2. ബി ഈക്വൽ എത്ര കിട്ടൂടാ? 4 കേട്ടോ. ബി നമുക്ക് 4 കിട്ടും. ബി 4 കിട്ടി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ a + b ഈക്വൽ നോക്കടാ. a + b = 4 ആണ്. ഇതിൽ നമ്മൾ ബിയുടെ സ്ഥാനത്ത് 4 കൊടുത്താൽ എന്ത് കിട്ടടാ? a + 4 = 4. a ഇവിടെ നിർത്തി കഴിഞ്ഞാൽ 4 + 4 അങ്ങോട്ട് പോയാൽ -4. 0 എന്ത് കിട്ടും? സോ ആൻസർ എന്ത് കിട്ടൂടാ? 0. ഇതൊക്കെ നിങ്ങൾ പഠിക്കുക, ഇതൊക്കെ എക്സാമിന് വരാം കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. 100% ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നില്ല, ടെക്സ്റ്റിന്റെ എക്സസൈസിലാണ്. കാരണം നിങ്ങൾക്ക് എന്ത് വന്നാലും ആൻസർ ചെയ്യുക എന്നുള്ളതാണ് സാറ് ഈ പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ടായിട്ട് വൺസ് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യാടാ, മറ്റുള്ളവർക്ക് ടഫ് ആവട്ടെ, നമുക്ക് ആൻസർ ശരിയാക്കാലോ. പണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും പറഞ്ഞോട്ടെ ടഫാണെന്ന്, പക്ഷെ നമുക്ക് അഭിമാനിക്കാലോ ഞാൻ ആൻസർ ചെയ്തിരിക്കണമെന്നുള്ളത്. മറ്റുള്ളവരൊക്കെ പറഞ്ഞോട്ടെ ടഫാണ്, കാരണം അവർ ഈ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, കാരണം സ്കൂളിൽ നിന്ന് ചെയ്തിട്ടില്ല, എവിടെ നിന്ന് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഗവൺമെന്റ് ഏത് രീതിയിൽ നമ്മളെ പരീക്ഷിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല +1 നമുക്ക് നല്ല നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് +2 കൂടെ ഹെൽപ്പ് ആടാ കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കടാ. ലിമിറ്റ് x → -1 x⁵5. എടാ ആക്ച്വലി ഇവിടെ x-ന് -1 കൊടുത്താൽ എന്താ സംഭവിക്കുക? -1 all⁵5 + 1 ഡിവൈഡഡ് -1. ഇതും 0/0. കാരണം -1⁵5 എത്രയാണ്? -1 ആണ്. സോ -1 പ്ലസ് ഇത് 0/0 ഫോം ആണ്. പക്ഷെ ഇത് എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഇതൊക്കെ എക്സാമിന് ചോദിക്കാം. സോ ഇത് ചെയ്യുന്നത് ലിമിറ്റ് x → -1 x⁵5 പ്ലസിനെ മാറ്റി നമുക്ക് മൈനസ് ആക്കി കൊടുക്കാം. ഇതിന് ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. സാർക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പം. ഇങ്ങനെ ആക്കാം. സോ ഇത് ജനറൽ ഫോർമായിട്ട് പാക്കായി. ഇപ്പോൾ ഇത് മൈനസ്, രണ്ടിലും കോമൺ മൈനസ്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും കോമൺ a എന്തായി? ഈ -1 a ആയി, -1 a ആയി. എക്സിൻ്റെ പവറിൽ 5 അല്ലേ? അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മണ്ടം എന്ത് കൊടുക്കാം? കാരണം 5 എന്ന് കൊടുക്കാം. കാരണം -1 all⁵5 എന്ന് പറഞ്ഞാൽ എന്താണ്? -1. അപ്പോൾ -1 ക്യാൻ ബി റിട്ടൺ ആസ് -1⁵5 എന്ന് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അല്ലേ? അപ്പോൾ ഇത് ഓൾറെഡി പ്രോപ്പർട്ടി ആയിട്ട് മാച്ച് ആയി. നോക്ക്, ഇത് നമ്മളെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് മാച്ച് ആയി. ഈ പ്രോപ്പർട്ടി പ്രകാരം n എത്രയാ? പറ, n എത്രയാ? 5 × a എത്രയാ? -1. n - 1 എന്ന് പറഞ്ഞാൽ 5 - 1 അല്ലേ? n × a⁻n-1. സോ വാട്ട് ഈസ് ദ ആൻസർ? 5 × -1 എത്ര കിട്ടും? 4 കിട്ടും. സോ -1 അല്ലേ? -1 ഈവൺ വന്നാൽ 1 ആണ് വരിക. സോ 5 × 1 5 അല്ലേ? -1 all⁴4 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 1 ആണ് വരിക അല്ലേ? സോ നമുക്ക് ആൻസർ എത്ര കിട്ടൂടാ? 5 എന്ന് കിട്ടും. അപ്പോൾ ഇത്തരത്തിലൊക്കെ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം? തിരിപ്പിച്ചും മറിച്ചൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമ്മളിത് പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി, വേറെ ആർക്ക് പോകുന്നു കേട്ടോ? സ്ക്രീൻഷോട്ടേ. സോ 27ാമത്തെ ക്വസ്റ്റ്യൻ വളരെയധികം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എടാ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് x → 0 cos 2x - cos x -1. ഇത് ട്രിഗ്നോമെട്രിക് സെക്ഷനിലോട്ടാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഇനി ഏറ്റവും ഭീകരമായിട്ടുള്ള സെക്ഷൻ എന്നൊന്നും പറയുന്നില്ല, ഇനി ട്രിഗ്നോമെട്രിക് സെക്ഷൻ ആണ്. ആർക്കെങ്കിലും ട്രിഗ്നോമെട്രിക് സെക്ഷൻ ഒന്ന് കണ്ടു വെക്കുക. നിങ്ങൾ വലിയ ടെൻഷൻ ആണെങ്കിൽ ഇതുവരെ വൈൻഡപ്പ് ചെയ്തിട്ട് നിങ്ങൾ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല, നിങ്ങൾക്ക് ഒന്നും കൂടെ ട്രിഗ്നോമെട്രിക് സെക്ഷൻ ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ട്രിഗ്നോമെട്രിക് സെക്ഷൻ വരും. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, എന്നെ കൊണ്ട് പറ്റും. കാരണം ഞാൻ പറഞ്ഞാൽ നിങ്ങളൊന്നും കാണാതെ ഞാൻ ഇവരെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും കാണാതെ ഇതുവരെ പഠിപ്പിച്ചു. 27ാമത്തെ ക്വസ്റ്റ്യനിലാണ് നിങ്ങളോട് ചോദിക്കുന്നത്. 30 ക്വസ്റ്റ്യനിലെ 27ാമത്തെ ക്വസ്റ്റ്യനിലാണ് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും കാണാപ്പാഠം പഠിക്കാൻ പറഞ്ഞ ഇല്ല. ഇനിയും ഞാൻ നിങ്ങളോട് പറയില്ല. പോരെ, ശ്രദ്ധിക്കുക. ട്രിഗ്നോമെട്രിക്കും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണാപ്പാടൊന്നും പഠിക്കണ്ട. ശ്രദ്ധിക്കടാ. ലിമിറ്റ് x → 0 cos 2x - 1 / cos x - 1. നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ, cos 2x ഒക്കെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ മാത്സിന്റെ റൂൾ, ഇവിടെ ഡയറക്റ്റ് നേരെ പോ സാർ, അതാദ്യം അപ്ലൈ ചെയ്യണമല്ലോ സാർ. എല്ലാ ക്വസ്റ്റ്യനിലും നേരെ പോകണമല്ലോ. 2 × 0 0 അല്ലെ? cos 0 1 അല്ലേ? -1 അല്ലേ? cos 0 1 ഒറ്റയടിക്ക് 1 - 1 അല്ലേ? ന്യൂമറേറ്റർ അല്ലേ? 1 - 1 0/0 അല്ലേ? അതൊക്കെ എഴുതണം. cos 0 1 അല്ലേ? 0/0 ഫോം അല്ലേ? അപ്പോൾ 0/0 ഫോം ആണ്. നേരെ പോ നടക്കൂല. അപ്പോൾ ഇനി ചെയ്യേണ്ട മെത്തേഡ്, ഈ പ്രോബ്ലം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂടാ. മാത്സിന്റെ റൂൾ നമ്മൾ എടുത്ത് അപ്ലൈ ചെയ്യുന്നു. മുകളിൽ ഞാനൊരു മൈനസ് കൊടുത്തു, താഴെയും ഞാൻ മൈനസ് കൊടുക്കുന്നു. ഓക്കെ, താഴെ മുകളിലും ഞാൻ മൈനസ് കൊടുക്കുക. അത് മാത്സിന്റെ റൂളാണ്. മുകളിൽ മൈനസ് കൊടുത്ത് താഴെ മൈനസ്. അപ്പോൾ മൈനസ് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. -*−, സോ വാട്ട് ഈസ് എ പ്രോബ്ലം എങ്ങനെ ചേഞ്ച് ആവും? കാരണം ഇത് നമ്മൾ ട്രിഗ്നോമെട്രിക്കിന്റെ ഐഡന്റിറ്റീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. വളരെ സിമ്പിൾ, ഒരു ടഫ് ഒന്നുമല്ല. സോ മൈനസ് ഇൻറ്റു എന്ത് വരടാ? -cos 2x. മൈനസ് ഇൻറ്റു മൈനസ് എന്ത് വരടാ? +1 ഡിവൈഡ് ബൈ മൈനസ് ഇൻറ്റു cos x എന്ത് വരടാ? പറ -cos x +1. ഇങ്ങനെ ആയി മാറും. നമുക്ക് ആദ്യം പോസിറ്റീവുകൾ തിരിച്ചെഴുതല്ലേ? സോ എന്ത് വരും? ലിമിറ്റ് x → 0 എന്ത് വരടാ? പോസിറ്റീവ് ഉള്ളത് ആദ്യം ഇങ്ങോട്ട് എഴുതാം. സോ 1 - cos 2x മൈനസ് ഡിവൈഡ് ബൈ 1 - cos x. ഈ സ്റ്റെപ്പ് എങ്ങനെ എഴുതാലോ? എടാ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് 1 - cos 2x എങ്ങനെ എഴുതാന്നുള്ള. ശ്രദ്ധിച്ചോ, cos² x എന്ന് പറഞ്ഞാൽ 1 + cos 2x/2 ആടാ. അതുപോലെ sin² x എന്ന് പറഞ്ഞാൽ 1 - cos 2x/2 ആണ്.
എടാ ഇതിൽ ട്രിക്ക് ഉണ്ടാ C+, പഠിച്ചോടാ C++ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാം അല്ലേ C+. ഒബ്വിയസ്ലി സൈൻ എന്ന് പറഞ്ഞാൽ മൈനസ്, അത് നിങ്ങൾ പഠിക്കുക, ഐഡന്റിറ്റി ആണ്. സോ നമുക്ക് ഇവിടെ വേണ്ടത് മൈനസ് ഉള്ളതല്ലേ, ഇപ്പോൾ ഇവിടെ മൈനസ് ഉള്ളതല്ലേ വന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇത് മതി, ഇപ്പോൾ നമുക്ക് ഇത് വേണ്ട. അപ്പോൾ നമ്മൾ ഇത് ഈ 2 ഇങ്ങോട്ട് വന്നാൽ എന്ത് വരോടാ, 2 sin square equal to 1 minus cos 2x. നമുക്ക് മനസ്സിലായി 1 minus cos 2x എവിടെ കണ്ടാലും നമുക്ക് എന്ത് കൊടുക്കാം, 2 sin square x എന്ന് കൊടുക്കാം. സോ നമുക്കിവിടെ കാണാനുണ്ട് 1 minus cos 2x അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ 1 minus cos 2x റീപ്ലേസ് ചെയ്യാണ്. ഞാനെന്താ ഈ ക്വസ്റ്റ്യൻ ഇവിടുന്ന് വായിച്ച് കളയാണ്. 1 ലിമിറ്റ് x ടെൻസ് 0, 1 minus cos 2x ഞാൻ എന്ത് കൊടുക്കുന്നത്, 2 sin square x ഡിവൈഡഡ് ബൈ താഴെ എന്താ ഉള്ളത്, 1 minus cos x. സാർ അതിനെന്തെങ്കിലും കൊടുക്കണം, വേണ്ട, അതവിടെ കൊടുന്നോട്ടെ. എഴുതി സ്ക്രീൻഷോട്ട് അടിക്കും. സോ അതിനുശേഷം നമ്മൾ പഠിക്കുന്ന സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഇതാണ് ആകെ അറിയുന്ന ഫോർമുല അല്ലേ. ചില ആളുകൾക്കുണ്ട് +1 എനിക്ക് ആകെ അറിയുന്ന ഫോർമുല സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1. അപ്പോൾ ഇതവിടെ ആവശ്യമാണ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എന്താവും, പറ, 1 പ്ലസ് കോസ് സ്ക്വയർ അങ്ങോട്ട് പോയാൽ എന്താവും, മൈനസ് കോസ് സ്ക്വയർ എക്സ് ആവും. അപ്പോൾ ഈ സൈൻ സ്ക്വയർ എക്സിനെ ഞാൻ റീപ്ലേസ് ചെയ്യാം. സോ ലിമിറ്റ് x ടെൻസ് ടു 0, സൈൻ സ്ക്വയർ എക്സ് എന്താണ് വരിക, 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ എന്ത് വരോടാ, 1 മൈനസ് കോസ് എക്സ്. നമുക്കറിയാം ഈ 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണോ അല്ലേ, 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാ, ഇല്ല. സോ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പറഞ്ഞോ, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പറയടാ, എന്താ 1 പ്ലസ് കോസ് 2x ഇൻറ്റു എന്താടാ 1 മൈനസ് കോസ് 2x. സാറേ 1 മൈനസ് കോസ് എക്സ് ഉണ്ട്. സോറി 1 മൈനസ് കോസ് 2x അല്ല, 1 മൈനസ് കോസ് എക്സ് കേട്ടാ. 1 minus 1 plus cos x 1 minus cos x. Okay, so 1 minus cos x 1 minus cos x cancelled. So final answer പറഞ്ഞോ, ലിമിറ്റ് x ടെൻസ് ടു 0 1 plus cos x മാത്രമായി. ഇനി നോക്കുക ലിമിറ്റ് ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്തോട്, 1 plus cos 0, cos 0 എത്രയാടാ 1, 1 plus 1 എത്ര മക്കളെ 2. സോ ഇതൊക്കെ നമ്മൾ പഠിക്കണുണ്ടോ സാർ, ചില ആളുകൾ ഡൗട്ട് ഉണ്ടാവും, സാർ ഇത് വേണം ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളെ കൊണ്ട് നടന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ, സാർ അത്രേ പറയുന്നുള്ളൂ കേട്ടാ. പരമാവധി ട്രൈ ചെയ്യുന്നതാണ് സാറിൻ്റെ അഭിപ്രായം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് NCERT ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് x ടെൻസ് 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് സമം, ഇതിൻ്റെ വാല്യൂ ഓൾറെഡി ഇത് 0 ആണ് ഇതിൻ്റെ ഉത്തരം കേട്ടാ. ഇത് ഓൾറെഡി NCERT സൊല്യൂഷനാടാ, ഇതിൻ്റെ ഓൾറെഡി ഉത്തരം 0 ആണ്. സോ 1 മൈനസ് കോസ് എക്സ് എന്താ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ, പറഞ്ഞു സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് 2x ബൈ 2 ആണ്. ഈ 2 ഇങ്ങോട്ട് വന്നാൽ എന്താവും, പറ, 2 സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x. അതായത് സാറ് പറഞ്ഞ പോലെ 1 മൈനസ് കോസ് 2x ആണെങ്കിൽ 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. സോ 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ 2 എവിടെ പോയി, അപ്രത്യക്ഷമാവുന്നില്ല, ഇവിടെ 2 സൈൻ സ്ക്വയർ ആംഗിൾ ബൈ 2 ആവും. ഈ 2 എവിടേക്ക് പോകുന്നു അറിയാം, ആംഗിൾ ബൈ 2 ആവും. അപ്പോൾ ഇവിടെ കാണുക, ഇപ്പോൾ എക്സിന് ഡയറക്റ്റ് കൊടുത്തൊക്കെ 1 മൈനസ് കോസ് 0 ബൈ 0, 0 ബൈ 0 ഫോം ആ, 0 ബൈ 0 ഫോം ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇതിന്റെ സൊല്യൂഷൻ 0 ആണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇവിടെ തരൂല, അപ്പോൾ ഇവിടെ 0 എന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്, നമ്മൾ ക്വസ്റ്റ്യനിൽ 0 ഒന്നും തരുന്നില്ല, മനസ്സിലായി, ഔട്ട്പുട്ട് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിന്റെ പ്രോബ്ലം ചോദിക്കുള്ളൂ. സോ നിങ്ങൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യേണ്ടത്, സോ ഈ പ്രോബ്ലം ചെയ്യേണ്ടത് 1 മൈനസ് കോസ് എക്സ് ഇപ്പോൾ എന്താ പറ, 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതിക്കോ, ലിമിറ്റ് x ടെൻസ് ടു 0 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ എക്സ്. ഈ സ്റ്റെപ്പ് എല്ലാവരും എഴുതും, തെറ്റൊന്നുമില്ലല്ലോ, ഇല്ല കറക്റ്റാ. ഇനി ശ്രദ്ധിച്ചോ, ഈ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, അതായത് സൈൻ എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് ബൈ 2 ഈ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് ആണ് സൈൻ എക്സ് ബൈ അല്ലെ, സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് അല്ലേ, സൈൻ സ്ക്വയർ എക്സ്. ഇനി ഇവിടെ എന്താ ഉള്ളത് സാറേ, എക്സ് ഉണ്ട്. എടാ ഈ 2നെ പിടിച്ച് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഈ 2 ഇവിടെ ഉണ്ടാവില്ല, പക്ഷേ ഈ 2 എവിടേക്കേ പോവുള്ളൂ, ഇവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റില്ല, മാത്സിൻ്റെ റൂൾ തെറ്റായി പോകും. എവിടെ വെക്കാം, ബൈ 2 ഇങ്ങനെ വെക്കാം. ഈ 2നെ വായിച്ചിട്ട് അതിൻ്റെ താഴെ കൊണ്ട് വെക്കണോണ്ട് ഒരു കുഴപ്പമില്ല മാത്സിന്, കാരണം നേരെ കയറി പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള 2നെ പിടിച്ച് അങ്ങോട്ട് താത്തിനോണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ താത്തിയുള്ള ഗുണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളെ പ്രോപ്പർട്ടി പ്രകാരം നോക്ക്, പ്രോപ്പർട്ടി നമ്മൾ ഒരു തിയർ നമ്പർ 1 എന്താ, ലിമിറ്റ് x ടെൻസ് 0 അല്ലേ, ഇത് സൈൻ എക്സ് ബൈ 2 ആണോ, താഴെ x ബൈ 2 ഉണ്ട് അല്ലേ. സൈൻ എന്താണോ ഉള്ളത് അത് താഴെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പണിയാക്കാം, ഇതിനെന്ത് പറയാം, 1 എന്ന് വിളിച്ചൂടെ, പറ്റും. ബാലൻസിങ് എന്താ ഉള്ളത്, സൈൻ എക്സ് ബൈ 2 ഉണ്ട്. ലിമിറ്റ് എല്ലാവർക്കും കൊടുക്കണ്ടേ, ലിമിറ്റ് x ടെൻസ് 0 അവർക്കും കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ആൻസർ 1 ആണ്. ഇവിടെ നമുക്ക് ലിമിറ്റിൻ്റെ വാല്യൂ കൊടുത്താൽ എന്താ കിട്ടുക, പറ, സൈൻ 0 എന്ത് കിട്ടൂടാ, സൈൻ 0 ബൈ 2. ന്യൂമറേറ്റർ 0 വന്നാൽ എന്താ കിട്ടുക, സൈൻ 0. സൈൻ 0 എന്താ 0, 1 ഇൻറ്റു 0 എന്താ മൊട്ട 0, 0 ഈസ് എ സൊല്യൂഷൻ, 0 ഈസ് എ സൊല്യൂഷൻ. സോ ഇതൊക്കെ നമ്മൾ പഠിക്കണടാ ഏട്ടാ, ഇത് ഞാൻ ചെയ്യുന്നില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ട ഏട്ടാ. അപ്പോൾ ഇത്രയും മതി നമുക്ക്. ഓക്കെ ഏട്ടാ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, നിങ്ങളിത് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. പിന്നെ സാറ് ഇതിൽ ഒരു സാറ് ഒരു തുടക്കത്തിൽ ഒന്ന് വിട്ടില്ല സാറേ, അത് പറയാൻ മറന്നല്ലേ. എവിടെടാ സാർ, എവിടെ ഒരു ക്വസ്റ്റ്യൻ സാറ്
പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് സാറിന് മാറ്റി വെച്ചില്ലേ, അത് ഇനി വരുമോന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് എടുക്കുന്നത്. സാറേ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, എടാ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ നോക്കുക. ഇത് നമ്മൾ ഓൾറെഡി ഫംഗ്ഷനിൽ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഒരിക്കലും എന്തല്ല, ഇതിൻ്റെ ആൻസർ നമുക്ക് ഓൾറെഡി, ഇതിൻ്റെ വാല്യൂ ഇത് നമുക്ക് ഓൾറെഡി പ്ലസ്. എടാ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കിയോ, അത് ഞാൻ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ കിടന്ന് ടെൻഷൻ ആവണം. എടാ നമ്മൾ എന്താ പറയുക, +1 ടൈപ്സ് ഓഫ് ഫംഗ്ഷനിൽ നമ്മൾ പഠിക്കുന്ന, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഇങ്ങനെ ഒരു വട്ടം ഇട്ടിട്ട്, നിങ്ങൾക്ക് ഓർമ്മ ഒക്കെ ഉണ്ടാവും സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മയില്ലടാ സാറേ, ഒരു ഓർമ്മയില്ല, ഒരു ഐഡിയ ഇല്ല, അങ്ങനെയൊക്കെ ചില ആളുകൾ പല ലെവലിലിരിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ. സോ ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു സാധനം, ഇത് ഞാൻ പറഞ്ഞ അഡ്വാൻസ്ഡ് ആണ് സാർ. ഇപ്പോൾ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട, അതിൻ്റെ ട്രിക്ക് പറഞ്ഞുതരാം. എടാ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലേ, ഇങ്ങനെയുള്ള ഈ ഒരു ഫംഗ്ഷൻ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ അത് നമുക്ക് അവിടെ ഫംഗ്ഷനിൽ പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രോബ്ലം എന്താ വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രോബ്ലം ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്, നോക്കട്ടോ, ഇങ്ങോട്ട് മനസ്സിലാക്കിക്കൂടാ. ലിമിറ്റ് x ടെൻസ് ടു 2 - f of x ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 2 + f of x. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്യാണ് ആക്ച്വലി ഇവിടെ ചെയ്യുന്നത്. കാരണം ഇവിടെ ഈ മോഡുലസ് പോലെ നമ്മൾ ഇങ്ങനെ മൊത്തം ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് പോലത്തെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇത് ചെക്ക് ചെയ്യാണ്. ലിമിറ്റ് x ടെൻസ് ടു 2 - ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2 ആണ്, 2 - ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് 2 +. ഇത് ഈക്വൽ ആണോന്നാ? ഒരിക്കലും ഇത് ഈക്വൽ അല്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ? ഇത് ഈക്വൽ ആവാത്തതിന്റെ കാരണം ഇതാണ്, രണ്ടിനെക്കാട്ടി ചെറുത് വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ വരിക. ഇപ്പോൾ ഇത് 1 2 എന്നൊക്കെ പറഞ്ഞ് എഴുതി പോകുന്നില്ല, രണ്ടിനെക്കാട്ടി ചെറുത് വന്നു കഴിഞ്ഞാൽ അവിടെ 1 ഫംഗ്ഷൻ വരിക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ x 2 + രണ്ടിനെക്കാട്ടി വലുത് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 ഫംഗ്ഷൻ വരിക. സാർ ഒരിക്കലും ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 = 2 ആണ് കിട്ടുക കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി, റിപ്പീറ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് വന്നോളൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടും എന്തല്ല ഈക്വൽ അല്ലാന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാനത് മറന്നുപോയതാണ്, അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് മാത്രം. മക്കളെ ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സിന് നിങ്ങൾ ലൈക്ക് തരണം. നിങ്ങൾ ജീവിതത്തിൽ ആർക്കും ലൈക്ക് കൊടുത്തില്ല, ഈ ക്ലാസ്സിന് നിങ്ങൾ ലൈക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ലൈക്ക് തന്നാലാണ് ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലൈക്ക് തരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്തു. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അടിപൊളിയിൽ വർക്ക് ചെയ്യും. ഓക്കെ, ഫുൾ ക്വസ്റ്റ്യൻ 30 ക്വസ്റ്റ്യൻ ചെയ്ത ആൾക്കാർ 30 ക്വസ്റ്റ്യൻ ചെയ്തു കമന്റ് ചെയ്യും. ഓക്കെടാ.